കേരളം നമുക്കൊക്കെ അഭിമാനമാണ്. പ്രവാസികളായ ഞങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ അഭിമാനമാണ് കേരളം എന്നുള്ളതിൻ്റെ തെളിവാണ് നോർക്കയെ പറ്റി ബഹുമാന്യനായ സെക്രട്ടറിയുടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. മറ്റൊരു സംസ്ഥാനത്തിനുമില്ലാത്ത ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് നമ്മളുടെ ആ ഒരു കൺസിഡറേഷൻ ഫോർ ദി NRIs. Kerala is doing that. I really appreciate what is being done by this government and since 1996 in this area. Just want, because of the shortage of time, let me just go to the subject. നമ്മൾ ഒരുപാട് കേരളത്തിനെ പറ്റി നല്ലത് പറയുന്നു. കേരളമാണ് ഏറ്റവും മുകളിൽ ഇന്ത്യയിൽ നിൽക്കുന്ന സംസ്ഥാനം, വിദ്യാഭ്യാസത്തിലായാലും ആരോഗ്യത്തിലായാലും ഏത് കാര്യത്തിലായാലും, അതിലൊരു സംശയവുമില്ല. പക്ഷേ പ്രവാസികൾ ഈ നാട്ടിന് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ ഭാവിയിൽ ഈ പ്രവാസികൾ എന്തായിരിക്കും കേരളത്തിന് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ഇന്നലെ രാത്രി ആലോചിക്കുകയായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്ന് പ്രവാസികളായി പോയിട്ടുള്ള ആൾക്കാർ ഏകദേശം 60 ലക്ഷം പേര്, അതിൽ 35 ലക്ഷം പേര് ഗൾഫിലാണ് ഉള്ളതെന്നാണ് കണക്ക്. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമാണ്. കേരളത്തിൽ നിന്ന് ഗൾഫിൽ പോകുന്നവരും നമ്മളൊക്കെ ഗൾഫിലുള്ളവരാണ് അധിക പേരോടെ ഇരിക്കുന്നത്. അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, അമേരിക്കയിലോ യൂറോപ്പിലോട്ടും അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പോയിട്ടുള്ള ആൾക്കാരും തമ്മിൽ വ്യത്യസ്തമാണ്. കാരണം ഇവിടെ നിന്ന് ഗൾഫിൽ പോയിട്ടുള്ള ആൾക്കാർ അവരുടെ റൂട്ട്സ് ഇവിടെയാണുള്ളത്. ആ റൂട്ട്സ് എപ്പോഴും നിലനിർത്താനുള്ള ആഗ്രഹവും പ്രവാസികൾക്ക് നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സംശയം, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മളുടെ അടുത്ത തലമുറ, ഗൾഫിൽ ജീവിക്കുന്ന പ്രവാസികളുടെ അടുത്ത തലമുറ ഇത് തുടരാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ മക്കളെയും എൻ്റെ പേരക്കുട്ടികളെയും, എനിക്ക് 3 പെൺകുട്ടികളും 5 പേരക്കുട്ടികളും ഉണ്ട്, അവരൊക്കെ എത്ര കേരളത്തിനോട് ബന്ധമുണ്ട് എന്ന് നോക്കുമ്പോൾ ഒരു മനസ്സിലൊരു ഭീതി തോന്നുന്നുണ്ട്. ഇറ്റ്സ് എ റിയലി very disturbing problem. The urge to come to India or to Kerala, the urge to meet our people here, to know the culture, it's coming down. There is no doubt about that. They don't want to, unless and until you pull, you won't get them even during holidays to Kerala. അപ്പോൾ ആ ഒരു ബന്ധം വിട്ടുപോകുന്നുണ്ട്. ഇത് പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഗൾഫിലെങ്കിലും അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും പോയ ആൾക്കാരൊക്കെ അവിടുത്തെ സിറ്റിസൺഷിപ്പൊക്കെ കിട്ടി അവിടെ തന്നെ ജീവിച്ചിരുന്ന് അത് അതേപോലെ ആയിപ്പോയിട്ടുണ്ട്. പക്ഷേ ഗൾഫിൽ അതായിരുന്നില്ല. ഇതിനൊരു കാരണം ഞാൻ നോക്കുകയായിരുന്നു. ഇത് വെറും ചെറുപ്പക്കാർക്ക് മാത്രമല്ല. വെൻ യു ലുക്ക് അറ്റ് ഈവൻ ദ older people, they are now wanting to stay back if possible after their retirement or after they are living there for a long period. അവിടെ ഇപ്പോൾ ഗൾഫിലൊക്കെ UAE-യിലാണ് ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത്. ഏകദേശം 10 ലക്ഷത്തോളം പേരുണ്ട്. 35 ലക്ഷം ഗൾഫിലുള്ളതിൽ 10 ലക്ഷം പേര് UAE-യിലാണ്. അവിടെ ഗോൾഡൻ വിസ എന്ന് തുടങ്ങിയ പരിപാടിയൊക്കെ വെച്ചിട്ട് 10 വർഷം അവിടെ താമസിക്കുവാനുള്ള സൗകര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ജോലി ചെയ്യുന്നവർ ജോലി കഴിഞ്ഞാലും അതിനുശേഷവും അവിടെ തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി അവിടെ നിൽക്കണം എന്നുള്ള ഒരു ചിന്തയിൽ അവിടെ തന്നെ സ്ഥിരതാമസം ആക്കാനുള്ള ഒരു ടെൻഡൻസി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം തിരിച്ചു വന്നാൽ ഇവിടെ സാധ്യതകളില്ല എന്നുള്ളതാണ്. വലിയ സങ്കടമാണത്. കേരളത്തെ പോലെയുള്ള ഒരു സ്ഥലം, ഞാൻ ബഹുമാന്യനായ മന്ത്രിയോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുകയായിരുന്നു എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേരളത്തിൽ. കേരളം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സ്ഥലമുണ്ടോ ലോകത്തിൽ? ഇവിടെ നമുക്ക് വെള്ളമുണ്ട്, നല്ല മണ്ണുണ്ട്, നമുക്ക് ഏറ്റവും കഴിവുള്ള ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് കേരളം ഒരു UAE പോലെയുള്ള ഏറ്റവും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നുമില്ലാത്ത മണലാരണ്യം ഒന്നുമില്ല അവിടെ പെട്രോളില്ല ദുബായിൽ, അതേപോലെ തന്നെ അവിടെ വെള്ളമില്ല, അവിടെ മണ്ണില്ല, ആൾക്കാരും ഇല്ല. നമ്മളെ ഇമ്പോർട്ട് ചെയ്തിട്ട് വേണം അവിടെ എന്തെങ്കിലും നടക്കാൻ. അതേപോലെയുള്ളതിൽ നിന്ന് ഇതെല്ലാമുള്ള നമുക്ക് എന്തുകൊണ്ട് ഇത് പറ്റുന്നില്ല? ഇവിടെയുള്ള ഈ ഭക്ഷ്യസാധനങ്ങളൊക്കെ അതിൻ്റെ വാല്യൂ അഡീഷൻ, അതായിരുന്നു മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. കൂട്ടിക്കഴിഞ്ഞാൽ 100, 200, 500 ഇരട്ടിയായിരിക്കും അതിൻ്റെ വില കൂടുന്നത്. ഇവിടെ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന കേരളത്തിലെ 40 പുഴകളിലൂടെയുള്ള വെള്ളം അത് ബോട്ടലിലാക്കിയിട്ട് ലോകത്തിലെല്ലായിട്ടും എത്തിച്ചു കഴിഞ്ഞാൽ
അതായിരിക്കും ഏറ്റവും വലിയ കേരളത്തിൻ്റെ ഈ ഒരു ഓയിലിനേക്കാളും കൂടുതൽ വിലയുള്ള ഒരു സംഗതി. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ഇവിടെ എത്രയോ മന്ത്രി പറയുകയായിരുന്നു, വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഈ പുഴയിലേക്ക് കടലിലേക്ക് ഒഴുകിപ്പോകുന്ന ഈ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് 4/1 നമുക്ക് വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. എത്രയോ സാധ്യതകൾ. ഇതാരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പലതും നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും പ്രാവർത്തികമല്ല. പലപ്പോഴും പല കാര്യങ്ങളും എനിക്കറിയാം ഇവിടെ നടക്കാൻ ബ്യൂറോക്രസി കൊണ്ടും പലതുകൊണ്ടും എത്രയോ താമസം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ സാഹചര്യങ്ങളുണ്ടാകണം. കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല? നല്ല വിദ്യാഭ്യാസത്തിനുള്ള ഒരു സാധ്യതയില്ല ഇവിടെ. മോഡേൺ ഏജ്, അതായത് ന്യൂ ടെക് എഡ്യൂക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ അതേപോലെയുള്ള മേഖലകളിലൊക്കെ എത്ര കോഴ്സുകൾ നമുക്കുണ്ട്. ഇവിടെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ സ്വന്തമായിട്ട് ഓട്ടോണമസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ കോളേജുകളുണ്ടോ? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ടോ? ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ദുബായിൽ നമ്മളുടെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയും ഇതേപോലെ തന്നെ അമിറ്റി യൂണിവേഴ്സിറ്റിയും ഇന്ത്യയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റീസ് അതേപോലെ തന്നെ സിംബയോസിസുമൊക്കെ അവിടെ ദുബായിൽ അവരുടെ അക്കാഡമിക് ക്യാമ്പസിൽ അവർ ഈ കോഴ്സുകളൊക്കെ നൽകുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരണമെന്നുള്ള ഒരു ആഗ്രഹമില്ല. ദേ ജസ്റ്റ് വാണ്ട് ടു ബി ദെയർ ബിക്കോസ് ദേ ക്യാൻ ലേൺ ദെയർ ആൻഡ് ദെൻ ദേ ആർ ലുക്കിംഗ് ടു സ്റ്റേ ദെയർ ഓർ ഗോ ടു ദ വെസ്റ്റേൺ കൺട്രീസ്. So there is a requirement for us to attach our people back to our roots. People like us, who are mostly people like us who are sitting here, maybe we have that attachment because of our parents. Once these children, their parents are there and they are there, they won't have any attachment to our state. So the NRKs or the Pravasis or whatever we call them, they are all going to be after maybe 20 years, 25 years, completely aligned to this state. നമ്മളൊരു വൃദ്ധസദനം പോലെയാകും കേരളം. വയസ്സായ കുറേ പേര് മാത്രം ജീവിക്കുന്ന പ്രേത വീടുകളുള്ള ഒരു സ്ഥലമായി മാറും കേരളം എന്നുള്ളൊരു പേടി എനിക്കുന്നുണ്ട്. കേരളത്തിനോട് അത്രയും സ്നേഹമുള്ള, കേരളം എന്ന് മാത്രം ചിന്തിക്കുന്ന എന്നെപ്പോലെയുള്ള എത്രയോ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങൾക്കൊക്കെ ഇത് ഉണ്ടാകാം. അതിനുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. കേരളമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് കുട്ടികളെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്തുകൂടാ? കേരളീയരെ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള വിദ്യാർത്ഥികളെ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്തുകൂടാ? അത് ഏറ്റവും വലിയൊരു വ്യവസായമായിട്ട് തന്നെ നമുക്ക് മാറ്റാം. ഞാൻ വിദ്യാഭ്യാസം വ്യവസായമാക്കണമെന്നല്ല പറയുന്നത്. നമ്മളുടെ കുട്ടികൾ പുറത്തുപോയി ചിലവാക്കുന്ന പണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് കേട്ടു. അതേപോലെ എന്തുകൊണ്ട് വിദേശത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് നമുക്കിവിടെ പഠിപ്പിച്ചുകൂടാ? ഈ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ആലോചിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആ റൂട്ടുകൾ അത് ഏത് കാലവും നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് നാം മുൻകൈയെടുക്കണം. നോർക്ക ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേരള ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇത് ഈ ഒരു ഡയറക്ഷനിൽ കൊണ്ടുപോയി നമ്മളുടെ കുട്ടികളെയും നമ്മളെയും കേരളത്തിനോട് അടുപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ജയ് ഹിന്ദ്. നന്ദി സർ. അടുത്തതായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് DC ഹെൽത്ത് കെയറിൻ്റെ സിഇഒയും SM റിയാലിറ്റിയുടെ പ്രസിഡന്റുമായ ഡോക്ടർ ബാബു സ്റ്റീഫനാണ്. വാഷിംഗ്ടൺ DC മേയറുടെ ചൈന ബിസിനസ് ഡെലിഗേഷന്റെ ഭാഗമായിരുന്ന ഡോക്ടർ സ്റ്റീഫൻ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള 1 ദശലക്ഷത്തിലധികം പ്രവാസികളുടെ പ്രാതിനിധ്യമുള്ള നോർത്ത് അമേരിക്കയിലെ പ്രവാസി സംഘടനയായ ഫൊക്കാനയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഡോക്ടർ ബാബു സ്റ്റീഫനെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് സാദരം ക്ഷണിക്കുന്നു. Thank you, Norka, giving me this opportunity to say a few words. എന്തുകൊണ്ട് ആളുകൾ അമേരിക്കയിൽ പോകുന്നു? എഡ്വേർഡ് സാങ്വി, എ പോയറ്റ്, ഒരിക്കൽ പറഞ്ഞു, ഗോ സീക്ക് അമേരിക്ക, ബേണിംഗ് ഇൻ ദ നൈറ്റ്, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് സൊസൈറ്റി, യു ക്യാൻ ബിക്കം എനിത്തിങ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയിൽ ജാതിയില്ല, മതമില്ല, ഏജ് ഇല്ല, ഒന്നുമില്ല. ലിറ്റിൽ കോമൺ സെൻസ്, ലിറ്റിൽ ഹാർഡ് വർക്ക്, ലിറ്റിൽ സ്മാർട്ട്നെസ്, ലിറ്റിൽ shrewdness will make their country, will make you very successful in that country. That is what America is. Today, അമേരിക്കയിൽ 13 മില്യൺ ഇന്ത്യക്കാരുണ്ട്. ഈ 13 മില്യണിൽ 1 മില്യൺ മലയാളീസ് ഉണ്ട്.
ഇത് 13 മില്യണിൽ 51% ഹിന്ദുസ്, 18% ക്രിസ്ത്യൻസ്, 10% മുസ്ലിംസ്, റെസ്റ്റ് ആർ നോൺ ഡിനോമിനേഷണൽ. ദിസ് ആർ സ്റ്റാറ്റിസ്റ്റിക്സ്. അമേരിക്കയിൽ 200,000 ഇന്ത്യൻ മില്യനേഴ്സ് ഉണ്ട്. അതിൽ മലയാളീസ് 10 മില്യൺ ഉണ്ട്, 10,000. 500,000 ഇല്ലീഗൽ ഏലിയൻസ് ഉണ്ട്. അമേരിക്ക ഇസ് നോട്ട് ലൈക്ക് മിഡിൽ ഈസ്റ്റ്. നിങ്ങൾ ഒരിക്കൽ കൺട്രി വന്നു കഴിഞ്ഞാൽ അവിടെ ആരും നിങ്ങളുടെ വീസ എന്താണ്, എവിടെയാണെന്ന് ആരും ചോദിക്കാറില്ല. മാൻ പവർ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ അമേരിക്ക. 350 മില്യൺ പോപ്പുലേഷനാണ് ഇൻ അമേരിക്കയിലുള്ളത്. ഇൻ സ്പൈറ്റ് ഓഫ് ഗിവിങ് ഓൾ ദ വീസാസ് ടു ദ പീപ്പിൾ ഇൻ ദ വേൾഡ്, opportunity is very great. അത് നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി. എന്നാലും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ there are 65,000 Indian doctors, 166,000 Indian students, 33,000 സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് എല്ലാ വർഷവും പോകുന്നുണ്ട്. ഇത് ഇപ്പോഴും പോകുന്ന മിക്കവാറും യൂറോപ്പിലോ ഓസ്ട്രേലിയ, അമേരിക്ക, കാനഡ. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് പരമായിട്ട് ഒരാൾ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് അദ്ദേഹം ഒരിടവും പോകത്തില്ല. നിങ്ങൾ മിഡിൽ ഈസ്റ്റിലായിരുന്നാലും ആഫ്രിക്കയിലായാലും എവിടെയായിരുന്നാലും അൾട്ടിമേറ്റ്ലി യുവർ ഡെസ്റ്റിനേഷൻ ഈസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇനിയും നോക്കിക്കഴിഞ്ഞാലും ഈ 75% ഓഫ് ദ മലയാളീസ് വാണ്ടഡ് ടു റിട്ടേൺ ബാക്ക് ടു കേരള. അവർക്ക് ആഗ്രഹമുണ്ട്. പ്രസൻറ്റ് പോപ്പുലേഷൻ, അടുത്ത പോപ്പുലേഷൻ വി ഡോണ്ട് നോ. പക്ഷെ ഇപ്പോഴത്തെ കാര്യം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ 75% ഓസ്ട്രേലിയയിൽ നിന്ന് വരാൻ ആഗ്രഹമുണ്ട്, 70% കാനഡയിൽ നിന്ന് വരാൻ ആഗ്രഹമുണ്ട്. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് മനുഷ്യന്. പക്ഷേ സെക്കൻഡ് ജനറേഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എവരി മലയാളി, എവരി ഇന്ത്യൻ നമ്മളിപ്പം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരാൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ അമേരിക്കയിൽ പോയി, അല്ലെ എന്തുകൊണ്ട് യു ലെഫ്റ്റ് യുവർ കൺട്രി, അവരൊറ്റ കാര്യം പറയുന്നത് ഫോർ ദ സേക്ക് ഓഫ് മൈ ചിൽഡ്രൻ. നോട്ട് ഓൺലി എഡ്യൂക്കേഷൻ, ചിൽഡ്രൻ്റെ ഭാവിക്ക് വേണ്ടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നവരും ഓരോരുത്തരും ഇത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പക്ഷെ ചിൽഡ്രൻ ദേ ടെൻഡ് ടു ഫർഗെറ്റ് ദ പാരൻസ്. ഇന്നത്തെ ട്രെൻഡ് അതാണ്. എങ്ങനെ ഫർഗെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ മദർ നമുക്കറിയാമല്ല, ഹു ക്യാരിഡ് എ ചൈൽഡ് 6 months 10 months in her stomach, a father who toiled and toiled 24 hours, brought to a child to this world and very successful individual, they forget their parents. John F. Kennedy said in 1962, give them roses when they are alive, don't give them when they are nursing homes, daycare Sundays, Onam, Diwali. Give them now. As words was said, you can enjoy in the heavy honey dew of slumber. This is very important. നമ്മൾ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി വർക്ക് ചെയ്ത് അവരെ ലോകത്തിൽ കൊണ്ടുവന്ന് എല്ലാം ആക്കി അവസാനം അവർ പറയും നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കുക, ഐ ഹാവ് നോ ടൈം ടു ലുക്ക് ആഫ്റ്റർ യു. അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. മനുഷ്യരെ ദൈവം നമുക്കിതെല്ലാം അനുഗ്രഹിച്ചു. നമ്മൾ ഓരോ രാജ്യങ്ങൾ കൊണ്ടുപോയി നമ്മുടെ ഈ നിലയിലാക്കി. There's a saying, I passed this only once. Any good that I can do, any kind that I can show, I shall not deny it or defy it, because I passed this only once. As a human being, you and I lives in this world for a short period of time. During the time, we can do good for the poor and needy, to the sick and suffering, as a humanity as a whole. Thank you, my friends. താങ്ക് യു സർ. പ്രവാസ മേഖലയുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന മറ്റൊരു വ്യക്തിത്വമാണ് ശ്രീ PT കുഞ്ഞുമുഹമ്മദ്. പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനും 2 തവണ കേരളത്തിലെ നിയമസഭാംഗവുമായ ശ്രീ PT കുഞ്ഞുമുഹമ്മദ് കേരള പ്രവാസി ക്ഷേമനിധി ബോർഡിൻ്റെ മുൻ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചിരുന്നു.
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പുറം ലോകം അറിയാനും വിദേശത്ത് നിന്ന് കാണാതായ ആയിരക്കണക്കിന് മലയാളികളെ കണ്ടെത്താനും അദ്ദേഹം അവതരിപ്പിച്ച പ്രവാസ ലോകം എന്ന പരിപാടിക്ക് സാധ്യമായി. ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ദേശീയ അവാർഡുകൾ, സംസ്ഥാന അവാർഡുകൾ, ജക്കാർത്ത ഫിലിം ഫെസ്റ്റിവൽ ഫിഡിലിറ്റി ടു ധർമ്മ അവാർഡ്, IFFKയുടെ മികച്ച സ്ക്രിപ്റ്റിനുള്ള അവാർഡ്, മികച്ച ചിത്രത്തിനും തിരക്കഥയ്ക്കുമുള്ള പത്മരാജൻ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരള കൾച്ചറൽ വെൽഫെയർ ബോർഡ്, കേരള ചലച്ചിത്ര അക്കാദമി എന്നിവയുടെ എക്സിക്യൂട്ടീവ് അംഗം, കേരള വഖഫ് ബോർഡ് പ്രസിഡന്റ്, കേരള പ്രവാസി സംഘം പ്രസിഡന്റ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. ശ്രീ PT കുഞ്ഞുമുഹമ്മദിനെ സാദരം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. വേദിയിലെ ആദരണീയരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഡയസ്പോറ, കേരള ഡയസ്പോറ. ഡയസ്പോറ ഒരു ഏൻഷ്യൻ്റ് ഗ്രീക്ക് പദമാണ്. വിത്തിൽ നിന്ന് ചിതറിപ്പോയവർ എന്നർത്ഥമാണ് അതിനുള്ളത്. AD 70 റോമാ സാമ്രാജ്യത്തിൻ്റെ ആക്രമണത്തിൽ പലസ്തീൻ ഇസ്രായേൽ പ്രദേശത്ത് നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിയേറിപ്പോയ ആ വിഭാഗത്തെയാണ് ഡയസ്പോറ എന്ന് ലോകം ആദ്യം അഭിസംബോധന ചെയ്തത്. നിരവധി ജനവിഭാഗങ്ങൾ വ്യത്യസ്ത കാലങ്ങളിൽ ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു സൂക്ഷ്മ പഠനത്തിന് വിധേയരാകുന്നത് ഈ ഡയസ്പോറ തന്നെയാണ്, ഈ ജൂത ഡയസ്പോറ തന്നെയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയ ഈ വിഭാഗം അവർ കുടിയേറിയ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വ്യവഹാര മേഖലകളിലും ഇടപെടുകയും അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുകയും ചെയ്തതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവരെ പഠിക്കണമെന്ന് പറഞ്ഞത്. അവർ കൈവെക്കാത്ത മേഖലകളില്ല. ബൗദ്ധിക മണ്ഡലത്തിൽ, സാമ്പത്തിക മണ്ഡലത്തിൽ, ശാസ്ത്രമണ്ഡലത്തിൽ, വൈദ്യശാസ്ത്ര മണ്ഡലത്തിൽ, അങ്ങനെ എല്ലാ മേഖലകളിലും. ഒരൊറ്റ ഉദാഹരണം പറയാം. അതായത് 900 നോബൽ പ്രൈസ് വിന്നേഴ്സിൽ 212 ആളുകൾ ജൂതന്മാരാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇവർ ഉണ്ടാക്കിയ, അതേപോലെ തന്നെ ഇവരുണ്ടാക്കിയ വലിയ മുന്നേറ്റങ്ങളെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ വളരെ വിപരീത അർത്ഥത്തിലാണ് കണ്ടത്. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ ജർമ്മനി തോൽക്കുമ്പോൾ ഹിറ്റ്ലർ ആലോചിക്കുന്നത് പ്രധാനമായിട്ടും 16% ഉണ്ടായിരുന്ന ജൂതർ 90% സമ്പത്തും കയ്യൊഴുക്കി വയ്ക്കുന്ന ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ നാസി തോട്ടും ശുദ്ധ വംശ സിദ്ധാന്തവും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇവരെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികൾ അദ്ദേഹം ആരംഭിക്കുന്നത്. അവർക്ക് നിരവധി ഘട്ടങ്ങളിൽ ഈ ജനവിഭാഗം ഉന്മൂലനം ചെയ്യപ്പെടാൻ നോക്കിയിട്ടുണ്ട്. നെപ്പോളിയൻ്റെ കാലത്ത് അതിനുള്ള പല രാജ്യങ്ങളിലും ഇതുണ്ടായിട്ടുണ്ട്. 60 ലക്ഷത്തോളം വരുന്ന ഈ ആളുകളെ കൊന്നൊടുക്കിയ ഒരു കഥയാണ് രണ്ടാം ലോകയുദ്ധത്തിന് പറയാനുള്ളത്. രണ്ടാം ലോകമഹായുദ്ധ കാലത്തും അതിനു മുമ്പും യൂറോപ്പ് ആലോചിച്ചത്, അമേരിക്കൻ നാടുകളും സാമ്രാജ്യത്വം ആലോചിച്ചത് ഈ മനുഷ്യരെ എങ്ങനെ യൂറോപ്പിൽ നിന്ന് മാറ്റാം. അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അവരെ ഈ കുടിയേറ്റം പുതിയ ഈ ഇസ്രായേൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അവർ മാത്രമല്ല, ഒട്ടോമാൻ എംപയറിൻ്റെ ശിഥിലീകരണത്തിന് ശേഷമുണ്ടായ അറബ് രാജ്യങ്ങളും ഇസ്രായേൽ സ്ഥാപനത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന് പലരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അത്തരം വിശദാംശങ്ങൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത് ഇപ്പോൾ എന്താ, അവരെ ഉന്മൂലനത്തിന് വേണ്ടി ഉപയോഗിച്ച അതേ സിദ്ധാന്തം പലസ്തീനികൾക്കെതിരെ ലക്ഷക്കണക്കിന് പലസ്തീനികളെ ആട്ടിയോടിച്ചുകൊണ്ട് അവരെ പ്രവാസികളാക്കിക്കൊണ്ട് അവരുടെ നേർക്ക് ചെയ്ത അതേ പ്രതികാരം ഈ പാവപ്പെട്ട മനുഷ്യരുടെ നേർക്ക് വരികയാണ്. 2000 കൊല്ലം മുമ്പ് ഞങ്ങളിവിടെ താമസിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ വന്നിട്ട് ഈ ആളുകളോട് പ്രതികാരം ചെയ്യുന്ന കാഴ്ചയാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലുള്ള ഒരു പ്രവാസത്തെ നമ്മൾ സൂക്ഷ്മമായി ഓർക്കുമ്പോൾ ഈ പ്ലസ്സും മൈനസും അതുപോലെ തന്നെ വലിയ നേട്ടങ്ങളും ഉണ്ടാക്കിയ ആളുകളെ കൂടി സ്മരിച്ചു പോകുന്നതിനാണ്. എങ്ങനെയാണ് പ്രവാസം നൂതനമായിട്ടുള്ള ആശയമാക്കി മാറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. കേരള പ്രവാസം ആരംഭിക്കുന്നത്, ഡയസ്പോറ ആരംഭിക്കുന്നത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. യഥാർത്ഥത്തിൽ അതിനൊരു മൊമെൻ്റം ഉണ്ടാകുന്നത്
രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, ഇന്ത്യ സ്വതന്ത്രയായതിന് ശേഷം, ഐക്യകേരളം രൂപപ്പെട്ടതിന് ശേഷം, EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വന്നതിന് ശേഷം, ഭൂപരിഷ്കരണം പോലുള്ള, വിദ്യാഭ്യാസ ബില്ല് പോലുള്ള ആധുനിക ഭരണപരിഷ്കാരങ്ങൾ വരുമ്പോൾ നിർധനരായിട്ടുള്ള ഒരു മനുഷ്യരായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളം എന്ന് കാണുന്ന പോലെ നമ്മളെ ആളുകളൊക്കെ വലിയ വലിയ വിടായി പറയണ്ടല്ലോ. അതൊന്നുമല്ല കേരളം. കഞ്ഞിയാണ് അടിസ്ഥാന ഭക്ഷണം. നിങ്ങളെ കാരണന്മാരോട് ചോദിക്കൂ, 50കളിൽ കഞ്ഞിയാണ് കേരളത്തിൻ്റെ അടിസ്ഥാന ഭക്ഷണം. അല്ലാതെ വേറെ ഇവിടെ നിന്ന് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്ഥിതിയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ 19ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ പോയ പ്രവാസികൾ ചെറിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന വലിയ കുടിയേറ്റങ്ങൾ നടത്തുന്നത് ഈ ഒരു ഇതിലേക്കാണ്. അതായത് പ്രവാസം ചെറിയ തോതിലെങ്കിലും ഫ്യൂഡലിസത്തെ തകർക്കുന്നതിന് ശക്തമായിട്ടുള്ള അടിത്തറ പാകിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു പ്രവാസ വിരോധം ഫ്യൂഡലിസ്റ്റ് സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണാൻ പറ്റും. ആദ്യകാലത്തൊക്കെ പ്രവാസം കഴിഞ്ഞ് വരുന്ന ആളുകളോട് ഈ ഒരു നിഷേധ മനോഭാവം മലയാളി സമൂഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നീട് വരുന്നത് ഈ ആധുനിക കേരളത്തിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കേരളത്തിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. ഈ പോയ മനുഷ്യരൊക്കെ തന്നെ കൊണ്ടുവരുന്നത് ആധുനികമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ്. 70കളിൽ മുതൽ കേരളത്തിൻ്റെ ഭൂമി എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിയാൽ അത് പ്രവാസിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രവാസി സമൂഹമാണ് ഏറ്റവും കൂടുതൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നത്. അതുപോലെ കേരളത്തിൻ്റെ എല്ലാ വിവിധ ഭാഗങ്ങളിലുള്ള വമ്പിച്ച മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവർ ഭൂമി മാറ്റം മാത്രമല്ല ചെയ്തത്, ഇവർ ആധുനിക കേരളത്തിലേക്ക് വിപ്ലവകരമായുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. കൾച്ചർ, കല, ഇതിലൊക്കെ തന്നെ ഇവർ ഇടപെടുന്നത് വലിയ രീതിയിലാണ് ഇത് കണ്ടത്. അതായത് ഫ്യൂഡലിസം തകർന്നെങ്കിലും ഈ മനോഭാവം, പ്രവാസി വിരുദ്ധ മനോഭാവം മലയാളിയിൽ രൂഢമൂലമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, ഇവിടുത്തെ സാംസ്കാരിക മണ്ഡലങ്ങൾ, ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇതൊക്കെ ഈ പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ ഞാൻ പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ചിരിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി പ്രവാസികൾ നിങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതൊന്നും അവർ വകവച്ചില്ല എന്നുള്ളതാണ് പ്രവാസികളെ അഭിനന്ദിക്കാനുള്ള ഒരു വഴിയായിട്ട് കാണുന്നത്. കാരണം അവനൊന്നും ഇത് ബാധിക്കുന്നേയില്ല. അവനെ സംബന്ധിച്ചോളം ഈ നിഷേധാത്മകമായ ഒരു നിലപാടിനെ അവൻ തൃണവൽക്കരിച്ചുകൊണ്ട് അവൻ്റെ മുന്നേറ്റം തുടരുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ എത്രയോ ദുർഘടങ്ങൾ കടന്നു പോകുന്നു. ഈ നാടിനെ സേവിച്ച മനുഷ്യർക്ക് ഈ ചെറിയ മനുഷ്യരുണ്ടാക്കുന്ന ഈ നിഷേധാത്മക നിലപാടിനോട് ആർക്ക് എന്താണ് വേണ്ടി? പക്ഷേ അവർക്കങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളീയ സമൂഹത്തിന് പ്രവാസത്തെ ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ അത് വലിയ ഒരു ഒഴുക്കായിട്ട് മാറുമ്പോൾ നോക്കി നിൽക്കാൻ പറ്റില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ട്രേഡ് യൂണിയനുകൾ എല്ലാം തന്നെ ഒരു സൈഡ് ലൈൻ ഇത് നടക്കട്ടെ, വെള്ളം കിട്ടിയാൽ കുഴപ്പമില്ല. അപ്പോൾ ഇവർ ഇതിനെ ഗൗനിക്കാതെ ഇരിക്കുക ചെയ്തത്. അതായത് കേരളത്തിലേക്ക് വന്ന ഈ പൈസ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പ്രവാസിക്ക് കൃത്യമായ ധാരണകളുണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്ഭുതമായി, എന്താണ് കേരളത്തിൽ സഞ്ചരിക്കുന്നത്, കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പലരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPM ആണ് ഇതിനെക്കുറിച്ചിട്ട് ആദ്യം ആലോചിക്കുന്ന ഒരു പാർട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. 90കളിലാണ് അത് ആലോചിക്കുന്നത്. പിന്നെ കേരളത്തിൽ വരുന്ന മാറ്റങ്ങളെ അതിസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. അത് ബഹുമാനായ EMS ആയിരുന്നു. അദ്ദേഹം എന്നോട് ഞാൻ MLA ആയപ്പോൾ 3 or 4 പ്രാവശ്യം എന്നോട് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മുസ്ലിം കമ്മ്യൂണിറ്റി? എനിക്ക് ഒരു പിടിയും കിട്ടാത്തൊരു സംഭവമായിരുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് 3 or 4 പ്രാവശ്യം EMS എന്നോട് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മുസ്ലിം കമ്മ്യൂണിറ്റി? ഇത്ര ധാരണയുള്ളൊരു മനുഷ്യൻ, ആ കാലത്ത് ഒരു മനുഷ്യൻ പോലും ആലോചിക്കാത്തൊരു വിഷയമാണ് എന്നെ പോലത്തെ ഒരു വിവരമില്ലാത്ത ഒരാളോട് അദ്ദേഹം ചോദിക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ പോലുമില്ല. പിന്നീടാണ് നമ്മൾ ആലോചിക്കാൻ തുടങ്ങുന്നതൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ആലോചനകൾ വരികയും 96 ഈ
എന്താണ് അയ്യോ 2 more മൂമെൻറ്റ്സ് ഒന്നും പറ്റില്ലേക്ക്, ഒരു 55-56 മിനിറ്റിലും വേണ്ടി വരും. ഞാൻ സ്റ്റീഫൻ എനിക്ക് സമ്മതിച്ചുകൊണ്ട് കുറച്ച് സമയം അല്ലേ തന്നല്ലേ, ആയിക്കോട്ടെ, ഐ വിൽ ഡു ഇറ്റ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോകും, അത്രേ ഉള്ളൂ, പറയാതെ പോകേണ്ടി വരും. അപ്പോൾ പ്രധാനമായിട്ടും ഈ 96 വരുന്ന ഗവൺമെൻറ്റാണ് ഒരു പ്രവാസി ഇതുണ്ടാക്കുന്നത്. നോർക്ക എന്നിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനാണ് അതിൻ്റെ ചെയർമാനായിട്ട് വരികയും EM തോമസ് ഐസക്ക്, അതുപോലെ തന്നെ EM ശ്രീധരൻ നമ്പൂതിരിപ്പാട്, പിന്നെ അമിതാഭ് കാന്ത്, വിനോദ് റോയ്, ഞാനും ഉണ്ടായിരുന്നു, ഞാൻ MLA എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി പല പ്രാവശ്യം കൂടിയിട്ട് യാതൊരു ഇതും ഉണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി, പല വിഷയങ്ങളും ചർച്ച ചെയ്ത്. അന്ന് എനിക്ക് മനസ്സിലായി IASകാർക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ധാരണ കുറവുണ്ടായിരുന്നു അന്ന് വന്ന ഈ 2 പേർക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. അവർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണ പ്രവാസത്തെക്കുറിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രി സ്ഥാനം ഒഴിയുകയും പിന്നീട് അദ്ദേഹം പാർട്ടി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തത്. അങ്ങനെ ഏറ്റെടുക്കുന്ന ഈ വ്യക്തി പ്രധാനമായിട്ടും പ്രവാസത്തെക്കുറിച്ച് കേരളത്തിൽ പഠിച്ച ഏറ്റവും ഗഹനമായിട്ട് പഠിച്ച ഏക പൊളിറ്റീഷ്യൻ പിണറായി വിജയനാണ്. ഒരു സംശയങ്ങൾക്ക് വേണ്ട. നിരന്തരമായിട്ടുള്ള പഠനം, വായനല്ലാട്ടാ, CDSൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടല്ല, അദ്ദേഹം നിരന്തരമായി പോയി മനുഷ്യരെ കണ്ട്, അവിടെയുള്ള വിവിധ മേഖലകളിലുള്ള മനുഷ്യരെ കണ്ട്, ജയിലിൽ പോയിട്ട് കുറ്റവാളികളെ കണ്ട്, അങ്ങനെ എല്ലാ മേഖലകളിലും പഠനം നടത്തി, ഇൻ്ററാക്ഷൻ ഉണ്ടായി, ലോകത്തുള്ള എല്ലാ മനുഷ്യരുമായിട്ട് വലിയ ബന്ധമുണ്ടാക്കിയ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് വന്നപ്പോഴാണ് അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചത്. നോർക്ക ഡിപ്പാർട്ട്മെൻറ്റിനെ, ഈ ജനവിഭാഗത്തെ കയ്യിൽ പിടിച്ചുകൊണ്ടല്ലാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമായതുകൊണ്ടാണ് അദ്ദേഹം തന്നെ നോർക്കയുടെ വകുപ്പേറ്റെടുക്കുകയും അദ്ദേഹം തന്നെ അതിനെ ചെയ്യുകയും. നോർക്ക വകുപ്പ് വലിയ വകുപ്പാക്കി മാറ്റിയില്ലേ, നിരവധി പദ്ധതികൾ ഉണ്ടാക്കിയില്ലേ, 1-2 പദ്ധതികളല്ലേ, എത്ര പദ്ധതികളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള എന്തായിരുന്നു വെച്ചാൽ പുറത്തു നിന്നിരുന്ന ആളുകളെ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇവരെ മുഴുവൻ കൂട്ടിപ്പിടിച്ച് കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ കൊടുന്ന് ഇവിടെ ഇരുത്തി. അതാണ് പ്രശ്നം. ഇവിടെ ഇരുത്താൻ യോഗ്യരാണോ എന്ന നിരവധി ചോദ്യങ്ങൾ പലരും ചോദിച്ചു. അവരിവിടെ തന്നെയാണ് ഇരിക്കേണ്ടത്, ഈ നാടിനെ നയിക്കാൻ പോകുന്നത് ഭാവിയിൽ ഇവരാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹം പല രീതിയിലുള്ള പദ്ധതികൾ അയച്ചു. ലോക കേരള സഭ അതൊക്കെയാണ്. ലോക കേരള സഭ നമ്മളാളുകൾ വിചാരിച്ചിട്ടുള്ള റോഡും പാലവും ഉണ്ടാക്കാനുള്ള ആളല്ല. അതിനല്ല സുഹൃത്തുക്കളെ. നിങ്ങൾ പലരും ഈ മീഡിയയിൽ പോകുമ്പോൾ, മീഡിയക്കാർ പലരും പറയും അതൊക്കെ നമ്മൾ നോക്കിയിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ട്. മീഡിയയിൽ നിങ്ങൾ ഇതിനെ ഡിഫെൻഡ് അല്ലെങ്കിൽ ഇതിനെ ചർച്ചയിൽ പോകുമ്പോൾ പലരും ആ റോഡ് ഉണ്ടാക്കിയില്ലേ, ഈ പാലം, ഇതിനൊന്നും അല്ല ഇത് ഉണ്ടാക്കിയത്. ഞാനിത് CM മുയിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിനല്ലത് ഉണ്ടാക്കിയത്, ഇത് നിങ്ങളുമായിട്ട് ഇരിക്കാനാ, ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനാ, നിങ്ങളെ കൂട്ടിപ്പിടിക്കാനാ, നിങ്ങളുമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള ഒരു വലിയ ശൃംഖല കെട്ടിപ്പടുക്കുന്നതിനാണ്. ലോകത്തെമ്പാടുമുള്ള മലയാളികളെ കേരളത്തിലെ ഭരണകൂടവുമായി ബന്ധിക്കുന്നതിനാണ്. അത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. ഇതൊന്നും ഒരാൾ വിചാരിച്ചാലും ഇല്ലാതാകാൻ പോകുന്നില്ല. നാട് കൊണ്ടു നടക്കാൻ പോകുന്നത് പ്രവാസി സമൂഹമാണ്, ഒരു സംശയം ആർക്കും വേണ്ട. അത് അദ്ദേഹത്തിന് വ്യക്തമായി. ഈ എക്കണോമി ഞാൻ വളരെ ഇതായിട്ട് പറയുന്നു, കേരളത്തിൽ, ഇന്ത്യയിലെ, ലോകത്തെമ്പാടുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ മലയാളിയുടെ പങ്കെന്ന് എന്നുള്ളത് ഒരു കണക്ക് CDS പോലുള്ള സ്ഥാപനങ്ങൾ എടുക്കണം. അപ്പോഴേ അതിൻ്റെ വ്യാപ്തി മനസ്സിലാവൂ. ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ, ലക്ഷക്കണക്കിനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, വളരെ ന്യൂവലായിട്ടുള്ള പദ്ധതികൾ, ഇതൊക്കെ ഗവൺമെൻറ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. പ്രവാസി സമൂഹം അവരുടെ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് ഇത്തരത്തിലുള്ള കണക്കുകൾ ശേഖരിച്ച് ഓരോ സ്ഥലത്തും, ഇപ്പോൾ UAE എത്രയോ ലക്ഷം ആളുകളാണ്. ഞാൻ നിർത്തട്ടെ, വളരെ വലിയ തോതിലുള്ള ഇതാണ്. അത്തരത്തിലുള്ള കണക്കുകൾ കിട്ടുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. നിരവധിയായിട്ടുള്ള ഇതുകളുണ്ട്. പലപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗവൺമെൻറ് എല്ലാം ചെയ്യുമെന്നുള്ളത്, ഗവൺമെൻറ്റായ ഒരു രീതിയുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ പലപ്പോഴും നമ്മൾക്ക് വളരെ ഇതായിട്ട് തോന്നും, പൊളിറ്റിക്കൽ ഡിസിഷൻസ് മാത്രം ഉണ്ടായാൽ പോയാൽ ഭരണപരമായിട്ടുള്ള ഇതുകൊണ്ട് നിങ്ങൾ പറയാൻ അവസാനിപ്പിക്കാം. ഞാൻ നോർക്ക വെൽഫെയർ ബോർഡിൻ്റെ ചെയർമാനായിട്ട് നിശ്ചയിച്ചപ്പോഴാണ്
ഡിവിഡൻ പദ്ധതിക്ക് ബോർഡ് തീരുമാനിക്കുക. മുഖ്യമന്ത്രിയായി സംസാരിച്ചിട്ടും ബോർഡ് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിട്ടാണ് ആ അപേക്ഷ കൊടുത്തത്. ആ പ്രപ്പോസൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് മുഖ്യമന്ത്രി അത് നോർക്കയിലേക്ക് കൊടുത്തു. പിന്നെ ഒരു വിവരമില്ല. പിന്നെ വീണ്ടും കൊടുത്തു. പിന്നെ അത് ലൈവായിട്ട് നിൽക്കുമ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ഓഫീസിലേക്ക് ഒരു ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്നു. ഞങ്ങളപ്പോൾ ഈ ഡിവിഡൻ പദ്ധതിയെക്കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു, സാർ ഇത് ഉപേക്ഷിച്ചില്ലേ? അപ്പോൾ ഇയാൾ നോർക്കയിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ എന്നോട് ചോദിക്കുന്നത്? അല്ല സാറേ, ഞാൻ അവിടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ പ്രപ്പോസൽ വന്നിരുന്നു. ഞങ്ങളെല്ലാവരും ചിരിച്ചു ഈ പ്രപ്പോസൽ കണ്ടപ്പോൾ. ഈ സാറിന് വല്ല വട്ടുണ്ട്, എന്ത് ഡിവിഡൻറ്റ്, ഞങ്ങൾ ഡിവിഡൻറ്റ് കൊടുക്കാതിരിക്കണവരാ. അങ്ങനെ കീറിയിട്ട് അദ്ദേഹം വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടത് അയാൾ എന്നോട് പറഞ്ഞാണ്. ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞാണ്, വേറെ ആരും പറഞ്ഞല്ല. അദ്ദേഹം അത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട്. പക്ഷേ അത് 200 പ്രാവശ്യമാണ് സെക്രട്ടേറിയറ്റിൽ പോയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സെക്രട്ടേറിയറ്റിൽ ആ ഫയൽ സഞ്ചരിച്ചത് 200 പ്രാവശ്യവും 2 കൊല്ലം എടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രവാസികളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും പുതിയ പദ്ധതി എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്ന ആ പദ്ധതി നടപ്പായത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതിൻ്റെ കാലതാമസമാണ്. ഇപ്പോൾ അത് ആദ്യത്തെ കൊല്ലം 300 കോടി രൂപയാണ് കിപ്പിക്ക് വന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയി ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട്, അതായത് മാർച്ച് മാസത്തിലാണ് അതിൻ്റെ ഡിവിഡൻറ്റിൻ്റെ ഇത് അവസാനിക്കുന്നത്. ഈ ഡിവിഡൻറ്റിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്, ഡിവിഡൻറ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് മാർച്ച് 31-ാം തീയതി അവസാനിക്കും, ഏപ്രിൽ 1-ാം തീയതി. അപ്പോൾ ഫെബ്രുവരിയിൽ തന്നെ ബോർഡ് അങ്ങോട്ട് അയക്കും. ബോർഡ് അയച്ചാലോ അവിടെ ഇട്ട് കളിച്ച് ചിറ്റിച്ച് ഇതല്ല പിന്നെ നോർക്ക അല്ല അതിൻ്റെ ഉത്തരവാദിത്തം, എനിക്കറിയാം. നോർക്കയും കിഫ്ബിയല്ല. അത് ഫിനാൻസിൽ പോയാൽ 3-4 മാസം അതുവരെ ഡെഡാണ്. അപ്പോൾ എന്താ ആ പദ്ധതി വർക്ക് ചെയ്യണ എത്ര മാസമാണ്? 8 മാസമാണ്. അപ്പോൾ എന്താ സംശയത്തിൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ ഡൗട്ടിങ് തോമസ്മാരാണ് ഗൾഫിലുള്ളവർ. അവർക്ക് ഇത് കാണുമ്പോൾ ഇതിലെന്തോ സംശയം. കിഫ്ബിയെക്കുറിച്ചുള്ള പത്രവാർത്തകൾ ഇതൊക്കെ, ഇത് ട്രൈ പാർട്ടി അഗ്രിമെൻറ്റാണ്, നിയമസഭ പാസാക്കിയ പദ്ധതിയാണ്. അതിനുപോലും അവർക്ക് സംശയം ഉണ്ടാവില്ലേ ഇത്തരത്തിലുള്ള? അപ്പോൾ ഇത്തരത്തിലുള്ള വികലമായിട്ടുള്ള ധാരണകൾക്കെതിരെ ഫൈറ്റ് ചെയ്യേണ്ടത് പ്രവാസികൾ തന്നെയാണ്. അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്തം പ്രവാസികൾക്കാണ്. നമ്മളങ്ങനെ ഭയന്നിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാര്യങ്ങളെ മുൻകൂട്ടി കാണുകയും ലോകത്തുള്ള ഈ ഇന്നത്തെ കേരള എക്കണോമിയെ നയിക്കേണ്ടത് നമ്മളാണ്. സംസ്കാരം, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ വളരെ നേരം വൈകി എന്നൊക്കെ പറഞ്ഞിട്ട് അജിത്ത് കൊളാശ്ശേരി ഇവിടെയൊക്കെ എല്ലാവരും നമ്മളെ ഹരികൃഷ്ണനൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് കേരളത്തിൽ എന്ന്. ഇതിനെ എതിർക്കുന്നവർ അവരെ തന്നെയാണ് എതിർക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതിലാരും വന്നില്ലല്ലോ കുറേ ആളുകൾ. ഇത്ര ബുദ്ധിയില്ലാത്ത ആളുകളായി പോയല്ലോ നമ്മളെ മറ്റ് ഈ പാർട്ടിയിലൊക്കെ ഉള്ളത്. എവിടെയാണ് ലീഗൊക്കെ നിൽക്കുന്നത്? ഞാൻ ഇപ്പോൾ അവിടേക്കൊന്നും പോകില്ല, ശരിയല്ല. അപ്പോൾ എഴുതി അതല്ല. അതുകൊണ്ട് പ്രവാസികളുടെ ഈ മഹത്തായ കൂട്ടായ്മകൾ ഇനിയും കേരളത്തിലുണ്ടാവും. ഇവിടെ തന്നെ ഇരിക്കും. വേണ്ടി വന്നാൽ ഞങ്ങൾ മുകളിലും പോകും എന്നുള്ള തെളിവാണ് ഞാനും അബ്ദുൾക്കാരൊക്കെ. ഞങ്ങൾ മുകളിലും പോവും. ഞങ്ങൾ എവിടെയും കയറും. ഞങ്ങൾ തന്നെയാണ് ഈ നാട് കൊണ്ടുപോകുന്നത്. ഒരു സംശയവും ഒരാൾക്ക് നിങ്ങൾക്കത് ഉണ്ടായാൽ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമോടുന്നു. എന്താ ഇനിയൊരു ഗ്രാമന അതൊന്നും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, നന്ദി സർ. ഒരു മോഡറേറ്റർ എന്നുള്ള നിലയിൽ ഞാൻ ഇടപെടാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് 10 മിനിറ്റ് മാത്രമേ സംസാരിക്കാവൂ. കാരണം നമുക്ക് സമയമില്ല. നമുക്ക് ടീ ബ്രേക്കിന് മുമ്പേ ഇനി 3 പേരും കൂടെ സംസാരിക്കേണ്ടതുണ്ട്. ടീ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ 11:10 ടീ ബ്രേക്ക് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 3 പേരും കൂടെ സംസാരിക്കാനുണ്ട്. അതിന് മുന്നേ ടീ ബ്രേക്കിന് ശേഷം വീണ്ടും 6 പേര് സംസാരിക്കും. അപ്പോൾ 10 മിനിറ്റ് കൃത്യമായി മാക്സിമം. ഇഫ് ഇറ്റ് ഈസ് 8 to 10 minutes, it is well and good. Thank you. നന്ദി സർ. അടുത്തതായി കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാനായ ശ്രീ കെ വി അബ്ദുൽ ഖാദർ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. 3 തവണ കേരള നിയമസഭാ സാമാജികനായിരുന്ന ശ്രീ കെ വി അബ്ദുൽ ഖാദർ കേരള നിയമസഭയിലെ പ്രവാസികാര്യ ക്ഷേമത്തിനായുള്ള സമിതിയുടെ ആദ്യ ചെയർമാനായിരുന്നു. പ്രവാസി ക്ഷേമനിധി ചെയർമാനും തിരികെ എത്തിയ പ്രവാസികളുടെ സംഘടനയായ കേരള പ്രവാസി സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ കെ വി അബ്ദുൽ ഖാദറിനെ സാദരം ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയരെ, പ്രവാസത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ട് ഏതാനും പ്രഭാഷണങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇനിയും പ്രഭാഷകരുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കി ചില കാര്യങ്ങൾ പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇത്തരത്തിലൊരു പരിപാടി കേരളീയം എന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ മുന്നേറ്റത്തെക്കുറിച്ച് എല്ലാ മേഖലകളുടെയും പ്രാതിനിധ്യത്തോടെ കേരളീയം എന്ന ഈ പരിപാടി സംഘടിപ്പിച്ച സംസ്ഥാന ഗവൺമെൻറ്റിനെ, കേരള പ്രവാസി സംഘത്തിന് വേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പ്രവാസം എന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി അംഗീകരിക്കുകയും അതേക്കുറിച്ചുള്ള സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് തിരിച്ചു വന്ന പ്രവാസികളെയാണ്. പ്രവാസി സംഘം എന്നുള്ള സംഘടന തിരിച്ചു വന്ന പ്രവാസികളെയാണ് പ്രധാനമായിട്ടും പ്രതിനിധാനം ചെയ്യുന്നത്. നേരത്തെ ശ്രീ PT കുഞ്ഞു മുഹമ്മദ് ഇവിടെ പറഞ്ഞതുപോലെ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കായി ഏറ്റവും ശക്തമായി ഈ സംസ്ഥാനത്ത് ശബ്ദമുയർത്തിയത് കേരള പ്രവാസി സംഘമായിരുന്നു എന്നുള്ളതൊരു ചരിത്ര സത്യമാണ്. പ്രവാസികളുടെ ക്ഷേമനിധി, പെൻഷൻ, അതുപോലുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ഒരു അജണ്ടയായിട്ട് ഏറ്റെടുക്കുന്നത് അതിനുശേഷമാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കേരള നിയമസഭയുടെ പ്രവാസി ക്ഷേമ സമിതിയുടെ ചെയർമാനായിരിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ നിയമസഭകളിലും പോകാനും പ്രവാസികളുടെ വെൽഫെയറിനായിട്ട് ആ സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു. ഏതെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ തികഞ്ഞ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, പഞ്ചാബ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ വിദേശ രാജ്യങ്ങളിലുള്ള ഒരു സ്റ്റേറ്റാണ്. ഉത്തർപ്രദേശ്, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഈ സംസ്ഥാനങ്ങളിലൊന്നും ഡൽഹി ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്ത് പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയുള്ള ഒരു ക്ഷേമ പദ്ധതികളും പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നതാണ് അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ തികച്ചും അഭിമാനമുണ്ട് ഈ സംസ്ഥാനത്ത് പ്രവാസി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇവിടെ ക്ഷേമനിധി, അതാണ് സാധാരണ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകർഷകമായ പദ്ധതി. പ്രവാസികൾക്ക് നൽകുന്ന പെൻഷൻ തന്നെയാണ്. ഇവിടെ പ്രവാസികളുടെ ക്ഷേമ പദ്ധതിയുടെ ഡിസ്പ്ലേയിൽ ബഹുമാനപ്പെട്ട സുമൻ ബില്ല പറഞ്ഞപ്പോൾ മിനിമം പെൻഷൻ 2000 എന്നാണ് പറഞ്ഞത്. 2000 അല്ല, 3000 കേരളത്തിൽ പെൻഷൻ നൽകുന്നത് എന്നുള്ളതാണ് സത്യം. ക്ഷേമനിധിയിൽ ഇപ്പോൾ ഏകദേശം 8 ലക്ഷത്തിലേറെ പേര് അംഗങ്ങളായിട്ടുണ്ട്. അതിൽ 1 ലക്ഷത്തോളം പേർ നിർജീവാംഗങ്ങളാണ് എന്ന് പറയാം. 45,000-ഓളം പേർക്ക് ഇപ്പോൾ പെൻഷൻ നൽകുന്നുണ്ട്. അത് 3000 മുതൽ 7500 രൂപ വരെ പ്രതിമാസം പെൻഷൻ നൽകുകയാണ്. ഈ ക്ഷേമ പദ്ധതിയുടെ ഒരു പ്രത്യേകത, ഇതിൽ പ്രവാസികൾ നൽകുന്ന അംശാദായവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചെറിയ വിഹിതവും മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയ മാസത്തെ കണക്കനുസരിച്ച് 16 കോടി രൂപയാണ് ഓരോ മാസവും പെൻഷനായിട്ട് നൽകുന്നത്. അംശാദായമായിട്ട് വരുന്നതാവട്ടെ വെറും 9 കോടി രൂപ മാത്രമാണ്. അപ്പം അതിലൊരു ഗ്യാപ്പുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകുന്ന ബഡ്ജറ്റ് വിഹിതവും എക്സ്ട്രാ ആയിട്ടുണ്ട്. പക്ഷേ ഈ പദ്ധതി ഏറ്റവും കൂടുതൽ സാധാരണ പ്രവാസികൾക്ക് ആകർഷകമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞങ്ങളൊക്കെ സാധാരണ പ്രവാസികളുടെ സമ്മേളനത്തിൽ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു ആവശ്യം 60 വയസ്സ് കഴിഞ്ഞവർക്കൊരു പദ്ധതി വേണം എന്നതാണ്. നിലവിലുള്ള ഈ പെൻഷൻ പദ്ധതിയിൽ അത് അറ്റാച്ച് ചെയ്യാൻ പ്രയാസമുണ്ട്. പക്ഷേ എനിക്ക് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്തരമൊരു ഒരു ചർച്ചാവേദി സംഘടിപ്പിച്ച സാഹചര്യത്തിൽ
60 കഴിഞ്ഞ ആളുകളെ പ്രത്യേകമായി പരിഗണിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി കൊണ്ടുവരണം എന്നതാണ്. അങ്ങനെ കൊണ്ടുവന്നാൽ തീർച്ചയായും അത് വലിയ ഒരു അനുഗ്രഹമായിരിക്കും അവർക്ക്. കാരണം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസം നിറഞ്ഞ കാര്യങ്ങൾ നേരിടുന്നവരാണവർ. വർഷങ്ങളായിട്ട് തിരിച്ചു വന്ന് തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന, ചെലവിന് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെയൊരു സഹായം എന്ന് പറഞ്ഞാൽ അത് വളരെ ആശ്വാസമായിരിക്കും. ഞാനതിൻ്റെ മറ്റ് പ്രശ്നങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും ഈ ക്ഷേമ പദ്ധതി വിപുലീകരിക്കുന്നതിന് ഞങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആവശ്യം ഞാൻ ചുരുക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നതാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ ദിവസവും ഇവിടെ ചാനലുകളിൽ കേരളം മോശമാണ്, കേരളം അതിൽ മോശം, കേരളം ഇതിൽ മോശം. സർ, ഈ കാര്യത്തിൽ കേരളമല്ലാതെ മറ്റൊരു സ്റ്റേറ്റും നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റും ഒരു രൂപ പോലും വിനിയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഈ സെമിനാർ ഐക്യകണ്ഠേനെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടേണ്ട കാര്യം വിഹിതം നൽകണം എന്നതാണ്. ഈ പദ്ധതി വിപുലീകരിക്കണം, കൂടുതൽ ആളുകൾക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം. ഒരിക്കൽ കൂടി മഹനീയമായ ഈ വേദിയിലേക്ക് ഈ ഒരു വേദി ഒരുക്കിയ ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു സർ. അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രസിഡന്റുമായ ശ്രീമതി ഷീല തോമസ് അവർകളാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള റബ്ബർ ബോർഡിൻ്റെ ചെയർപേഴ്സണായും കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് അസോസിയേഷൻ ഓഫ് നാച്ചുറൽ റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളുടെ സെക്രട്ടറി ജനറലായും ശ്രീമതി ഷീല തോമസ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പൊതുഭരണം, നോർക്ക എന്നീ വകുപ്പുകളുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി തുടങ്ങി പദവികൾ വഹിച്ച ശ്രീമതി ഷീല തോമസ് അവർകളെ ആദരവോടെ ക്ഷണിക്കുന്നു. മാം പ്ലീസ്. താങ്ക് യു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ടവരെ, ഞാനിവിടെ പറയണമെന്ന് ഉദ്ദേശിച്ച പല കാര്യങ്ങളും എനിക്ക് മുമ്പ് പറഞ്ഞവർ സംസാരിച്ച് കഴിഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നീട്ടാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. ബഹുമാനപ്പെട്ട ശ്രീ PT ഉമർ അദ്ദേഹം പറഞ്ഞതുപോലെ വീണ്ടും ഒരിടത്ത് വിത്ത് വിതച്ച് അത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു പദത്തിൽ നിന്നാണ് ഡയസ്പോറ എന്നുള്ള വാക്കുണ്ടായത് തന്നെ. അപ്പോൾ സ്വന്തമായി ഒരു സ്ഥലത്ത് നിന്ന് പറിച്ച് നടപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് പോയി അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്ന വ്യക്തികളാണ് എൻ്റെ മുൻപിലിരിക്കുന്നവരിൽ വളരെയേറെ ആളുകളും. അത് നോർക്ക ഇന്ന് നമ്മുടെ രാജ്യത്തിനുള്ളിലുള്ള, അതായത് ഭാരതീയ സിറ്റിസൻസ് ആയിട്ടുള്ളവരെയും പ്രവാസികളായി കാണുന്നുണ്ട്. പക്ഷേ അവർ യഥാർത്ഥത്തിലൊരു പ്രവാസിയാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊന്നും സംശയം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് വെളിയിൽ പോയി ആ ഒരു പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യ പോലുള്ള രാജ്യങ്ങളിലൊരു രണ്ടാംകിട പൗരന്മാരായിട്ട് പലപ്പോഴും ജീവിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ പ്രവാസികളായിട്ട് നമ്മൾ മുൻപിൽ തന്നെ കാണേണ്ട ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുള്ളത്. ആ പദ്ധതികളെക്കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട ശ്രീ സുമൻ പിള്ള ഇവിടെ വളരെ പറഞ്ഞു കഴിഞ്ഞു. അതിലേക്കൊന്നും അതുകൊണ്ട് തന്നെ ഞാൻ കടക്കുന്നില്ല. നമ്മളിനിയും മുൻപോട്ട് ഇപ്പോൾ വളരെയേറെ 96 മുൻപ് ഞാൻ സർവീസിൽ വന്നതിന് ശേഷം കേരള ഗവൺമെൻറ് വളരെയധികം പ്രവാസികളുടെ കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു വിഷയം, അന്ന് നോർക്ക വന്നിട്ടില്ല. 91 ഗൾഫ് യുദ്ധത്തിൽ കുവൈറ്റിൽ കുടുങ്ങിപ്പോയ ആളുകളെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ ഒരു വലിയ ശ്രമമാണ്. അന്ന് എംബസികൾ മുഖേന ഇവിടുന്ന് ചെറുപ്പക്കാരായ 2 ഉദ്യോഗസ്ഥരെ അയച്ച് അത് ആ ഒരു എന്താ പറയുക, അന്ന് കൊണ്ടുവരാൻ നടത്തിയൊരു ശ്രമമെന്ന് പറയുന്നത് ഇതിനു മുൻപ് ഒരു പക്ഷേ ഇന്ത്യ വിഭജന കാലത്തെങ്ങാനും നടന്ന ഒരു ശ്രമത്തിനോട് തുല്യമായൊരു ശ്രമമായിരുന്നു അന്ന് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയത് കേരള ഗവൺമെൻറ്. അതിനുശേഷം നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്നു. പിന്നീട് അത് വളരെയേറെ ഓരോരോ കാര്യങ്ങളായിട്ട് നോർക്ക റൂട്ട്സ് വന്നു. പിന്നെ പല ഏജൻസികളും പ്രവാസികളുടെ ഉന്നമനത്തിനായിട്ട് സർക്കാർ സ്ഥാപിക്കുകയുണ്ടായി. അപ്പം ഇന്ന് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി എന്ത് എന്നുള്ളതാണ്. ഇനി എന്തെന്ന് നമ്മൾ കാണുമ്പോൾ ഞാൻ എൻ്റെ മുൻപിലുള്ളത് ഞാനൊരു സജഷനായിട്ടിവിടെ വയ്ക്കുകയാണ്. നോർക്ക അല്ലെങ്കിൽ ഈ പ്രവാസി സമൂഹം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പലരും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഒന്ന്, ഒരു നല്ല ഡേറ്റാബേസ്. ഇന്നും നമ്മളൊരു ഉദ്ദേശ കണക്കാണ് പറയുന്നത്. 30 ലക്ഷം ആളുകൾ ഗൾഫിൽ പോയി, 35 ലക്ഷം ആളുകൾ അമേരിക്ക, കാനഡ, യൂറോപ്പ് പല സ്ഥലങ്ങളിലായിട്ട് പോയി എന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് പറയുണ്ടായി. ഒരു ഓൺലൈൻ സിസ്റ്റമൊക്കെ അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കുള്ള ഒരു ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ മാത്രമേ
ഈ ആളുകളെ മനസ്സിലാക്കാനും അവരുടെ ഒരു പ്രൊഫൈൽ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യതയോടെ പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനും ഒക്കെ കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു പക്ഷേ പ്രൊഫസർ ഇരുതരാജനുമായിട്ടുള്ള കുറേ കാലത്തെ ബന്ധമായിരിക്കും എന്നെ ഈ ഡേറ്റയിലോട്ട് അടുപ്പിക്കുന്നതിൻ്റെ ഒരു സംഗതി. പക്ഷേ ഒരു ഡേറ്റ എന്തായാലും ആവശ്യമാണ്. പ്രവാസികൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അത് സംസ്ഥാന ഗവൺമെൻറ് അനിവാര്യവുമാണ്. അതുപോലെ തന്നെ ഞാൻ നോർക്ക ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, തിരികെ വരുന്ന പ്രവാസികൾ അവർക്കിവിടെ വന്നു കഴിഞ്ഞാൽ അവരിവിടുന്ന് പോകുന്നത് കുറച്ച് എന്താ പറയുക, അവിദഗ്ധ തൊഴിലാളികളുണ്ടാവാം, വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുണ്ടാകും. പക്ഷേ അവർ പോയിട്ടിവിടെ വരുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതിയിൽ തന്നെ കുറേ മാറ്റങ്ങളുണ്ടാകും. തിരിച്ചു വന്നു കഴിഞ്ഞ് ഈ സമൂഹത്തിലേക്ക് ഒരു ഇൻ്റഗ്രേഷൻ, ഒരു ഇഴുകിച്ചേരൽ അവർക്ക് അതിനുവേണ്ടിയുള്ള പല പദ്ധതികളും ഉണ്ട് ഇവിടെ പറയുണ്ടായി. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് കുറേ കൂടെ ഒരു ആർജവം, ഒരു ഊർജം നൽകേണ്ടത് വളരെ ആവശ്യമാണ്. തിരികെ ആര് വന്നാലും, നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ ആസാദ് മൂപ്പൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ 100% യോജിക്കുകയാണ്. ഇവിടോട്ട് തിരികെ എന്തിനു വരണം? തിരികെ വന്നു പലരും തിരികെ വരുന്നത് അവർക്ക് വേറൊരു അവസരങ്ങളില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അവസരങ്ങളില്ലാത്തവർ തിരികെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അവസരങ്ങളുണ്ടോ? ഇവിടേക്ക് തിരികെ എന്തെങ്കിലും നോക്കാനായിട്ട് നമ്മുടെ മുൻപിലുണ്ടോ? അങ്ങനെയുള്ളവരെ വളരെ കൃത്യതയോടുകൂടി നമ്മൾക്ക് അവരുടെ കണക്കുകളുണ്ടെങ്കിൽ അവർക്ക് ഏത് മേഖലയിൽ അവരെ വിന്യസിക്കാൻ കഴിയും. അവർക്കൊരു ദീർഘമായ ഒരു സസ്റ്റൈനബിളായ ഒരു ജീവിത വൃത്തി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയുന്നതിന് വേണ്ടിയിട്ട് ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു അവരുടെ കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ളൊരു പ്ലാനിങ് നടത്താൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇവിടെ പറഞ്ഞിട്ടുള്ള അതിനുവേണ്ടി ഒരു പുതിയ കമ്പനി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ആളുകൾ ഇവിടെ ഇതെല്ലാ പ്രതികൂല സാഹചര്യങ്ങളും പലരും പറയുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായി ആളുകൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ അതിന് നൂലാമാലകളിൽ കൂടി കടന്നു പോകാതെ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്ത് ചെയ്യാൻ വേണ്ടി ഉള്ള പദ്ധതികളുണ്ട്. ബഹുമാനപ്പെട്ട നോർക്ക വകുപ്പ് സെക്രട്ടറി, അദ്ദേഹം വ്യവസായ വകുപ്പിൻ്റെ സെക്രട്ടറി കൂടെയാണ്. അപ്പോൾ ആ രീതിയിൽ നോർക്കയ്ക്ക് വളരെ നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള നമ്മളുടെ എല്ലാ കടമകളും കടന്നിട്ട് കാര്യങ്ങളെ സാധിക്കുകയുള്ളൂ. അതായത് ട്രാൻസ്പെറൻസി, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടും വളരെ സുതാര്യമായും ചെയ്യണമെന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ആ സുതാര്യത കുറേ കൂടെ എന്താ റൂൾസും റെഗുലേഷൻസും പാലിച്ചുകൊണ്ട് തന്നെ എന്നാൽ ആൾക്ക് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ചെയ്യാൻ നമുക്ക് കഴിയാൻ ആവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമോ? ഇതോടൊപ്പം എനിക്ക് ഈ ഒരു അവസരം തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഒരു കേരള സർക്കാരിൻ്റെ ഒരു പുതിയ സംരംഭം, ഒരു കേരള റബ്ബർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കമ്പനി, അത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിഷ്യേറ്റീവും മാത്രമായിട്ടല്ല, സർക്കാർ ഇവിടെ കേരളത്തിലെ റബ്ബർ കർഷകർക്കുണ്ടായ തിരിച്ചടികൾ, അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിൻ്റെ വില തകർച്ച കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സംരംഭം ഉണ്ടാക്കിയത്. പക്ഷേ അതിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് സർക്കാർ വിഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കമ്പനി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ള വെള്ളൂർ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലുള്ളൊരു സ്ഥലത്താണ് തുടങ്ങിയിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. അതിൽ 3 രീതിയിൽ പ്രവാസികൾക്ക് അതിനകത്ത് സഹകരിക്കാൻ സാധിക്കും. ഒന്ന്, നിങ്ങൾ പലരും ഒരു പക്ഷേ ചെറുകിട റബ്ബർ കർഷകരായിരിക്കാം, വൻകിട റബ്ബർ കർഷകരും കൂടി ആയിരിക്കാം. അപ്പോൾ റബ്ബർ കർഷകർക്ക് ഉപകരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പദ്ധതികളെ വിഭാവന ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഈ കമ്പനി, ഈ കേരള റബ്ബർ ലിമിറ്റഡ് എന്ന് പറഞ്ഞുള്ള കമ്പനിയിൽ നിങ്ങൾക്ക് ഷെയറുകൾ എടുക്കാൻ സാധിക്കും. അതിനേക്കാൾ ഉപരിയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു അഭ്യർത്ഥന, നിങ്ങൾ പലർക്കും വ്യവസായം ചെയ്ത് പരിചയമുള്ളവരാണ്, അല്ലെങ്കിൽ വ്യവസായം ചെയ്ത് പരിചയമുള്ളവരാണ്. നിങ്ങൾ അവിടെ ഒരു വ്യവസായം തുടങ്ങുക. അതിൽ 100% ഓഹരി നിങ്ങളുടേതാവാം. അതല്ല, സർക്കാർ ഓഹരി അതിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ മൈനർ പാർട്ട്ണറായിട്ട് അതിനകത്ത് അങ്ങനെ ഒരു കമ്പനി വിഭാവനം ചെയ്യാൻ സാധിക്കും. അങ്ങനെ കേരളത്തിൻ്റെ ഷെയർ എടുക്കുക, നിങ്ങൾ അവിടെ 100% ഷെയറിൽ കമ്പനി തുടങ്ങുക, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടുകൂടി കമ്പനി തുടങ്ങുക. ഈ രീതിയിലെല്ലാം നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയുടെ നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. അടുത്തതായി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇന്ത്യയുടെ ചെയറും ആഭ്യന്തര കുടിയേറ്റവും നഗരവൽക്കരണവും സംബന്ധിച്ച ലോകബാഗ് നോബാഡ് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ചെയർമാനുമായ ഡോക്ടർ ഇരുദയരാജൻ നമ്മോടൊപ്പം ചേരുന്നു. ഇന്ത്യ മൈഗ്രേഷൻ റിപ്പോർട്ട്, സൗത്ത് ഏഷ്യൻ മൈഗ്രേഷൻ റിപ്പോർട്ട് എന്നിവയുടെ എഡിറ്ററും മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ സ്ഥാപക ചീഫ് എഡിറ്ററുമാണ് അദ്ദേഹം.
കേരളത്തിലെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ മുഖേന നോർക്കയുടെ സാമ്പത്തിക പിന്തുണയോടെ കേരള മൈഗ്രേഷൻ സർവേ 2023 ഏകോപനം നടത്തി വരികയാണ് ഡോക്ടർ രാജൻ. പ്രവാസ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർ ഇരുദയ രാജനെ സാദരം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. Thank you very much, Mr. Suman and others in the dais, and also the people who are sitting here. I am very pleased to be part of this meeting because when Keralium was talked about few months back, and then they told me there will be a special session on Kerala diaspora. I was so pleased that we would organize a special session on Kerala diaspora. I think that indicates the Chief Minister's word during the COVID-19. NRIs or the Pravasis are lifeline for the Kerala economy, lifeline. Lifeline we see today here, lifeline. Because I think, I heard from people, if you imagine, മറ്റേ സാറ് പറഞ്ഞ പോലെ ഇവിടെ കഞ്ചി കുടിച്ച ആൾക്കാരാണ് ഉണ്ടായിരുന്നത് 1950s. If you imagine, close your eyes. കഞ്ചിപ്പം കുടിക്കുന്ന ആൾക്കാരുണ്ടാ? If you can imagine, if there would have been no migration from Kerala, what would have happened to Kerala? We are not thinking about that. I think that is something very, very important. I just wanted to start, Mr. Suman Pillai spoke about Norka, started in 1996. And we started our migration survey in 1998, along with Sakaria. Almost, we are now 25 years old. And Amitabh Kant was the Norka secretary that time. I used to go and meet him, but then there was a small building with the Norka, 2 officers were sitting there. Today, of course, Norka is very different. It was in 1998 we started our first Kerala migration survey. When we were doing 2008, Sheila Thomas was Norka secretary in 2008. So when we were doing 2008, we had Norka secretary who was Sheila Thomas. And when we are doing the 2023 Kerala migration survey, we have now Suman is looking after the survey. We have completed 9 rounds of Kerala migration survey. And I am pleased that 2 of my colleagues, myself and what is called Professor Harilal, both were part of the CDS earlier. We are representing here. And also I am pleased that we have 4 people from the Institute of Migration Development. Sheila, Ravi and Junu are here. So at least we have 4 people, Ravi, Junu, Sheila and myself. We have 4 people representing the institute is also here. And also I see the secretary who funded the 2008 is also here. So I think it's a very good combination of people sitting in the dais to speak on Kerala diaspora. Now I just wondered when Suman Pillai talked about Kerala model of migration governance, and some of you sitting here, I would like to start talking about Kerala model of migration surveys. I think this is something very, very important. Whatever you talk today in Kerala, all the policy making, KMS played a major role in providing whatever number we provide. Our number is not perfect. It is not a census being conducted by us. We are doing a sample survey. And we have provided, because I have seen many times when I talk to many ambassadors in the Gulf, they said we have no data, sir, your data is being used. So I think we are producing that, and I am very glad that 2023 survey is currently going on with 150 people working throughout Kerala. And the results started coming up. I am already seeing the result, like a first round counting. In the election, when you count, first round counting, second round counting, we already completed close to 3,000 households. The results indicates only one point. Migrants and migration is resilience in Kerala. No one can stop migration from Kerala. Resilience. We had COVID, we had global crisis in 2008. I think the migrants are resilience, which is the current indicative of the data which is coming from the very limited localities we have completed the survey. But of course, the results will be available for all of you by within few months. Now this Kerala model of migration survey being replicated in several states in India, I think that is something we should talk about that. The survey is replicated in Punjab, Gujarat, Tamil Nadu, Goa, Jharkhand and Orissa. We are going to expand next year in Bihar, West Bengal and Andhra Pradesh. I think this is something important, like the Kerala model of migration governance being used now, Kerala model of migration survey.
And I just wanted to add one point here, what Kerala can do. We should imagine something called Kerala model of diaspora survey. We don't have the diaspora data right now because diasporas are counted in America, in Australia and UK. And my current understanding is probably we have 3 million Malayalis between here and the Gulf. 3 million Malayalis are there. And we have close to 2 million diaspora will be there globally. This is some type of, some estimate what we have, but we should come back with a reliable data on diaspora, which is very important for Kerala's development. Because we have seen during COVID-19 how much they helped the Malayalis there. And also the Kerala floods. You can imagine how much the diaspora helped the Kerala to rebuild the Kerala initiative. I think diaspora, we need some data on that. The second important point about the migration is that migration is bringing a lot of change. I think somebody has already said. It has changed the landscape of Kerala. If you put up a map, some of you are familiar with the geography. If you put up a map of Calicut in 1960 map of Calicut, you put a map of 2023 on that, you don't see what was Calicut or what was there. I think this is very important. Migration has changed the landscape of Kerala. Landscape completely changed from north to south, every place. I think this is something very, very important. The another important point about migration is, I think migration is building up the society. Because what happened to migrants, right now our estimate, I was talking with Dilip Ratha yesterday, our estimate is close to 120,000 crores are coming as remittances. We have not finalized it. After the data comes in, we will finalize it. 120,000 crores coming in as remittances. Now, the remittances and migration is helping 3 levels. One is, first it is helping the individual level. The migrant started eating well. Then it is helping his own family. Then it is helping the community and the society. I want to give up 3 important points on that. The infrastructure. Today, when you talk about the infrastructure of health infrastructure in Kerala, the contribution of remittances and diaspora is very high. Educational infrastructure, some of the business infrastructure, health infrastructure and the general infrastructure. The role of remittances and diaspora investment is very great. And in fact, when I came to Kerala in 1980s to Trivandrum, Kerala had only one airport. Only Trivandrum airport was there when I came. So you can imagine you have 3 airports came in. Kochi, Calicut and Kannur. Of course, the central government allows us, we may have the airport in every district. They are not allowing us anyway. So the importance of infrastructure is made by who are sitting here. The 3 million, what we are talking about. I think this is something very important. And finally, the way forward, something I think very, very important. Of course, already made some points by the president of the IMAD, but still I want to make 1 or 2 points. One is, I think probably Jinu will elaborate on that. I have not heard time with him what he is going to speak. We have to do program for left behind people in Kerala. Left behind. Women, children and old people. I think we need programs like what we talk about return migrants. In my estimate currently says Kerala has close to 1 million women in Kerala. Not small number. 1 million women in Kerala whose husbands are outside the country. They need some support system. Do we have program for them? And 2 million children in this state living with only father, only mother. Sometimes the both of them are gone. They are living with grandparents and also the boarding school. What is the future of the children? Because somebody talking about second generation children, why they are not coming? I think we have to discuss about the left behind children and 4 million old people in this state. We call them coast village or I think 4 million elderly are currently living either alone or living with their own parents because the children are migrated. In fact, I went to one of the districts in Kerala, I don't want to name them. I was talking with one lady, she was 85. I asked her, your children coming? They said, no sir, they will not come when I am alive. I will be in the mobile mortuary for 4 days. When I die, they say, don't worry, I am coming from America. When I am alive, they are not coming. I think this is a very serious issue already discussed. I think we don't talk about rest in peace. We should talk about live in peace. LIP, not RIP. RIP is over. People are dead. You are giving roses after death, but when they are alive, you should give roses.
I think Kerala should design program for the left-behind women. I think Kudumbasri is doing something. I know that left-behind women, left-behind children, and left-behind elderly, I think they need lot of support. We only talk about economic benefits of migration, but we have to talk about social cost of migration. And final point, every time when I go to other country, they say lot of money is coming from Saudi Arabia to Kerala. Lot of money is coming from Qatar to Kerala. They always tell me, our money is going to Kerala, sir. How to stop that? They ask me. I said, look, the point is that we always talk about migrant benefiting Kerala, but we forget Kerala migrants to contributing to build society in Dubai, Qatar, Bahrain. We are not talking about that. I went 20 years back to Dubai, and one man told me from Kerala, sir, there was nothing was there in the Gulf, only sand. We built Dubai. We built Dubai. That's what the migrant telling sitting there. I think we have to document studies on the migrant contribution in the countries of destination. What is the migrant doing to America? What is the migrants Kerala doing to Australia, Gulf? We are not talking. We are only saying money is coming, we are making. I think we have to study the other side. And finally, we talk about inequality now. Today, please remember, 1 out of 5 households have either an immigrant or return migrant. That means 20% households in Kerala have some exposure to migration. All of them are not very high skilled. Many of them are low skilled, unskilled, and semi-skilled. But you have 20% of that 2 million or 2.5 million, they are high skilled migrants. And this 5% of the high skilled immigrants are holding close to 40% of the wealth in Kerala. 40% of the wealth is held by that 5% non-resident Keralites. I think that's why we see the houses are being locked, apartment is being locked. I think we have to think how we can reorient them to invest something which will be beneficial for today and tomorrow. I'll stop here. Thank you very much. Thank you, sir. അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് വേൾഡ് ബാങ്കിന്റെ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസിയിലെ ഓപ്പറേഷൻസ് വൈസ് പ്രസിഡന്റിന്റെ ലീഡ് എക്കണോമിസ്റ്റും സാമ്പത്തിക ഉപദേഷ്ടാവുമായ ഡോക്ടർ ദിലീപ് റാത്തയാണ്. വികസ്വര രാജ്യങ്ങളിലെ സ്വകാര്യ മൂലധന സമാഹരണത്തെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോള സാമ്പത്തിക പ്രവാഹങ്ങൾ നിരീക്ഷിക്കുന്ന ഡോക്ടർ റാത്ത നൊമാഡ് മൈഗ്രേറ്റിംഗ് ഔട്ട് ഓഫ് പോവർട്ടി റിസർച്ച് പ്രോഗ്രാം കൺസോർഷ്യം, ആഫ്രിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റെമിറ്റൻസസ് എന്നിവയുടെ സ്ഥാപകനാണ്. അദ്ദേഹത്തിന്റെ റെക്കോർഡഡ് വീഡിയോയിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. Namaste. Congratulations on organizing this meeting in Kerala of the diasporas and the people, and on issues focusing on the diasporas, migrants from Kerala. As you know, Kerala has a long history of migration abroad, and India is the largest source of migrants in the world, largest migrant country in the sense that most of the it's the top country when it comes to number of international migrants abroad in the world. And within that, Kerala is among the largest source of migrants for the rest of the world. There are about 2 million migrants from Kerala in overseas destinations. Most of them, more than 90% of the people, nearly 2 million that is, of Keralites are in UAE and in Saudi Arabia and in other GCC countries, but they're also all over the world. And large part of the non-resident Kerala migrant population are semi-skilled or lower skilled, but then also there are very highly skilled Kerala diaspora members outside. And there is a long history of engagement of the diasporas with back home of Kerala, with the economy of Kerala. So normally there are tangible links between migrants and their country of origin, their community of origin, in particular through remittances, through investments back home, and through skill transfers and technology transfers. These are very tangible. Besides that, there are also links related to trade promotion, to tourism, to philanthropy.
And in this presentation, I'll focus mostly on remittances and investments. On remittances, as you may have heard, remittance flows to India last year were about $113 billion. $113 billion. That's more than double the size of foreign direct investment that India receives from all the multinational companies worldwide. It is several times the size of official aid that India receives or received in, let's say, even in 10 years or 20 years ago. Within that, Kerala itself receives a very large amount, something like to the tune of about $15 billion. That would be around 120,000 crores of rupees as remittances. If I get my numbers correctly, $15 billion at an exchange rate of 80 rupees or so would amount about 120,000 crores per year. And we know that remittances tend to increase when the Kerala economy or Kerala people are having difficulty. And during the floods, for example, a few years ago, remittances were the first one to rush in, and they actually increased to Kerala. Similarly, during COVID, remittances worldwide and remittances to India and remittances to Kerala did not really decline much. They were one of the first ones to bounce back. So we know the benefits of remittances. They are used for basic livelihoods, for purchasing consumption items, essential consumption items, housing, clothing, sending children to school, health expenses, businesses. So remittances are truly a lifeline to the Kerala economy. But there is always the perennial question, what can the government of Kerala do to use remittances for, let's say, public investment purposes, to meet public infrastructure needs or public development programs? And in that, we know that remittances are private money, so we cannot really tax them. We should not expect these private monies to be used for public purposes. So for that, one idea is to mobilize diaspora savings. So non-resident Kerala people send money home, and they also save a significant amount in checking accounts in their countries of destination. So one way to mobilize those savings is to offer the non-resident India deposits, non-resident Indians deposits, so NRI deposits. There is this foreign currency deposits that State Bank of India, ICICI, Kerala Federal Bank, and all these banks actually offer. And those deposits offer a slightly higher interest rate than what the diaspora members might get in the foreign countries in dollar terms. So it is attractive. But in the case of, let's say, a large number of migrants, Kerala migrants in the Gulf countries, they don't really have a pathway to citizenship in those countries. Their contracts are for typically 2 or 3 years, and after the contract, they're supposed to go back home. So actually, those diaspora members, those migrants, are very intimately connected with the Kerala economy. They are constantly engaged, in part because after their contract is over, they will have to come back home. And because of that engagement, because of the fact that they are not planning to stay in the foreign country forever, they are sending money home. So there is that constant flow of funding, in particular to the non-resident Indian deposits. The surprising fact is that India presently has non-resident Indian deposits, NRI deposits of about $140 billion. India's foreign exchange reserves, international reserves, are about $500 billion. And more than a quarter of that, about 30% of that, is actually non-resident Indian deposits. Out of that 140 billion or so, deposits by Kerala non-resident Indians must be very high, must be very, very high. Within a given year, like last year, 2022, non-resident deposit flows, not the stock, but the flow, was about $10 billion for India. And I would think that about $1 billion or so
would be for Kerala. Now, that money is there in the banking system in Kerala and in Bombay and in Delhi, but I'm not sure that the money, non-resident Indian deposits, are being used for development investments in Kerala. They are probably used everywhere else. Now, that is one fact. The second fact is that non-resident Indian deposits are short-term in the sense that when people want to draw the money out, they will actually draw it out. And that makes using those kind of funds, short-term deposits for long-term investments, risky. So that is where I propose that Kerala should consider seriously issuing a diaspora bond. In fact, a few years ago, I was engaged with Dr. Venu and with the government of Kerala and with KIPI in trying to facilitate a diaspora bond. In fact, it would be a diaspora bond / masala bond, and in the sense that it would be rupee denominated. And we were thinking about raising about 1,000 crores to start with of a diaspora bond to be registered. The bond would be registered, let's say, in Abu Dhabi or in Singapore, and would offer an interest rate somewhere between the NRI deposit rate and the SDL, the state development loans that RBI manages, between these two rates. And if it is properly priced and the tenor is, let's say, 4 years or 5 years, that would provide predictable money to an organization like KIPI or the Norka to actually use the proceeds of the diaspora bond for development purposes at home. So I would strongly encourage Kerala to again be the pioneer and consider issuing a diaspora bond. And now I'm with MIGA as part of the World Bank group, and we might be able to actually provide some support as well if we receive a proper application. So that brings me to a point about the Pravasi Chitti, which is an innovation, a very useful and a smart innovation on the part of Kerala. And this has also a long history. But again, my sense is that Pravasi Chitti is a complement to diaspora bond. It is not a substitute. And once again, the fact that Pravasi Chitti would be small amounts and also shorter term duration for long-term investment purposes, a diaspora bond may be a better option. So in the end, I would like to make a point that besides the financial aspects, a diaspora bond actually would build a bridge between the diasporas and development back home. It will build a bridge between non-resident Keralites in the Gulf countries and far away and Kerala back home. And it can bring the non-resident Indians, non-resident Keralites closer to home. It would engage them in the development of Kerala. So all the best for your activities and aspirations. And if there is any way I would be able to support, it would be an honor and a pleasure. Thank you. Thank you, Dr. Dilip Brata. കേരളീയത്തിന്റെ ഭാഗമായി പ്രവാസ മേഖലയെ സംബന്ധിച്ച് നടത്തുന്ന സെമിനാറിൽ അടുത്തതായി സംസാരിക്കുന്നത് ഗാർഗഷ് ഇൻഷുറൻസ് സർവീസ് LLCയുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ OV മുസ്തഫയാണ്. ഓവർസീസ് ഇന്ത്യൻ എക്കണോമിക് ഫോറം ബോർഡിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ശ്രീ മുസ്തഫ ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഇൻഷുറൻസ് ബിസിനസ് ഗ്രൂപ്പ് സെക്രട്ടറി ജനറലായും സേവനമനുഷ്ഠിച്ചിരുന്നു. നോർക്ക റൂട്ട്സ് ഡയറക്ടർ, ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡ് വൈസ് ചെയർമാൻ, OKIHന്റെ സബ്സിഡറി കമ്പനിയായ റെസ്റ്റോപ്പിന്റെ ചെയർമാൻ തുടങ്ങിയ പദവികൾ വഹിക്കുന്ന ശ്രീ OV മുസ്തഫയെ സാദരം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ബഹുമാനപ്പെട്ട മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, വേദിയിലുള്ള മറ്റ് പ്രശസ്ത വ്യക്തികളെ, പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, കുറേ വൈകി സംസാരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഇത്തരമൊരു സെമിനാറിൽ
നമ്മൾ സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എല്ലാവരും കവർ ചെയ്തിട്ടുണ്ടാവും. ആ ഒരർത്ഥത്തിൽ ഞാനൊന്ന് ഇമ്പ്രൂവൈസ് ചെയ്യുകയാണ്. ഞാൻ എഴുതി കുറച്ച് നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവിടെ ഞാൻ നിൽക്കുന്നില്ല. ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് റെസീലിയൻസ് ഓഫ് ഡയസ്പൊറ, ഡോക്ടർ ഇതരാജ് പറഞ്ഞ കാര്യമാണ്, വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ റെസീലിയൻസ് ആണ് നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്. ഇത് ഞാൻ ഒരു 5 പതിറ്റാണ്ടോളമായി പ്രവാസി ജീവിതം നയിക്കുന്ന ആളാണ്. ആ അർത്ഥത്തിൽ തന്നെ ഈ റെസീലിയൻസ് പല തവണ കണ്ടതാണ്. അത് ആദ്യം തുടങ്ങുന്നത് വലിയ രസമായിട്ടാണ്. ഞാൻ ഒരു ചെറിയ കഥ പറയാം. 70കളുടെ ആദ്യത്തിൽ അന്നൊക്കെ ബാങ്കിങ് ചാനൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ പ്രവാസികൾ കാശ് അയച്ചുകൊണ്ടിരുന്നത് നമ്മളന്ന് ഹുണ്ടി എന്ന് പറയുന്ന ഹവാല ലെവലിലാണ്. 72 ഇന്ത്യൻ 1000 രൂപയ്ക്ക് കിട്ടിയിരുന്ന ദർഹം കൊടുക്കേണ്ടിയിരുന്നത് 310, 290, 310 ദർഹമായിരുന്നു. അപ്പം നമ്മൾ ചില സമയങ്ങളിൽ സംസാരിക്കുക ഇതൊരു 350 ആകും ലോക കറൻസിയുടെ ചേഞ്ച് വല്ലതും വന്നിട്ട്. അന്ന് നമ്മൾ പറയും അയ്യോ കാരണം അന്ന് 70കളുടെ ആദ്യത്തിലൊക്കെ ശമ്പളം ഒരു 500, 600, 700 ദിർഹമൊക്കെ ആയി. 700 ദിർഹമൊക്കെ നല്ല ശമ്പളം, 72, 73 അപ്പോൾ ആ സമയത്ത് ഒരു 350 ആയിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ആ ഘട്ടത്തിൽ. അത് കഴിഞ്ഞ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാം ഗൾഫ് വാർ വന്നപ്പം എല്ലാവരും തിരിച്ചു ചെയ്താ എല്ലാ പ്രവാസം കഴിഞ്ഞെന്ന് പറഞ്ഞ് പിന്നീട് അങ്ങനെ ഓരോ ഘട്ടത്തിലും വന്നു. ഈ ഒരു റെസീലിയൻസ് വളരെ വളരെ പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസികൾ വളരെ പ്രകടമായിട്ടുള്ള അവരവരുടെ സ്ട്രെങ്ത്താണ് ആ റെസീലിയൻസ്. അതിന് നമ്മൾ ആദ്യം ഇതാക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. അതെൻ്റെ തയ്യാറാക്കിയ സ്പീച്ചിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അത് വിട്ടത്. ഈ കേരളീയം എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ഈ ആഘോഷങ്ങൾ, ഈ ഉത്സവം, ഈ ഒത്തുചേരൽ, അതിന് മുൻകൈയെടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കേരള ഗവൺമെൻറ്റിനും ഞാൻ നിങ്ങളുടെ എല്ലാ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഭാവങ്ങൾ തേടുന്നു. കേരളീയം നവകേരളത്തിൻ്റെ പുതിയ ഉത്സവമായി മാറേണ്ടതുണ്ട്. അത് ഇന്നും നാളെയും കഴിയുന്ന കാര്യമില്ല. ഒരു തിരുവനന്തപുരത്ത് മാത്രം നടക്കേണ്ട കാര്യമല്ല. നമ്മൾ ഓണം ആഘോഷിക്കുന്നത് പോലെ, നമ്മൾ വിഷു ആഘോഷിക്കുന്നത് പോലെ, നമ്മൾ മറ്റുള്ള നമ്മുടെ പൂർവിക ആചാരങ്ങളും ആഘോഷിക്കുന്നത് പോലെ നവകേരളത്തിൻ്റെ 67 വർഷം കഴിഞ്ഞ് കേരളത്തിൻ്റെ നവകേരള പിറവിയുടെ ആഘോഷമായിക്കൊണ്ട് കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഈ ആഘോഷങ്ങൾ വരുന്ന വർഷങ്ങളിൽ ഉണ്ടാവണമെന്നും അതിലൂടെ പുരോഗമന സാംസ്കാരിക മതനിരപേക്ഷ സമൂഹത്തെ കെട്ടിപ്പിടിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. സമയം ചുരുക്കേണ്ടതെന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ സംഭാഷണം അവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ഓക്കിൽ എന്ന സംഘടനയെക്കുറിച്ച് പറഞ്ഞു. ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിങ്സ് ലിമിറ്റഡ്. അത് 3 വർഷം കഴിയും, 4ാമത്തെ വർഷമാണ് തുടങ്ങിയിട്ട്. പലപ്പോഴും ബ്യൂറോക്രസി പല പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നുള്ളത് എന്നെക്കാൾ അറിയാവുന്നത് ബ്യൂറോക്രസിക്ക് തന്നെയാണ്. ഞാൻ അതിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അത് ഉദ്ദേശിച്ചിരുന്നത് പ്രവാസികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗം എന്ന നിലക്കാണ് ഈ കേരളത്തിലങ്ങത്തോളം ഉള്ള പല സ്ഥലങ്ങളിലും റെസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരു കമ്പനി അതിൻ്റെ കീഴിൽ വന്നു. ഈ റെസ്റ്റ് സ്റ്റോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിദേശ രാജ്യങ്ങളിലും കാണുന്ന പോലെ ഗ്യാസ് സ്റ്റേഷൻസ്, അവിടെ നല്ല ക്ലീൻ റെസ്റ്റ് റൂം ഫെസിലിറ്റീസ്, ചെറിയ ഫുഡ് സൂപ്പർ മാർക്കറ്റ്സ്, അതുപോലുള്ളത്. അതിൻ്റെ ആദ്യത്തെ സന്തോഷപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ സമയം ഇത്ര എടുത്തെങ്കിലും
ഇറ്റ്സ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ തലപ്പാടിയിലുള്ള പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അധികം വൈകാതെ തന്നെ ചേർത്തലയിലും തുടങ്ങും. ഒരു 3-4 പൈലറ്റ് പ്രോജക്ട്സ് ചെയ്തതിന് ശേഷം പ്രവാസികളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാസികൾക്ക് ഭൂരിപക്ഷം 70% മേലെയുള്ള ഷെയർസ് കൊടുത്തുകൊണ്ട് ഈ റെസ്റ്റ് സ്റ്റോപ്സ് കേരളത്തിലുടനീളം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ എനിക്ക് സന്തോഷമുണ്ടായത് ഷീല മാം പറഞ്ഞ കേരള റബ്ബറിൻ്റെ കാര്യത്തിലാണ്. ഈ കാര്യത്തിലും ഓക്കിലിന് എങ്ങനെ പ്രത്യേക പ്രോജക്റ്റ് എന്ന നിലക്ക് കേരള റബ്ബറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. കാരണം അത് ഓൾറെഡി വേറൊരു വെഹിക്കിളാണെങ്കിലും 100% ഇൻവെസ്റ്റ്മെൻറ്റോടെ ചെയ്യാമെന്നാണ് മാം പറഞ്ഞത്. അതും അന്വേഷിക്കാവുന്നതാണ്. ധാരാളം പറയാനുണ്ട്, പക്ഷെ സമയമില്ലാത്തത് കൊണ്ടും ഞാൻ പറയാനുള്ളത് പലതും പറഞ്ഞതുകൊണ്ടും ചുരുക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. പി ടിയോട് നേരിട്ട് പറഞ്ഞു, ഡയസ്പോറ ആ കാലഘട്ടത്തിൽ ആരായിരുന്നു ആദ്യത്തെ ഡയസ്പോറകൾ? ജൂയിഷ് കമ്മ്യൂണിറ്റി ആയിരുന്നു. അവരെ എന്തുകൊണ്ട് അവർ ഡയസ്പോറയായി? അവരെ അന്നുണ്ടായിരുന്ന റോമൻ സാമ്രാജ്യം അവരുടെ നാട്ടിൽ നിന്നും ഈ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അടിച്ചോടിച്ചാണ്. അടിച്ചോടിച്ചു മാത്രമല്ല, എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർക്കൊരു മേഖലയിലും പ്രവർത്തിക്കാൻ അവസരം കൊടുത്തില്ല. കൊടുക്കാതിരിക്കുന്നതിന് അവർക്ക് ആകെ കൊടുത്തിരുന്നത് അന്ന് റോമൻ എംപയർ നിഷേധിക്കപ്പെട്ടിരുന്നു പലിശ വാങ്ങിക്കാന്നുള്ളത്. അപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ പലിശ കച്ചവടം അല്ലാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല. യഥാർത്ഥത്തിൽ വരി കൊടുത്ത് തടി വാങ്ങിച്ച അവസ്ഥയാണ് ഉണ്ടായത്. ആ സാമ്പത്തിക ശേഷി ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് ആ സമൂഹം വളരുകയും ശക്തി പ്രാപിക്കുകയും ഒരു വേള ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറുകയും ചെയ്തത്. അത് മറ്റെന്തോ പ്രത്യേക ഒരു കഴിവോ ബുദ്ധിയോ കൊണ്ടൊന്നുമല്ല, അവർക്ക് സമ്പത്ത് പൂർണ്ണമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞതുള്ളൂ. ഇത് സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ള മാത്രമേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു സർ. കേരളീയത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കേരളവും പ്രവാസി സമൂഹവും എന്ന സെമിനാറിൻ്റെ വിജയകരമായ നടത്തിപ്പിന് ആസൂത്രണ ബോർഡ്, നോർക്ക റൂട്ട്സ് എന്നിവരോടൊപ്പം സജീവമായി പ്രവർത്തിക്കുകയും സഹായ സഹകരണങ്ങൾ ഉറപ്പുവരുത്തി നമുക്കൊപ്പം നിൽക്കുന്നത് രാജ്യത്തെ പ്രമുഖ ദേശസാൽകൃത ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയാണ്. ഇന്ത്യക്ക് പുറമെ അമേരിക്ക, UAE, മലേഷ്യ, ഓസ്ട്രേലിയ തുടങ്ങി 18 രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ബാങ്ക് ഓഫ് ബറോഡ പ്രവാസികളെ പ്രത്യേകമായി കാണുന്നു. 2019 മുതൽ നോർക്കയുടെ പുനരധിവാസ പദ്ധതിയായ NDPREM-നെ സപ്പോർട്ട് ചെയ്ത് പ്രവാസികൾക്കൊപ്പം നിലനിൽക്കുന്ന ബാങ്ക് ഓഫ് ബറോഡ കേരളത്തിലെ 217 ശാഖകളിലൂടെ മലയാളികൾക്ക് സേവനം നൽകി വരുന്നു. സെമിനാറിന്റെ സംഘാടനത്തിൽ സഹകരിക്കുന്ന ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് ആദരം നൽകുന്നതിന് ബഹുമാനപ്പെട്ട തുറമുഖം, മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിലിനെ സാദരം ക്ഷണിക്കുന്നു. മെമൻറ്റോ സ്വീകരിക്കുന്നതിലേക്കായി ബാങ്ക് ഓഫ് ബറോഡ ജനറൽ മാനേജർ ആൻഡ് സോണൽ ഹെഡ് ശ്രീജിത്ത് കൊട്ടാരത്തിനെയും പ്രതിനിധികളെയും സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി സർ. അടുത്തതായി സംസാരിക്കുന്നത് ഖത്തറിലെ ഇന്ത്യൻ സ്കൂളായ ബിർള പബ്ലിക് സ്കൂളിൻ്റെ സഹസ്ഥാപകനും ഡയറക്ടറുമായ ശ്രീ CV റപ്പായിയാണ്. ഖത്തറിലെ ജംബോ ഇലക്ട്രോണിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സഹസ്ഥാപകനും ഡയറക്ടറും CEO-യും കൂടിയാണ് അദ്ദേഹം. കൂടാതെ നോർക്ക റൂട്ട്സ് ഡയറക്ടർ, ഇൻകൽ ബോർഡ് മെമ്പർ എന്നീ നിലയുടെ നേതൃനിരയിലും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ബിൽഡറും ഡെവലപ്പറും മായ അസെറ്റ് ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. ഖത്തറിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുകയും ഖത്തറിലെ ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് പ്രവാസി മലയാളികൾക്കായി വേണ്ട സഹായങ്ങൾ നൽകി വരുന്ന ശ്രീ CV റപ്പായിയെ സാദരം ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട മന്ത്രി, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും, എൻ്റെ സുഹൃത്തുക്കൾ, സദസ്സിലുള്ള സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു സെമിനാറിലേക്ക് എനിക്ക് അവസരം നൽകിയതിന് കേരളീയം ഭാരവാഹികളോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. നോർക്ക ഡിപ്പാർട്ട്മെൻറ്റും നോർക്ക റൂട്ട്സും മറ്റനുബന്ധ സ്ഥാപനങ്ങളും പ്രവാസി സമൂഹത്തിന് നൽകി വരുന്ന സേവനങ്ങളും പദ്ധതികളും ഇവിടെ സ്മരിക്കാതെ, അവരെ അഭിവാദ്യം ചെയ്യാതെയും ഇത് തുടങ്ങുന്നത് ശരിയല്ല. അതുകൊണ്ട് അവരെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. കഴിഞ്ഞ 7 വർഷക്കാലം ഒന്നാം LDF സർക്കാരിൻ്റെ തുടക്കം മുതൽ തുടർച്ചയായി സമാനതകളില്ലാത്ത നിരന്തര പ്രവർത്തനങ്ങളാലാണ് നോർക്ക ഡിപ്പാർട്ട്മെൻറ്റും നോർക്ക റൂട്ട്സും ലോക കേരള സഭയും അതുപോലെ തന്നെ ക്ഷേമനിധിയും ഏർപ്പെട്ടിരിക്കുന്നത്. ഇത്രയേറെ സേവനങ്ങളും പദ്ധതികളും പ്രവാസികൾക്ക് ലഭ്യമായ ഒരു കാലഘട്ടം കഴിഞ്ഞ കാലങ്ങളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്ന് 4 വിഭാഗത്തിൽപ്പെട്ട പ്രവാസി സമൂഹങ്ങൾക്ക്, പ്രവാസത്തിലുള്ളവരും പ്രവാസം കഴിഞ്ഞെത്തിയവരും പ്രവാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും കേരളീയർ, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിലുള്ള പ്രവാസികളും എല്ലാം നോർക്കയെ കണക്കാക്കുന്നത് ഒരു സുഹൃത്ത്, സഞ്ചരിക്കുന്ന ഒരു കൈത്താങ്ങ്, എന്നും അവരുടെ പ്രതീക്ഷകൾക്ക് ഒരു പരിഹാരം, ഒരു വെളിപ്പാട് അകലെ ഉണ്ട് എന്ന ഒരു ബോധ്യം അവരിൽ വരുത്തിക്കൊണ്ടാണ്. എല്ലാവർക്കും നോർക്കയുടെ പേരിൽ അഭിവാദ്യം അർപ്പിക്കുന്നു. പിന്നീട് ഒരു കാര്യം നിങ്ങളിൽ പലർ ഓർക്കുന്നുണ്ടാവും. ഒന്നാം ലോക കേരള സഭ 2018 നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച മനോഹരമായ ഒരു കൺസെപ്റ്റ്. പലരും അന്ന് പറഞ്ഞു ലോക കേരള സഭ ഒരു വേസ്റ്റാണെന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാം ലോക കേരള സഭയുടെ തീരുമാനമനുസരിച്ച് 7 വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ സർക്കാർ രൂപീകരിക്കുകയുണ്ടായി. ഞാനും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ ആസാദ് മൂപ്പനും അതിൻ്റെ മറ്റൊരു കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ഞാൻ ഈ കാര്യം പറയാൻ കാരണം, ഞാൻ ചെയർമാനായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സബ്ജക്റ്റ് ക്വാളിറ്റി ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് മൈഗ്രേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായിരുന്നു. ഞാൻ ചെയർമാനും 10 അംഗങ്ങളുള്ള 10 അംഗങ്ങൾ കൂടി ലോക കേരള സഭയിൽ നിന്ന് ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. ആ കമ്മിറ്റി കേരളത്തിലെ മൈഗ്രേഷൻ സർവേ 2014 2016 അതുപോലെ OECD നേഷൻസിൻ്റെ റിപ്പോർട്ട്, പിന്നീട് ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് 2015 റിപ്പോർട്ട് ഓൺ ഏജിങ് ബൈ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ തുടങ്ങിയവ ഞങ്ങൾ പഠനവിധേയമാക്കി. ആ പഠനത്തിൻ്റെ റിപ്പോർട്ടിലെ പല ഫാക്ട്സും ഇന്നും വളരെ പ്രസക്തമാണ്. ആ റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. അതിൻ്റെ നിരീക്ഷണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞങ്ങൾ 12 നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു, പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ. അതിലൊരു പ്രധാനപ്പെട്ടൊരു 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയുകയാണ്. ഓൾമോസ്റ്റ് ഓൾ ദ ഡെവലപ്ഡ് നേഷൻസ് face a significant skills shortage according to the 2015 report on aging by European Union Commission. There will be a shortage of 25 million by 2050. Aging population in the US, Australia, Canada, New Zealand, etc. is going to increase.
by 2030, India and China are going to provide 50% of the total graduates in this following category. That means STEM, you know, many of them are knowing, science, technology, engineering, and mathematics. To healthcare, doctors and nurses. ഈ കാറ്റഗറിയിലെല്ലാം തന്നെ വളരെ വലിയ മുന്നേറ്റം ലോകത്ത് നടക്കാൻ പോവുകയാണ്. 2030 ശേഷം ഞാൻ പറയുന്നു 2050 നമ്മുടെ പേരക്കുട്ടികളെല്ലാം അവർ പ്രവാസികളായിരിക്കില്ല, അവർ ഗ്ലോബൽ സിറ്റിസൺ ആയി മാറുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചിലപ്പോൾ കേരളത്തിൽ വിസിറ്റ് ചെയ്യുന്നത് ഇതെൻ്റെ ഗ്രാൻഡ് ഫാദർ താമസിച്ചിരുന്ന വീടാണ്, അതിൻ്റെ ഫോട്ടോ എടുക്കാൻ മാത്രമായി തീരുന്ന ഒരു സാഹചര്യം ഇത്തരം റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് മറ്റൊരു കാര്യം. ഈ റിപ്പോർട്ടിൻ്റെ അനുസരിച്ച് ഇത് ഞങ്ങൾ സർക്കാരിന് കൊടുത്തതാണ്. അതേപോലെ ഡോക്ടർ ആസാദ് മൂപ്പനും ഇതേപോലെ റിപ്പോർട്ട്, ഞങ്ങൾ 7 കമ്മിറ്റികളുണ്ടായിരുന്നു. ഈ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരുമിച്ചിരുന്ന് എല്ലാവരുടെയും റിപ്പോർട്ടുകൾ കേൾക്കുകയും അത് അംഗീകരിക്കുകയും അത് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. അന്ന് ഞങ്ങൾ 12 നിർദ്ദേശങ്ങൾ സർക്കാരിന് കൊടുത്തിരുന്നു. ഈ നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ 12 നിർദ്ദേശങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ മിക്ക കാര്യങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി പറയാൻ അതിൻ്റെ ഒരു ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിച്ച ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ പറയുകയാണ്. കാരണം അത്രയും നല്ല രീതിയിൽ നമ്മളുടെ സർക്കാർ ഇത്തരം പദ്ധതികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന വസ്തുതകളാണ്. ഞങ്ങൾ സമർപ്പിച്ച 12 നിർദ്ദേശങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ആദ്യത്തെ കാര്യം, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അതിലത്തെ പ്രധാനപ്പെട്ട ഒരുപാട് ഗണ്യകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഞാൻ പറയുകയാണ്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം, മ്യൂച്വൽ റെക്കഗ്നേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഡിഗ്രി തുടങ്ങിയ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും. രണ്ടാമത്തത് വൊക്കേഷണൽ ആൻഡ് സ്കിൽസ് ഡെവലപ്മെൻറ്റ്, ഫോറിൻ ലാംഗ്വേജ് സെൻറ്റേഴ്സ്, ഡാറ്റാ ബാങ്ക്, ഇവിടെ മാഡം പറഞ്ഞതുപോലെ ഡാറ്റാ ബാങ്ക്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡ് സ്പെസിഫിക്കലി ഫോർ മൈഗ്രൻസ് ആൻഡ് റിട്ടേണീസ്. മറ്റൊന്ന് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ സെൻറ്റർ, മറ്റൊന്ന് സോഷ്യൽ ഇക്വിറ്റീസ് ട്രെയിനിങ് ടു ദി പ്രവാസത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകാനുള്ള സോഷ്യൽ ഇക്വിറ്റീസ് ട്രെയിനിങ്. അവസാനമായി ജെൻഡർ ആൻഡ് സോഷ്യലി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള നമ്മളുടെ സഹോദരിമാർക്കും കൊടുക്കാനുള്ള പ്രത്യേക അവകാശങ്ങളും സഹായങ്ങളും. ഇത്തരം ഈ പ്രപ്പോസൽസ് ഞങ്ങൾ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തതിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം പല പല കാര്യങ്ങളും നമ്മുടെ സർക്കാർ ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോഴത്തെ സർവേ അനുസരിച്ച് 2018 കേരള മൈഗ്രേഷൻ സർവേ ഞാൻ ഡോക്ടറോട് പറയുകയായിരുന്നു. അതിലെ കണ്ടെത്തലുകൾ ഏതാണ്ട് വലിയ മാറ്റങ്ങളില്ലാതെ തുടരുന്നു. അതിൽ 2018 കൺക്ലൂഷനിൽ പറയുന്ന പ്രസക്ത ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാനിവിടെ ഒന്ന് വായിക്കാം. That emigration from Kerala is falling and return migration is on the rise. The long history of migration from Kerala to the Gulf is in its last phase. ഞാനിവിടെ ഡിസഗ്രി ചെയ്യുന്നു സാർ. യെസ്, however, remittances to the state have increased. This is due to the fact that Kerala's in the Gulf have climbed social ladder and their earnings are higher wages. ഇതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. പണ്ട് കാലത്ത്
ഗൾഫ് നാടുകളിലുള്ള 50 വർഷത്തെ പ്രവാസം അൺസ്കിൽഡ് ആൻഡ് സ്കിൽഡ് ഫോഴ്സ് മാത്രമായിരുന്നു. സ്ട്രോങ് അൺസ്കിൽഡ്, സ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ്. പക്ഷേ ഇന്ന് അൺസ്കിൽഡ് അവിടെയെല്ലാം ലോകത്തെവിടെയും അൺസ്കിൽഡിന് അങ്ങനെയുള്ള സ്ഥാനങ്ങളില്ല. അതുകൊണ്ട് മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള ഒരു പ്രവാസിയും അൺസ്കിൽഡ് കാറ്റഗറിയിൽ വരുന്നവരായി വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഈ കേരള മൈഗ്രേഷൻ സ്റ്റഡിയിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ട് കൂടി അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എ വൈബ്രൻ്റ് domestic economy is the only solution to deal with the change in migratory patterns. The first step may be to create an inclusive society for returned immigrants. ഇതാണ് നമ്മളുടെ സർക്കാരിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം. The first step to create an inclusive society for returned migrants. This will improve trust in the government, which will urge the migrant community to invest more in social schemes and policies. ഇത് നമ്മുടെ സർക്കാർ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുമെന്നും അതിനുള്ള ഒരുപാട് പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുവെന്നും നമുക്ക് പ്രത്യാശിക്കുകയാണ്. അത് അടുത്ത ലോക കേരള സഭ വരുന്നതിന് മുൻപ് തന്നെ അതിൻ്റേതായ എല്ലാ നടപടിക്രമങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കും എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു അവസരം തന്നതിനുള്ള നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. കൂടുതലായി ഈ അവസരത്തിൽ ഞാൻ പറയുന്നത്, ഗൾഫ് നാടുകളിലുള്ള പ്രവാസം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം ഖത്തറിൽ ഫിഫ വേൾഡ് കപ്പ് നടന്നു. ഒരു വലിയൊരു ചരിത്ര സംഭവമായിരുന്നു. ഇന്ന് എന്താണ് സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വികസന പ്രവർത്തനങ്ങളാണ് സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലൊരു വൻ ശക്തിയായി വളരാനുള്ള ഒരു പ്രവർത്തനം, ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ് സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ഓപ്പർച്യൂണിറ്റീസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗൾഫ് നാടുകളിലെ പ്രവാസം ഒരു ലാസ്റ്റ് ഫേസ് ആണെന്ന് നമ്മൾ കരുതണ്ട. അത് ഇനിയും തുടരും. ഗൾഫ് നാടുകൾ തന്നെയാണ് മലയാളികളെ സംബന്ധിച്ച് ഇന്നും ഒരു പച്ചപ്പിൻ്റെ ഇടം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഗൾഫ് നാടുകളിൽ നമ്മൾ പോകാനുള്ള വൈദഗ്ധ്യം നമ്മളുടെ മക്കൾക്ക് ഉണ്ടായാൽ അവർക്ക് എന്നും ഗൾഫ് നാടുകളിൽ എപ്പോഴും ഒരു സ്ഥാനം നിലവിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രവാസി കൂടിയാണ് ഞാൻ. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സർ. അടുത്തതായി മുൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അംഗവും സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് പ്രൊഫസറുമായിരുന്ന ഡോക്ടർ കെ.എൻ. ഹരിലാലാണ് നമ്മോടൊപ്പം ചേരുന്നത്. കേരള എക്കണോമിക് അസോസിയേഷൻ പ്രസിഡന്റായ ഡോക്ടർ കെ.എൻ. ഹരിലാൽ, സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് ഓൺ ഡീസെൻട്രലൈസേഷൻ്റെ ചെയർപേഴ്സൺ, ഇൻഡിപെൻഡൻറ്റ് കൺട്രി ഇവാലുവേഷൻ മിഷൻ യൂണിഡോയുടെ മെമ്പർ, പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ 11ാം പഞ്ചവത്സര പദ്ധതിക്കായുള്ള എക്സ്റ്റേണൽ സെക്ടർ വർക്കിംഗ് ഗ്രൂപ്പ് മെമ്പർ, ജപ്പാനിലെ റോക്യോ യൂണിവേഴ്സിറ്റിയുടെ ലോക്കൽ റിസോഴ്സസ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് മെമ്പർ എന്നീ മേഖലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡോക്ടർ കെ.എൻ. ഹരിലാലിനെ സാദരം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. ബഹുമാന്യനായ മിനിസ്റ്റർ ശ്രീ അഹമ്മദ് ദേവർകോവിൽ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ മഹോത്സവമായി മാറിയിരിക്കുന്ന കേരളീയത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ സെമിനാറിൽ ഒരു അവതരണത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് 10 മിനിറ്റാണ്. ദീർഘമായി സംസാരിക്കാൻ കഴിയില്ല. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ എൻ്റെ മനസ്സിലും പല കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ അവതരിപ്പിച്ചവർ, പാനലിസ്റ്റുകൾ സ്വയം ഒരു പ്രവൃത്തി വിഭജനം പ്രത്യേകിച്ച് ആരും പറയാതെ തന്നെ എടുത്തുകൊണ്ട് മിക്കവാറും
ആവർത്തനമില്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം ഏതാണ്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ അവ്യക്തതകൾ ഉണ്ടാക്കാതെ ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഈ അനുവദിച്ച സമയത്തിനുള്ളിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വകേരളത്തിൻ്റെ, ലോക കേരളത്തിൻ്റെ മുകളിലുള്ള അകം കേരളത്തിൻ്റെ വാഴ്ച എന്ന് പറയുന്നത് ഒട്ടും ജനാധിപത്യപരമായ കാര്യമല്ല. പുറം കേരളത്തെ പൂർണ്ണമായും കേരളത്തിൻ്റെ ഭരണത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്, ജനാധിപത്യപരമായി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകേണ്ടതുണ്ട്. ആ ഒരു തിരിച്ചറിവ് കേരളത്തിൽ ഇനിയും വ്യാപകമായി ഉണ്ടായിട്ടില്ല. അതിനൊരു ചെറിയ മാറ്റം വരുത്തിയത് ഒന്നാം പിണറായി വിജയൻ സർക്കാരാണ്, ലോക കേരള സഭയുടെ രൂപീകരണത്തോടു കൂടി. കേരള ഭരണത്തിൽ പുറം കേരളത്തിനെ കേൾക്കാനുള്ള ഒരു ശ്രമമാണ്, കേരളത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുന്നതിനുള്ള വളരെ പുരോഗമനപരമായ ഒരു ശ്രമമാണ് ലോക കേരള സഭയുടെ രൂപീകരണത്തോടു കൂടി നടപ്പിലാക്കപ്പെട്ടത്. ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പരിഷ്കാരമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളം ജനാധിപത്യാന്വേഷണ പരീക്ഷണങ്ങളുള്ളൊരു നാടാണ്. ഈ വോട്ടിങ്ങും തെരഞ്ഞെടുപ്പും വന്നതുകൊണ്ട് മാത്രം ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യവൽക്കരണം സംഭവിക്കത്തില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആധിപത്യമാണ്. ജനങ്ങളുടെ ആധിപത്യം വരണമെന്നുണ്ടെങ്കിൽ പൗരന്മാർക്ക് അവരവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവണം. രാജ്യത്തിൻ്റെ ഭരണത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള അവകാശമുണ്ടാവണം. ആ ജനാധിപത്യത്തെ പല രീതിയിൽ പല പരീക്ഷണങ്ങളിലൂടെ വളർത്തിയെടുത്ത ഒരു നാടിൻ്റെ പേരാണ് കേരളം എന്നുള്ളത്. കാരണം വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ, വീടിന് ഓടിടാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ, വിദ്യാഭ്യാസം ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ, വിദ്യ നിഷേധിക്കപ്പെട്ടാൽ സ്വാതന്ത്ര്യം പൂർണ്ണമാവില്ല. വോട്ടിംഗ് അവകാശം കിട്ടിയതുകൊണ്ട് മാത്രം കഴിയില്ല. പക്ഷേ എല്ലാ സ്വാതന്ത്ര്യങ്ങളും, ഓരോ പ്രധാനപ്പെട്ട അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളും സമരങ്ങളിലൂടെ ജനങ്ങൾക്കായി സ്ഥാപിച്ചു കൊടുത്ത ഒരു നാടാണ് കേരളം. ആ ജനാധിപത്യവൽക്കരണ പ്രക്രിയയുടെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ലോക കേരള സഭ വന്നത്. കാരണം നമുക്കറിയാം, കേരളം എന്നത് ലോക കേരളമായി മാറിയിരിക്കുന്നു, വിശ്വകേരളമായി മാറിയിരിക്കുന്നു എന്ന് നമ്മളെല്ലാം പറയും. പകുതി കേരളം, അകം കേരളത്തിന് പുറത്തൊരു പുറം കേരളം ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷെ അതിന് കേരള ഭരണത്തിൽ പ്രാതിനിധ്യമില്ല. ഇന്ത്യൻ പൗരന്മാരായിട്ടും കേരളീയരായിട്ടും കേരളത്തിന് പുറത്തുള്ള പ്രവാസി സമൂഹത്തിനെ കേൾക്കാൻ, അവർക്ക് ഭരണത്തിലൊരു പ്രാതിനിധ്യം കൊടുക്കാൻ നമ്മുടെ സംവിധാനം വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തില്ല എന്ന തിരിച്ചറിവാണ് ലോക കേരള സഭയ്ക്ക് രൂപം കൊടുക്കാൻ കേരള സർക്കാരിനെ പ്രേരിപ്പിച്ചത്. ഒരു 2 വർഷം കൂടുമ്പോൾ 3 വർഷം കൂടുമ്പോൾ ലോകത്താകെയുള്ള കേരളീയരുടെ പ്രതിനിധികളെ ഇവിടെ ഇതേ ഹാളിൽ അവരെ ബഹുമാനപ്പെട്ട മന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ പ്രധാനപ്പെട്ട പത്രക്കാരുമെല്ലാം ഇരുന്ന് കേൾക്കുന്നതിനുള്ളൊരു സംവിധാനം, ആ സംവിധാനം കൊണ്ടുവന്നതിനെ നമ്മുടെ സമൂഹം എത്ര താല്പര്യക്കുറവോടുകൂടിയാണ്, എത്ര പരിഹാസത്തോടുകൂടിയാണ് കേരളം കണ്ടത്. ഞാനിപ്പോഴും ഒക്കെ ഈ ശങ്കരനാരായണൻ തമ്പി ഹാള് ഈ നിലയിൽ വികസിപ്പിച്ചത് ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനത്തിന് വേണ്ടിയിട്ടാണ്. അത് എത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടു ഇതിൻ്റെ ദുർവ്യയം സംബന്ധിച്ച്. ഇവിടെ വന്നവരെല്ലാം പ്രാഞ്ചിയേട്ടന്മാരാണെന്നുള്ള
പ്രതിനിധീകരിക്കുന്ന ഒരു സഭയായിരുന്നു ആദ്യം നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ ആ തരത്തിലുള്ളൊരു ചർച്ചയാണ് കേരളത്തിലുണ്ടായത്. അതിൻ്റെ കാരണം എന്താണ്? നമുക്ക് ഇപ്പോഴും ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കേരളമെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി, ആ ഭൂപരമായിട്ടുള്ള പരിധിക്കുള്ളിൽ നിൽക്കുന്ന അകങ്കേരളമാണെന്നുള്ളതാണ് ധാരണ. അകങ്കേരളത്തിൻ്റെ വാഴ്ചയിലാണ് നമ്മൾ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പുറത്തുള്ളവർ കേരളീയരാണ്, അവർ പൗരന്മാരാണ്, അവരും ചേർന്നാണ് ഈ കേരളത്തെ സൃഷ്ടിക്കുന്നതും പുനഃസൃഷ്ടിക്കുന്നതും. അതുകൊണ്ട് അവരെ കൂടി കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥമാണ്. കാരണം കേരള ഭരണം എന്ന് പറയുന്നത് കേരളത്തെ രൂപീകരിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യമാണ്. അതിൽ പുറത്തുള്ള കേരളീയനും അകത്തുള്ള കേരളീയനും ഒരുപോലെ അവകാശമുണ്ട്. അതുകൊണ്ട് അവരെ കേൾക്കണം എന്ന് കേരള സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ നമ്മളിപ്പോഴും പഴയ തട്ടക ചിന്തയിലാണ്. ആരാണിവർ? ആരാണിങ്ങനെ ക്ഷണിക്കപ്പെട്ട് ഇത്രയും നല്ല ഹോളൊക്കെ ഉണ്ടാക്കി അവരെ ഇവിടെ കൊണ്ടുവരാൻ എന്നുള്ള വിചാരം കേരളത്തിലെ മാധ്യമരംഗത്ത് അതുപോലെ പൊതു ചർച്ചയിലൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ പറയുന്നത് ഈ മാധ്യമങ്ങളെയും പൊതുസമൂഹത്തിനെയും അത് പൂർണ്ണമായിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് പുറം കേരളത്തിൻ്റെ പ്രാധാന്യം, എന്താണ് ജനാധിപത്യത്തിൽ അവരെ ഉൾക്കൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് നമ്മുടെ മാധ്യമ ലോകത്തെ, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരെ, പക്ഷത്തെയും പ്രതിപക്ഷത്തെയും എല്ലാം പഠിപ്പിക്കേണ്ട ഒരു സന്ദർഭം ഇനിയും ബാക്കിയാണ്. അതുകൊണ്ട് ലോക കേരള സഭ നമ്മൾ തുടങ്ങി വെച്ചതേ ഉള്ളൂ. ആ പരീക്ഷണം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പ്രാതിനിധ്യമുണ്ടാവണം, കൂടുതൽ തവണ യോഗങ്ങൾ ചേരണം. മന്ത്രിമാരും സെക്രട്ടറിമാരും പുറം കേരളത്തിലുള്ളവരെയും കേൾക്കുന്ന സംസ്കാരമുണ്ടാവണം. അത് കേരളത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നുള്ള ബോധം പത്രപ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും ഉണ്ടാവണം. കാരണം ഇത് ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്. നമ്മളിത് കാണാതിരുന്നാൽ എങ്ങനെയാണ്? അതുകൊണ്ടാണ് കേരളം ഡീടെറിട്ടോറിയലൈസ്ഡ് ആയിട്ടുള്ള സമൂഹമാണെന്ന് പറയുന്നത്. നമ്മുടെ ഭൂപ്രദേശത്തെ വിട്ട് ലോകമാകെ വ്യാപിച്ചിരിക്കുന്നു കേരളം, വിശ്വകേരളമായി മാറിയിരിക്കുന്നു. ആ വലിയ റിയാലിറ്റിയെ കേരളം എഴുന്നേറ്റ് നിന്ന് സ്വാഗതം ചെയ്ത് അതിനനുസരിച്ച് നമ്മുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം കൊണ്ടുവരണം എന്ന് ആ മെസ്സേജ് കൂടുതൽ വ്യാപകമായിട്ട് എത്തണം. കാരണം ഞാൻ ചുരുക്കുകയാണ്, ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. ലോകമാകെ ദേശീയ ജനവിഭാഗങ്ങൾ, ദേശീയ സമൂഹങ്ങൾ യഥാർത്ഥത്തിൽ ഡീടെറിട്ടോറിയലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പി ടി കുഞ്ഞുമുഹമ്മദ് ബഹുമാന്യനായ അദ്ദേഹം നല്ല കഥ പറഞ്ഞു. ഈ പാലസ്തീനിൽ നിന്ന് അവിടുത്തെ ജനത ലോകത്ത് മുഴുവൻ ആട്ടിപ്പായിക്കപ്പെട്ടു. അങ്ങനെയാണ് ഡയോസ്പറ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നതെന്ന്. അന്നത് ഒറ്റപ്പെട്ട സംഭവമാണ്, ആക്രമണം ഉണ്ടായപ്പോഴാണ് സംഭവിച്ചത്. ഇപ്പോൾ ആരും ആക്രമിച്ചില്ലെങ്കിലും ലോകത്തെ എല്ലാ ജനവിഭാഗങ്ങളും അവരുടെ ഭൂമിശാസ്ത്രപരമായ തട്ടകളിൽ നിന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് പോവുകയാണ്. പണിക്ക് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി, മൂലധന നിക്ഷേപത്തിന് വേണ്ടി, സിനിമയ്ക്ക് വേണ്ടി, കലയ്ക്ക് വേണ്ടി. ജീവിതം ഒരു തട്ടകത്തിൽ ആരും ഒതുക്കി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. അത് കേരളത്തിൻ്റെ മാത്രം കാര്യമല്ല, ലോകത്ത് മുഴുവൻ ഇത് സംഭവിക്കുന്നു. ലോക ജനവിഭാഗങ്ങൾ ഇങ്ങനെ ലോകത്ത് മുഴുവനായി വിശ്വപൗരന്മാരായി മാറുന്നു. അങ്ങനെ വിശ്വപൗരന്മാരായിട്ട് മലയാളികൾ പോകുമ്പോൾ അവരെ നമ്മൾക്ക് കൂട്ടിപ്പിടിച്ച് നമ്മുടെ കൂടെ നിർത്തണ്ടേ? അതല്ലെങ്കിൽ ഇവിടെ ശ്രീ ആസാദ് മൂപ്പൻ പറഞ്ഞതുപോലെ അവർ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളെ ഉപേക്ഷിക്കും. ഈ തലമുറ ഉപേക്ഷിച്ചില്ലെങ്കിൽ അടുത്ത തലമുറ കേരളത്തെ മറക്കും. പക്ഷേ അവരെ കൂട്ടി നിർത്തിയാലോ, നമ്മുടെ സിനിമയിൽ, നമ്മുടെ നാടകത്തിൽ, നമ്മുടെ ലിറ്ററേച്ചറിൽ, നമ്മുടെ എല്ലാ കലാപരിപാടികളിലും, നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഭരണത്തിൽ, നമ്മുടെ രാഷ്ട്രീയത്തിൽ കേരളീയരെ, വിശ്വം മുഴുവൻ വ്യാപിച്ച കേരളീയരെ കൂട്ടി നിർത്തണം. കൂട്ടി നിർത്തിയാൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാവും. ആ പുറത്തുപോയ കേരളീയരെ നിരന്തരമായി എൻഗേജ് ചെയ്യുന്നതിനുള്ള, അവരോട് സംസാരിക്കുന്നതിനുള്ള ഒരു സംവിധാനം എന്നുള്ളതിലാണ് ലോക കേരള സഭ വന്നത്. ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന കാര്യമല്ല. ഫ്രാൻസിൽ വിദേശത്തുള്ള ഫ്രാൻസ് പൗരന്മാർക്ക് ഫ്രഞ്ച് പാർലമെൻറ്റിൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് റിസർവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കേരള നിയമസഭയിൽ ഒരു 10 സീറ്റ്
പുറത്തുനിന്നുള്ള പ്രവാസികൾ തിരഞ്ഞെടുക്കുന്നതാക്കാം. പക്ഷെ അതിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻഡ് ചെയ്യണം. പക്ഷെ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാരുടെ പ്രതിനിധികളായിട്ട് പാർലമെൻറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം വരും. ലോകത്തെല്ലാം അത്തരം പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷണത്തിന് മുന്നിൽ നടക്കാനുള്ള ബാധ്യത കേരളത്തിനുണ്ട്. കാരണം പ്രവാസി ഇൻറ്റൻസിറ്റി വളരെ കൂടുതലുള്ള, പ്രവാസത്തിൻ്റെ ചരിത്രത്തിൽ മുമ്പിൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് എത്രയോ വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കേരളത്തിലെ ഗവൺമെൻറ് ആ തരത്തിലുള്ള ഒരു പരിഷ്കരണം കൊണ്ടുവന്നത്. പക്ഷേ നിരന്തരമായി ആക്ഷേപിച്ചുകൊണ്ട് അതിൻ്റെ ഗൗരവം കാണാതെ വളരെ നിലവാരം കുറഞ്ഞ ചർച്ചയിലൂടെ ഇത്തരം പരീക്ഷണങ്ങളെ മുക്കിക്കൊല്ലുന്ന നമ്മുടെ സമീപനം മാറേണ്ടതുണ്ട്. അത് മാറുന്നതിന് എതിർക്കുന്നവരെ കൂടി നമ്മുടെ ചേരിയിലേക്ക്, ഈ യാഥാർത്ഥ്യത്തിലേക്ക് ഉണർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടില്ല. അവരോടൊക്കെ നമ്മൾ സംസാരിക്കണം. എതിർക്കുന്നവരെ എല്ലാവരെയും കൂട്ടി നിർത്തിയിട്ട് ലോക കേരള സഭ ഓരോ വർഷവും കൂടാൻ കഴിയണം. ഒരു 4-5 ദിവസം കൂടാൻ കഴിയണം. ശക്തമായ ശരിയായ രീതിയിലുള്ള ചർച്ച നടക്കണം. അത് ലോക കേരള സഭയിൽ മാത്രമല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ വേദികളിൽ, നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വേദിയിൽ, ഭരണത്തിൻ്റെ തീരുമാനമെടുക്കുന്ന എല്ലാ വേദികളിലും പ്രവാസികളുടെ പ്രാതിനിധ്യം ഉണ്ടാവണം. കാരണം പകുതി കേരളം പുറത്താണ് കിടക്കുന്നത്. ഇത് പഴയ പ്രവാസമല്ല ഇന്നത്തെ പ്രവാസം. പ്രവാസികൾ എവിടെയെങ്കിലും പോയി അവിടെ നിന്ന് ഏതെങ്കിലും ഒരു കാലത്ത് വല്ലപ്പോഴും ഇവിടെ വരുന്നവരല്ല. അത് മനസ്സിലാക്കണം. കേരളത്തിൽ ഇവിടെ ജീവിക്കുന്നവരെ പോലെ നിരന്തരം ഓരോ മണിക്കൂറിലും കേരളത്തിലെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് പ്രവാസികൾ നിൽക്കുന്നത്. അമ്പലം കമ്മിറ്റിയിലും സഹകരണ കമ്മിറ്റിയിലും പഞ്ചായത്ത് ഇലക്ഷനിലും പൊതുരാഷ്ട്രീയത്തിലും എല്ലാം നിരന്തരമായി പ്രവാസികൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് കേരളത്തെ നിർമ്മിക്കുന്നത് അകത്ത് മാത്രമല്ല പുറത്തുമാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് കേരളത്തെ നിർമ്മിക്കുന്നവരെ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതിനുള്ള ശ്രമം വേണം. അതിന് എല്ലാ ജനാധിപത്യ വേദികളിലും പ്രവാസികളുടെ പ്രാതിനിധ്യം വേണം. അതൊരു തെറ്റല്ല, കേരളത്തിന് മുമ്പോട്ട് പോകാനുള്ള വഴിയാണ്. പ്രവാസികൾക്ക് പുറം കേരളത്തിന് കേരളത്തെ വേണം എന്നുള്ളതുപോലെ തന്നെ അകം കേരളത്തിനും പുറം കേരളത്തെ വേണം. കാരണം ഇവിടെ പറഞ്ഞു, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എത്ര വലിയ അവസരങ്ങളാണ്, എത്ര വലിയ, ഇപ്പം ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മൂലധനത്തിൻ്റെ കാര്യം എടുക്കുക, ബിസിനസ്സിൻ്റെ കാര്യം എടുക്കുക. അകത്തുള്ള മൂലധനത്തിൻ്റെ എത്രയോ വലിയ ഭാഗം മൂലധനമാണ് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ളത്. 100 ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുമ്പോൾ കുറേ അധികം ആൾക്കാർ ഇവിടെ കേരളത്തിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നവരല്ല, പുറത്ത് ബിസിനസ്, അതായത് കേരളീയ മൂലധനം കേരളത്തിന് പുറത്താണ് കൂടുതൽ. നമ്മുടെ എല്ലാ രംഗങ്ങളിലും പുറം കേരളത്തിൻ്റെ സജീവമായ സാന്നിധ്യമുണ്ട്. അതിനെ നമ്മൾ അകമറിഞ്ഞ് തിരിച്ചറിഞ്ഞ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ പത്രപ്രവർത്തകരും, എല്ലാ എഡിറ്റേഴ്സും തിരിച്ചറിഞ്ഞ് ഒരു സമീപനത്തിലേക്ക് വരണം. ഈ എതിരായിട്ടുള്ള അറ്റാക്ക് വന്നിട്ട് ഗവൺമെൻറ് അറച്ചു നിന്നിട്ടില്ല, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തന്നെയാണ്. പക്ഷേ അത് കുറച്ചുകൂടി ശക്തമായിട്ട് ഈ പരീക്ഷണം മുന്നോട്ട് കൊണ്ടുപോകണം. രവി, ഇറ്റ്സ് ഓവർ. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ സമൂഹം, മിക്കവാറും എല്ലാ സമൂഹങ്ങളും അവരവരുടെ തട്ടകത്തിൽ നിന്ന്, ഭൂമിശാസ്ത്രപരമായ തട്ടകത്തിൽ നിന്ന് ലോകത്തേക്ക് അങ്ങനെ വളരുകയാണ്. അത് ജനങ്ങൾ മാത്രമല്ല, തൊഴിലാളികൾ മാത്രമല്ല, മൂലധനവും സാങ്കേതികവിദ്യയും അറിവും എല്ലാം അവരവരുടെ തട്ടകം വിട്ട് ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ പുറത്തോട്ട് പോകുന്ന മൂലധനത്തെ, പുറത്തോട്ട് പോകുന്ന എക്സ്പോർട്സിനെ, ഇമ്പോർട്ട്സിനെ ഒക്കെ നിയന്ത്രിക്കുന്നതിനുള്ള സാർവദേശീയ സംവിധാനങ്ങൾ ഇന്നുണ്ട്. WTO ഉണ്ട്, IMF ഉണ്ട്, ലോകബാങ്കുണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഉണ്ട്. പക്ഷേ ഇത്തരം സംവിധാനങ്ങളൊന്നുമില്ലാത്ത വിഭാഗമാണ് തൊഴിലാളികൾ. തൊഴിലാളികൾ പുറത്തോട്ടും അകത്തോട്ടും പോകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, ജന്മനാട്ടിൽ അവർക്ക് പൗരന്മാരെന്നുള്ള അവകാശമില്ല, പുറത്തു പോയാലും അവർക്ക് പൗരന്മാരെന്നുള്ള നിലയിൽ അവകാശമില്ല. അത് തൊഴിലാളികളെ വളരെ കൂടുതൽ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ലോകത്താകെയുള്ള പ്രവാസികൾ, അവർ ചെല്ലുന്ന ആതിഥേയ ഗവൺമെൻറ്റുകളും അവരെ അയക്കുന്ന ഗവൺമെൻറ്റുകളും ഐക്യരാഷ്ട്ര സംഘടനയടക്കമുള്ള ഇൻ്റർനാഷണൽ ഫോറങ്ങളും ഈ പ്രവാസികളായി തൊഴിലെടുക്കുന്നവരുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
നടപടികളെടുക്കണം എന്നുള്ള ശബ്ദമുയർത്തുന്നുണ്ട്. ഗ്ലോബൽ കോമ്പാക്റ്റിനെ കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ പ്രവാസികളാണ് ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. അതിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസി സാന്ദ്രതയുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഈ രംഗത്ത് വലിയ ലീഡർഷിപ്പ് കൊടുക്കാനുള്ളൊരു ബാധ്യത കേരളത്തിനുണ്ട്. പ്രവാസികളെ അയക്കുന്ന, തൊഴിലാളികളെ അയക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട പ്രദേശങ്ങളും രാജ്യങ്ങളുമായി ചേർന്ന് ശരിയായ രീതിയിലുള്ള ചർച്ച നടത്തി ആതിഥേയ രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ അയക്കുന്ന രാജ്യങ്ങളുടെയും പ്രവാസികളോടുള്ള കടമ ഏതെല്ലാമാണ്, എന്തെല്ലാം അവകാശങ്ങളാണ് അവർക്ക് സംരക്ഷിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ശരിയായ ധാരണ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ സെമിനാറുകൾ നടത്തി, ചർച്ചകൾ നടത്തി, ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കി എല്ലാ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റുകളെയും ഗവൺമെൻറ്റുകളെയും സ്വാധീനിക്കുന്നതിനുള്ള എളിയ ശ്രമത്തിന് നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കണം. ഈ മൈഗ്രേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ILOയും അതുപോലുള്ള പല സംഘടനകളും ഉണ്ട്. അവിടെയൊക്കെ നടക്കുന്ന ഇനിഷ്യേറ്റീവ്സിന് നമ്മൾ പിന്തുണ കൊടുക്കണം. നമ്മളതിനൊരു നേതൃത്വപരമായ പങ്ക് വഹിക്കണം. ലോക കേരള സഭയും അതുപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റും ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രിയും ഈ ശ്രമങ്ങൾക്ക് പ്രവാസികളുടെ മുമ്പിൽ നിന്ന് നേതൃത്വം കൊടുക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എൻ്റെ ഈ അവതരണം അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു സർ. സെമിനാറിൽ പങ്കെടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, സെമിനാറിൽ വിഷയാസ്പദമായ ചർച്ചയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ താല്പര്യമുള്ളവർ പേരും ചോദ്യവും എഴുതി അടുത്തുള്ള വോളണ്ടിയർമാരെ ഏൽപ്പിക്കേണ്ടതാണ്. അടുത്തതായി മുൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗവും IIMADയുടെ വിസിറ്റിംഗ് പ്രൊഫസറുമായ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനാണ് നമ്മോടൊപ്പം ചേരുന്നത്. GCC, ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവയെ കേന്ദ്രീകരിച്ചുള്ള കുടിയേറ്റവും അന്താരാഷ്ട്ര വികസനവുമാണ് ഡോക്ടർ ഉമ്മൻ്റെ ഗവേഷണ മേഖലകൾ. സൗത്ത് ഏഷ്യ ഗൾഫ് മൈഗ്രേഷൻ, ഇന്ത്യ വെസ്റ്റ് ഏഷ്യൻ റിലേഷൻസ്, ഇന്ത്യൻ ജൂയിഷ് ഹിസ്റ്ററി, ഗ്ലോബൽ മൈഗ്രേഷൻ ആൻഡ് റെഫ്യൂജി സ്റ്റഡീസ്, സോഷ്യൽ റെമിറ്റൻസ് ആൻഡ് ഐഡൻറ്റിറ്റി, ട്രാൻസ്നാഷണൽ റിലീജിയസ് ഓർഗനൈസേഷൻസ് എന്നിവ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ മേഖലകളിൽ ഉൾപ്പെടുന്നു. ഇസ്രായേൽ, പലസ്തീൻ, ഫ്രാൻസ്, കുവൈറ്റ് കൂടാതെ കേരളത്തിലും അദ്ദേഹം വിപുലമായ ഫീൽഡ് ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ആദരണീയായ മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിൽ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ ദീർഘമേറിയ ഒരു സെഷൻ്റെ ഏകദേശം അവസാനമാണിപ്പോൾ. കുറേ കാര്യങ്ങൾ ഞാൻ പറയാൻ മനസ്സിൽ ആലോചിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു 8 മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന കേരളത്തിൻ്റെ പ്രവാസി ചരിത്രം അത് ആരംഭിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടു കൂടിയാണ്. എന്തുകൊണ്ട് മലയാളി പുറത്തേക്ക് പോയി എന്ന് ചോദിച്ചാൽ, അന്ന് നാട്ടുരാജ്യങ്ങളിൽ നിലനിന്നിരുന്ന ജാതീയമായ ഉച്ചനേതൃത്വം, അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ജാതി സമൂഹങ്ങൾക്കും തിരുവിതാംകൂർ അടക്കമുള്ള അന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റിൽ ജോലി കിട്ടാത്ത ഒരു അവസരമുണ്ടായി. അതാരും ഇപ്പോൾ പറയാറില്ല എന്തുകൊണ്ടാണ് പോയെന്നുള്ളത്. അന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം തന്നെ ഉണ്ടായ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മുന്നേറ്റമുണ്ട്. ആ വിദ്യാഭ്യാസം ലഭിച്ച ജനങ്ങൾ ഇവിടെ ജോലിക്ക് അവസരമില്ലാതെ വന്നപ്പോൾ ഏഷ്യയുടെയും ഇന്ത്യയുടെയും മൈഗ്രേഷൻ്റെ 2ാം ഘട്ടം എന്ന് പറയുന്ന കങ്കാണി മെയ്സ്ത്രി സിസ്റ്റം എന്ന് പറയുന്ന ഈസ്റ്റ് ഏഷ്യയിലേക്കുള്ള സിലോണ്, അല്ലെങ്കിൽ പഴയ മലയ, അല്ലെങ്കിൽ അതുപോലെ തന്നെ സിംഗപ്പൂര്, ബർമ്മ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് മലയാളി പോകാനായിട്ട് നിർബന്ധിതനായി. മലയാളി പോയപ്പോൾ ക്ലർക്കുകളായിട്ടും മാനേജേഴ്സായിട്ടും ഒക്കെ ബ്രിട്ടീഷുകാരുടെയൊക്കെ തോട്ടങ്ങളിലേക്കാണ് ആദ്യം പോയത്. ഞാൻ ഈ ചരിത്രം പറയാനുള്ള കാര്യം, അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നത് ആ ഒരു യാത്ര അൺസെറ്റിലിംഗ്, അൺസർട്ടനിറ്റി, അതുപോലെ തന്നെ അതും ടെമ്പററി ഇൻ നേച്ചർ ആയിരുന്നു. അവിടെ ഒന്നും ഡയസ്പോറയല്ലായിരുന്നു. പിൻകാലത്ത് അത് ഡയസ്പോറയായി മാറി. എന്നാൽ പിന്നെ നമ്മൾ കാണുന്ന ഗൾഫ് എന്ന് പറയുന്നത് ഒരു ഡയസ്പോറ എന്ന് വിളിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല.
മൈറൻ വീനർ എന്ന് പറയുന്ന അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ് ആദ്യം ഗൾഫിനെ കുറിച്ച് പഠിച്ചത്. അദ്ദേഹം ഇൻസിപ്പൻറ്റ് ഡയസ്പൊറ എന്നാണ് പറയുന്നത്. അതും കുറച്ച് കാലഘട്ടത്തിലേക്ക് കൂടുതൽ പൈസയും മറ്റും, അല്ലെങ്കിൽ ഇവിടെ തൊഴിലില്ലാത്ത സൗത്ത് ഏഷ്യയിൽ നിന്ന് പോകുന്ന ഒരു പ്രവണത. എന്നാൽ നമ്മൾ ഈ ഗൾഫിൻ്റെ പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ ആലോചിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ നയ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നമ്മളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൾഫിൽ ഇവിടെ തൊഴിൽ ചെയ്യുവാനായിട്ടുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് പോയത്. എന്നാൽ ഗൾഫ് എന്തുകൊണ്ടാണ് നമ്മളെ സ്വീകരിച്ചത്? 20-ാം നൂറ്റാണ്ട് ആദ്യം തന്നെ ഗൾഫിലെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാണ്. അന്ന് ഇന്ത്യക്കാരെന്ന് പറയുന്നത് ട്രഷേർഡ് സബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യക്കാരാണ് അന്ന് ടെക്നിക്കലായിട്ടുള്ള ജോലികളും മറ്റും ബ്രിട്ടീഷുകാരെ സഹായിക്കാനായിട്ടുള്ള അവിടുത്തെ ഗവൺമെൻറ്റിലേക്ക് റിക്രൂട്ട് ചെയ്തത്. എന്നാൽ ഓയിൽ ബൂമിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഈ ട്രഷേർഡ് സബ്ജക്ട്സ് എന്നുള്ളത് പ്രിഫേർഡ് മൈഗ്രൻസ് ആയി. എ മൈഗ്രേഷൻ ഓഫ് പ്രിഫറൻസ് ആൻഡ് ചോയ്സ്. ഗൾഫുകാരുടെ ആവശ്യമായിരുന്നു ഇന്ത്യക്കാരെ കൊണ്ടുപോകണം എന്നുള്ളത്. കാരണം തൊട്ടടുത്ത അയൽ രാജ്യമായ യമന്, അല്ലെങ്കിൽ സിറിയ, അല്ലെങ്കിൽ മൊറോക്കോ, അൾജീരിയ, ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് 70കളിലും 80കളിലും തൊഴിലാളികളെ എടുക്കരുതെന്ന് അന്ന് ഓയിലിൻ്റെ എക്സ്പ്ലോറേഷനും ഓയിലിനെ കൺട്രോൾ ചെയ്ത ആംഗ്ലോ സാക്സൻസ് ഈ ഗൾഫിൻ്റെ ഭരണാധികാരികളെ വളരെ കൃത്യമായി ബോധിപ്പിച്ചു. അതിൻ്റെ കാരണം അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ട്, ബാത്ത് പാർട്ടി സ്ട്രോങ് ആണ്. ഈ പറയുന്ന അയൽ രാജ്യങ്ങളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ടേക്ക് ഓവർ ഉണ്ടാകും എന്നുള്ള ഭയത്തിലാണ് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും പോയതെന്നതാണ് ചരിത്രം. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഗൾഫിന് അല്ലെങ്കിൽ അവരുടെ ഒന്നും ഒരു മേഴ്സിയിലല്ല നമ്മളവിടെ ജോലി ചെയ്യുന്നത്. ഇറ്റ് വാസ് ദെയർ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്. അതേ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ ഇസ്രായേൽ നോക്കിയാലും. ഇസ്രായേലിലെ ഫോറിൻ മിനിസ്റ്റർ മെയിൽ വന്നിട്ട് എലി കോഹൻ മെയിൽ ഡൽഹിയിൽ വന്നിട്ട് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തു. ആ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 42,000 തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകണം. അതിൽ 3,800 പേര് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, അതിൽ 800 പേര് നഴ്സസ്. അതിൻ്റെ കാര്യം എന്താണ്? 2000-ൽ ആരംഭിച്ച സെക്കൻഡ് ഇൻറ്റിഫാദ ഹമാസിൻ്റെ നേതൃത്വത്തിൽ വളരെ വയലൻ്റ് ആയി കഴിഞ്ഞപ്പോൾ പലസ്തീനിയൻ വർക്ക് ഫോഴ്സാണ് ഇസ്രയേൽ വർക്ക് ചെയ്യുന്നത്. 100,000-ഓളം പലസ്തീനിയൻകാർ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെ ഘട്ടം ഘട്ടമായിട്ട് അവിടുന്ന് ഇല്ലാതാക്കിക്കൊണ്ട് മുസ്ലിം ഇതര രാജ്യങ്ങളായ ഇന്ത്യ, ശ്രീലങ്ക, ഫിലിപ്പീൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികൾ എടുക്കുവാനായിട്ട് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിൽ നമ്മൾ കാണുന്ന നമ്മുടെ കെയർ വർക്കേഴ്സും ബാക്കിയുള്ള ജനങ്ങളും പോകുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് തീർത്തും അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് ഇന്ത്യയിൽ നമ്മെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ നയരൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ബാർഗെയിനിങ് ആയിട്ടുള്ള പവർ, നമുക്ക് അപ്പർ ഹാൻഡ് നമുക്കുണ്ടായിരിക്കണം. എന്നാൽ ഇരുദയരാജൻ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഈ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഡയസ്പൊറ നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇതിൻ്റെ പിന്നിൽ വളരെ വളരെ അഗാധമായ പഠനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കൂടിവരവ് ഇവിടെ നടക്കുന്നത്. അതിന് നേതൃത്വം നൽകിയത് 75-ാം വയസ്സിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഒരു പ്രധാന ഡെമോഗ്രഫറായ പ്രൊഫസർ KC സക്കറിയ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ കേരളത്തിൽ വന്നതുകൊണ്ടാണ്. അദ്ദേഹം കേരളത്തിലെത്തി. അന്ന് ഈ CDSലെ ചെറുപ്പക്കാരായിട്ടിരിക്കുന്ന അന്നത്തെ ഡോക്ടർ രാജനെയും ഡോക്ടർ ഹരിലാലിനെയും ഡോക്ടർ രവിരാമിൻ്റെയും ഒക്കെ കൂടെ അദ്ദേഹം തുടങ്ങി വെച്ച മൈഗ്രേഷൻ സ്റ്റഡീസ്, അന്ന് ഇരുദയരാജനാണ് അദ്ദേഹത്തിനോടൊപ്പം നിന്നത്. അവർ രണ്ടുപേരും, ഇരുദയരാജൻ സാർ എപ്പോഴും പറയുന്ന അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനെ പോലാണ് അദ്ദേഹത്തെ കണ്ടെന്നാണ്. അദ്ദേഹം നിന്നുകൊണ്ടാണ് ഇന്ന് 9ാമത്തെ മൈഗ്രേഷൻ സർവേ ഇവിടെ നടക്കുന്നത്, അല്ലേ സാറേ? അതുകൊണ്ടാണ് നമുക്കിവിടെ നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്, ആ പഠനങ്ങളുടെ വെളിച്ചത്തിലാണ്. എന്നാൽ
മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു ഡിസിപ്ലിനായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതാണ് അതിൻ്റെ വിരോധാഭാസം. 1998 ഞാൻ കേരളത്തിലെ മൈഗ്രേഷനെ കുറിച്ച് പഠിക്കാനായിട്ട് JNUവിൽ ആരംഭിച്ചപ്പോൾ അന്ന് എന്നെ ഒന്ന് ഗൈഡ് ചെയ്യുവാനായിട്ട് തക്കതായിട്ട് ഒരു പ്രൊഫസറില്ല. ഇന്നത്തെ സ്ഥിതി വിശേഷവും അതുതന്നെയാണ്. നമുക്ക് ഈ പറഞ്ഞ എല്ലാ പാനലിസ്റ്റും പറഞ്ഞ കാര്യങ്ങൾ പഠന വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. നോർക്ക അത് ചെയ്യാൻ പറ്റിയ ഒരു ഏജൻസി അല്ല. നോർക്ക ഈസ് നോട്ട് എ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് അടിയന്തരമായിട്ട് നമുക്ക് വേണ്ടത് ഒരു സെൻറ്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഡയസ്പോറ സ്റ്റഡീസ് നമ്മുടെ മിനിമം 2 യൂണിവേഴ്സിറ്റിയിലെങ്കിലും ആരംഭിക്കണം. എന്നാലെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള അഗാധമായ പഠനങ്ങൾ നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. മൈഗ്രേഷൻ്റെ ഒരു യൂണിറ്റ് മാത്രമാണ് CDSലുള്ളത്. അതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രാജൻ സാർ അവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോൾ രാജൻ സാറിൻ്റെ ഷീല മാഡത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു പുതിയ സെൻ്ററായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ഉള്ള പഠനത്തിന് നമ്മൾ 1-2 സെൻറ്ററുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കണം. 1. 2, സോഷ്യൽ കോസ്റ്റ് ഓഫ് മൈഗ്രേഷൻ. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യമാണ്. 70കളിലും 80കളിലെയും 90കളിലെയും കുഞ്ഞുങ്ങളെ വളർത്തിയത് വിദ്യാഭ്യാസത്തിൽ അധികം വിദ്യാഭ്യാസമില്ലാത്ത അമ്മമാരാണ്. ഗൾഫ് മൈഗ്രേഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മെയിൽ സെൻട്രിക്കാണ്. ഇന്നും അതുതന്നെയാണ്. അപ്പോൾ ഈ അമ്മമാർ ഈ കുഞ്ഞുങ്ങളെ വളർത്തി ലെഫ്റ്റ് ബിഹൈൻഡ് ഫാമിലീസ്. അതാണ് സോഷ്യൽ കോസ്റ്റ്. ഈ അമ്മമാർ പാട്രിയാർക്കിയെ തകർത്തുകൊണ്ട് ഈ അമ്മമാർ സ്വന്തമായി കാര്യങ്ങൾ ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെങ്കിൽ പോലും അവരുടെ ഒരു സോഷ്യോ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അവരനുഭവിക്കുന്ന ഒരു സെപ്പറേറ്റ്നെസ്, അവരനുഭവിക്കുന്ന ലോൺലിനെസ്, ഇതൊന്നും പഠിക്കുവാനായിട്ടോ പഠിക്കപ്പെട്ടിട്ടോ ഇല്ല. അധികമായിട്ട് ഗൾഫ് വൈഫ് എന്ന് പറയുന്നത് 1 മില്യൺ ഉണ്ടെന്നാണ് ഇരുതേരായൻ സാറിൻ്റെ ഒക്കെ പഠനം. അതുപോലെ തന്നെ നമ്മൾ പഠന വിഷയമാക്കേണ്ടതാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഈ ലെഫ്റ്റ് ബിഹൈൻഡ് ചിൽഡ്രൻ, അവരെക്കുറിച്ച് പഠിക്കണം. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന പല സോഷ്യലായ ഇഷ്യൂസ് ഉണ്ട്, നമ്മൾ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ഈ സംഭവിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണോ? അതുപോലെ തന്നെ പഠിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ സ്ത്രീകൾ പുറത്തു പോയി വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നഴ്സുമാരെന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിലെ എക്കോണമിയുടെ ബാക്ക് ബോണാണ്. സെൻട്രൽ ട്രാവൻകൂറിലെ പല സമൂഹങ്ങളും നിൽക്കുന്നത് നഴ്സുമാർ മുന്നോട്ട് പോയിട്ടാണ്. എന്നാൽ നഴ്സുമാരെ വളരെ അവജ്ഞയോടും പുച്ഛത്തോടും നോക്കുന്ന ഇൻ്റലക്ച്വൽസും അരിലാൽ സാറ് പറഞ്ഞ പോലെ മാധ്യമക്കാരും അതുപോലെ തന്നെ ഒരു പൊതുസമൂഹമാണ്. ഈ നഴ്സുമാരെ കുറിച്ച് പഠിക്കുവാനായിട്ട് വന്നതെന്ന് പറയുന്നത് 2 കാലും പോളിയോ വന്ന് തളർന്ന ഫ്രാൻസിലെ ഞങ്ങളുടെയൊക്കെ എൻ്റെയും ഇരുതേരായൻ സാറിൻ്റെയൊക്കെ സുഹൃത്തായ മാറി പെർക്കോട്ട് ഫ്രാൻസിൽ നിന്ന് 90കളിൽ വന്നിട്ടാണ് ഈ നഴ്സുമാരെ കുറിച്ച് പഠിച്ചത്. അല്ലാതെ കേരളത്തിലെ ആരും വിമൻ റൈറ്റേഴ്സ് നഴ്സുമാരെ കുറിച്ച് എഴുതിയിട്ടില്ല. അവർ പുച്ഛത്തോടു കൂടിയാണ് ഇവരെ നോക്കിയിട്ടുള്ളത്. ഈ പറയുന്ന നമ്മുടെ സഹോദരിമാർ അവർ ഗൾഫിൽ മാത്രം ഒതുങ്ങുന്നവരല്ല. ഓരോ വോളറ്റൈലായിട്ടുള്ള രാജ്യങ്ങളും അത് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ, ഇറാഖിൽ ISIS മൊസൂൾ പിടിച്ചടക്കിയപ്പോൾ, യമനിൽ യുദ്ധമുണ്ടായപ്പോൾ, സിറിയയിൽ യുദ്ധമുണ്ടായപ്പോൾ, ലിബിയയിൽ യുദ്ധമുണ്ടായപ്പോൾ, ആഫ്രിക്കയിൽ യുദ്ധമുണ്ടായപ്പോൾ അറിയുന്ന അവിടെ എല്ലാം നമ്മുടെ സഹോദരിമാരുണ്ട്. മൊസൂളിൽ ISISൻ്റെ ബന്ദികളായവരെ വളരെ ദിവസത്തെ നെഗോഷിയേഷന് ശേഷം അവരെ കൊണ്ടുവന്നത്. എന്നാൽ അവരെല്ലാം തിരിച്ചുപോയി അവിടേക്ക്. കാരണം ഇവിടെ ലഭ്യതയില്ല. ഇവിടെ കൃത്യമായി വേതനം കൊടുക്കാത്ത ഒരു സമൂഹമാണ് നഴ്സിംഗ് സമൂഹം. അതുപോലെ തന്നെ നമ്മുടെ ഗാർഹിക തൊഴിലാളികൾ ആയുള്ള വനിതകൾ, ഇവരെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നമുക്ക് അവരെക്കുറിച്ചുള്ള പഠനങ്ങളില്ല. 1, 2, 3 പഠനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറയുന്നതിന് ആലോചിച്ചത് കാര്യം ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. അത് നമ്മുടെ സെക്കൻഡ് ജനറേഷനാണ്. ഈ സെക്കൻഡ് ജനറേഷൻ 2-3 കാറ്റഗറിയാണ്. ഒരു കാറ്റഗറി എന്ന് പറയുന്നത് 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പോയ ഈസ്റ്റ് ഏഷ്യയിലുള്ളവരാണ്, ആഫ്രിക്കയിലുള്ളവർ. അവരിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. അംബാസഡർ പീറ്റർ വർഗീസ്. അംബാസഡർ പീറ്റർ വർഗീസ് എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇന്ത്യയുടെ അംബാസഡറാണ് നിങ്ങൾ ഓർക്കും. അല്ല, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആഫ്രിക്കയിലെ കെനിയയിൽ പോയി മലയാളികളായവർ. അവർ പിന്നെ ഓസ്ട്രേലിയയിൽ പോയി. ഓസ്ട്രേലിയയിൽ ജനിച്ചു വളർന്ന ഒരു യുവാവാണ് അംബാസഡർ പീറ്റർ വർഗീസ്. ആ പീറ്റർ വർഗീസ് പിന്നെ ഓസ്ട്രേലിയയുടെ അംബാസഡറായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. ഇന്ത്യയിൽ വന്ന് സെർവ് ചെയ്തു.
ഇങ്ങനെ പ്രഗത്ഭരായ അനേകം നമ്മുടെ 3rd ജനറേഷൻ 4th ജനറേഷൻ ആയിട്ടുള്ള നമ്മുടെ പ്രവാസികളുണ്ട്. ഗൾഫിലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അല്ലെ 2nd ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവരൊരു കോൺഫ്ലിക്റ്റിൽ കൂടാണ് കടന്നു പോകുന്നത്. കാരണം അവർ ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് നെയ്തർ ഹിയർ നോർ ദെയർ. ഇവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു പദ്ധതി നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ഈ അടുത്ത തലമുറ അവരെ നമ്മൾ ചിന്തിക്കുകയും അവരെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാക്കി. അതാണ് ചൈനയൊക്കെ ചെയ്യുന്നത്. ചൈനയുടെയൊക്കെ 2ാമത്തെ ജനറേഷൻ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അർമീനിയ ചെയ്യുന്ന അതാണ്. ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അത് സ്റ്റുഡൻറ്റ് മൈഗ്രേഷനാണ്. അതിനെക്കുറിച്ച് പറയാതിരിക്കാനായിട്ട് കഴിയത്തില്ല. ഈ സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ, ഇവിടെ വിദേശത്ത് പോയി പഠിച്ചിട്ട് തിരിച്ചു വന്നവരാണ് ഇവിടെ കുറേ പേര് ഈ സ്റ്റേജിൽ ഇരിക്കുന്നതും അല്ലാതെ ഈ സദസ്സിലും ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു മിനിറ്റ് എടുത്തോട്ടെ, 1 മിനിറ്റ്. സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, പണ്ട് ഞങ്ങളൊക്കെ പഠിക്കാൻ പോകുമ്പം സ്കോളർഷിപ്പ് ഉണ്ട്, അല്ലെ മാൻഡേറ്ററി എക്സാം പാസ്സായി നമ്മൾ വിദേശത്ത് പോകുന്നു, പഠിക്കുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് അന്ന് പോകുന്നത് മാസ്റ്റേഴ്സ് കഴിഞ്ഞാണ് പോകുന്നത്. മാസ്റ്റേഴ്സ് കഴിഞ്ഞ് കൂടുതലും ജനങ്ങൾ പോയി പഠിച്ചിട്ട് ഒന്നുകിൽ അവിടെ സെറ്റിൽ ചെയ്യുന്നു, അതർവൈസ് ദേ വിൽ കം ബാക്ക് ടു കേരള. അങ്ങനെ തിരിച്ചു വന്ന എത്രയോ പേരാണ് കേരളത്തിലെ പല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഇരിക്കുന്ന ഇരുതേരായൻ സാറും രവിരാമൻ സാറും ഹരിലാൽ സാറും ഒക്കെ അങ്ങനെ പോയി പഠിപ്പിക്കുകയും ചെയ്തിട്ട് വന്നവരാണ്. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിയുമ്പോൾ 6 മാസം 7 മാസം ടെക്നിക്കൽ കോഴ്സ്, അത് ഇവിടെ ഭരണത്തിൽ സ്ഥിരാകേന്ദ്രങ്ങളിലുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. വെറും 6 മാസത്തെ 7 മാസത്തെ ടെക്നിക്കൽ കോഴ്സ്, പ്ലംബിങ്, ഇലക്ട്രീഷ്യൻ ഒക്കെ പഠിക്കാനായിട്ട് 20 ലക്ഷം രൂപയും 30 ലക്ഷം രൂപയും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് നേരെ യൂറോപ്പിലും കാനഡയിലും ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. വെറും 6 months 7 months കോഴ്സ്. ഇത് തീരുമാനിക്കുന്ന ആരാണ്? റിക്രൂട്ടിംഗ് ഏജൻ്റാണ്. റിക്രൂട്ടിംഗ് ഏജൻസിയാണ് ഇവർ കാനഡയിൽ എന്ത് പഠിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് റെമിറ്റൻസസ് ആണ്. ഇവിടുന്ന് നേരെ ഇവിടുന്നുള്ള ഒരു വലിയ തുകയാണ് അങ്ങോട്ട് പോകുന്നത്. കാനഡയിൽ ഏകദേശം പാർലമെൻറ്റിൽ വെച്ച ഒരു കണക്കനുസരിച്ച് 5 ലക്ഷത്തോളം കുട്ടികളുണ്ട് ഇന്ത്യക്കാർ. ആ 5 ലക്ഷത്തോളം കുട്ടികൾ പോകുന്നത് ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കാനായിട്ടാണ്. ശരിക്കും സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ഡീസ്കില്ലിംഗ് ആണ്, ബ്രെയിൻ വേസ്റ്റ്. ഈ ബ്രെയിൻ ഗെയിൻ ആണ് നമ്മുടെ കേരളത്തിൽ ഗൾഫുമായി നടന്നത്. ബ്രെയിൻ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവാസികൾ അവർ പോയി വലിയൊരു തുക ഇവിടെ കൊണ്ടുവന്ന് അവരയക്കുന്ന ആ ഒരു വിദേശ നിക്ഷേപം കൊണ്ട് നമ്മൾ കോളേജുകൾ, സ്കൂളുകൾ, 80കളിലെല്ലാം കോളേജുകളും സ്കൂളുകളും വിദ്യാഭ്യാസം ഇത്രയും ഉയർന്നു നിൽക്കുവാനുള്ള കാര്യം പ്രവാസി അയച്ച പൈസയാ. ആ പ്രവാസിയുടെ പൈസയും പ്രവാസിയുടെ ആ മേജർ ഇൻവെസ്റ്റ്മെന്റ് എഡ്യൂക്കേഷൻ നടന്നു. അതാണ് ബ്രെയിൻ ഗെയിൻ. ബ്രെയിൻ ഡ്രെയിൻ എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ബ്രെയിൻ വേസ്റ്റ് എന്ന് പറയുന്നത് നൈപുണ്യമുള്ള മിടുക്കന്മാരായ കുഞ്ഞുങ്ങൾ ഇവർ പോയിട്ട് UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഓൾഡ് ഏജ് ഹോമിലാണ് അവസാനം പോയി നിൽക്കുന്നത്. UK-യുടെ പഠനമെന്ന് പറയുന്നത് അത് ഹിന്ദു പത്രത്തിൽ വന്നാണ്. UK-യുടെ പഠനമെന്ന് പറയുന്നത് ഒരു മിസ്മാച്ച് ഉണ്ട്. ഇവർ പോകുന്ന പഠനത്തിനും ചിലർ നല്ല കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നു. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 tier 4 tier കോളേജസ് ആണ്. അവിടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടത്തില്ല. ഇത് അവസാനം UK-യിലൊക്കെ ഈ കുട്ടികൾ അവിടെ പോയിട്ട് പിന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഈ ട്രാവൽ ഏജന്റ് പറഞ്ഞു നിങ്ങളുടെയൊക്കെ മക്കൾ ഇപ്പോൾ പോകാൻ തയ്യാറായി നിൽക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ അവർ ചെന്ന് കഴിഞ്ഞിട്ട് അവരോട് ഇവർ തന്നെയാണ് പറയുന്നത് ഏതൊക്കെ കോഴ്സ് ചെയ്യണം എന്നുള്ളത്. എത്ര പൈസയാകും നിങ്ങൾ ചെല്ലുമ്പോൾ ഇത്രയും പൈസ മതി റെൻ്റ് എന്നൊക്കെ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ റെൻ്റ് ഒന്നും താങ്ങത്തില്ല. പിന്നെ 10 ലക്ഷം രൂപ ബ്രൈബ് ചെയ്തിട്ടാണ് ഇവർ കെയർ വിസയിലേക്ക് മാറുകയാണ്. ഈ കെയർ വിസയിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓൾഡ് ഏജ് ഹോമിലാണ് ഫുൾ ജീവിതം മുഴുവൻ തീരേണ്ടത്. അപ്പം ഇതൊരു വിപത്താണ്. ഇത് നമ്മൾ ഈ പാർലമെൻറ്റിൻ്റെ കണക്ക്, ഒരു സബ് കമ്മിറ്റിയുടെ കണക്കനുസരിച്ച് 13 ലക്ഷം വിദ്യാർത്ഥികളാണ്, ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിദേശത്തുള്ളത്. 3 രാജ്യങ്ങളാണ് പ്രത്യേകമുള്ളത്: ഓസ്ട്രേലിയ, കാനഡ, US. ഇതിനെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം. അതുകൊണ്ട് മാത്രം ഞാനൊരു നെഗറ്റീവായിട്ട് ഇവിടെ ഒരു കമൻറ്റ് പറഞ്ഞ് വിചാരിക്കരുത്. ഇത് വളരെ നമ്മുടെ ഒരു വലിയൊരു ജനറേഷനാണ് നമ്മുടെ നഷ്ടപ്പെടാനായിട്ട് പോകുന്നത്. സോ അതിനെ കൂടെ ഇവിടെ പ്ലാനിംഗ് ബോർഡ് മെമ്പേഴ്സും ഒക്കെ ഉണ്ട്. അവർ വളരെ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് സർ.
അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് UK ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ വർക്ക് ഫോഴ്സ് മേധാവിയായ ശ്രീ ഡേവ് ഹോവാത്താണ്. അന്താരാഷ്ട്ര റിക്രൂട്ട്മെൻറ്റിനുള്ള UKയുടെ സമീപനം പുനർരൂപകൽപ്പന ചെയ്യുന്നതിനും നഴ്സുമാർക്ക് UKയിൽ ജോലി ചെയ്യുന്നതിനുള്ള പാതകൾ വികസിപ്പിക്കുന്നതിനും ഇന്ത്യ, ഫിലിപ്പീൻസ്, കെനിയ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളുമായി ഉഭയകക്ഷി പങ്കാളിത്തം സൃഷ്ടിക്കുന്നതിനുമുള്ള പദ്ധതികൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ശ്രീ ഡേവ് ഹോവാർത്തിൻ്റെ റെക്കോർഡഡ് വീഡിയോയിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. Hello everybody, my name is Dave Howarth. I'm the Head of International Workforce at the Department of Health and Social Care in the UK Government here in London, and thank you for this invite to speak at this event on diaspora workers in Kerala. I'm sorry I can't be there with you in person, but I'm delighted to be addressing you remotely. It's a particular honour as I was in Kerala early this year recruiting nurses for the National Health Service and visiting some of your wonderful hospitals and training institutions. Throughout my trip, I was blown away by the hospitality and kindness shown to me by people wherever we went. I was overwhelmed by your beautiful landscapes, your food and wildlife. I can't wait to visit again one day soon. But beyond that, I couldn't believe the talent that was on show when I was interviewing nurses alongside colleagues in the NHS as part of a careers fair organised by Norka Roots. Each of the nurses I met told me about their passions for caring for people, for growing their clinical skills, and for wanting them to see this develop through roles here in the UK. It's no secret that, like many countries, the UK has a shortage of nurses and other healthcare staff. This is in part due to the success of increased lifespans and our ability to successfully treat more diseases and conditions with breathtaking technology, medical science, and medicine. However, as a consequence of this, we have greater caring needs, which in turn requires a larger workforce. The NHS in England has ambitious plans to boost its healthcare workforce through training and development of domestic staff. But we're also acutely aware that we will always have some level of reliance on talent coming from overseas. This is a core part of our recently published long-term workforce plan. And we've never been more reliant on overseas staff, particularly from India and particularly from Kerala. Last year alone, around 11,000 nurses arrived in the UK from India, the largest number from any other country, and a majority of those came through Kerala. That's 1 in 5 new nurses in the UK were originally trained in India, and that includes nurses trained in Britain. This just goes to show the enormous contribution that Indian nurses make to the UK for looking after and caring for our population. And it's not just nursing. Indian doctors have long been part of our National Health Service, coming here to work and train and often returning to deliver high quality care throughout India. And looking ahead, we want to diversify the staff we recruit from India in particular. That's why in 2021, the UK and India signed an enhanced trade partnership which looked to boost recruitment efforts for other professional groups such as dietitians, occupational therapists and radiographers. We look forward to continuing to support work between institutions in the UK and India to boost training and recruitment, to give opportunities to as many people as possible and ensure the NHS has the skills it needs. I wanted to briefly give some advice to any candidates who are looking for work in the UK, especially as I met so many when I was in Kerala earlier this year. The main piece of advice is this: do your research into the UK before you start applying for jobs. Where in the UK do you want to work? What kind of organisation do you want to work for? And how do you want your career to progress? The UK is a hugely diverse place. We have big, bustling cities like London, Birmingham, Manchester, that all sit alongside smaller towns and villages, or more remote areas with stunning countrysides or coastlines. Each has something different to offer. Different demographics, different workplaces, and different opportunities. You think about the cost of living. Often new arrivals in the UK can find it much more expensive than they were anticipating, and different areas of the country can be more affordable than others. But our health and care sectors are also diverse. The NHS is the pride of the UK, but it's also an enormous organisation made up of hundreds of different employers, ranging from huge hospitals to very small family medical practices located in villages or towns. And they do very different things, ranging from high-end research to care for the elderly, to emergency medicine, to super specialisation in areas such as cancer or mental health. You need to think about all these things before you embark on your journey. I'm going to finish with a bit of a warning about some of the risks of looking for work overseas. We know there are many rogue agencies and scammers who want to take advantage of people
who just want to come to the UK to work. And that's why we've published our candidate guidance for international recruits, so you can be prepared and know what to look for and to make an informed decision when you look for jobs in the UK. We've seen scams, including recruitment fees being charged to candidates illegitimately. To be clear, you should never need to pay to get a job interview, and if you're being asked to do so, you should look elsewhere. We've seen examples where agencies will charge you money to buy a visa at a heightened cost. You should look at the UK government website to make sure you're paying the right fee for visas and you're not being scammed. And we've also seen examples of people being recruited to jobs that can change when they arrive in the UK. You need to know your rights, and when you come to the UK, make sure you join an organisation that can represent and support you, such as a union or a diaspora organisation like the British Indian Nurses Association. Do take the time to read our guidance and to better understand the risks and how to avoid them. I put a link in this QR code, which I'll keep on screen. Getting a job in the UK can be a really exciting and fulfilling life moment. If you come and work in the NHS, most employers have programmes to support you, especially in your early days, which include training, induction, pastoral support, to make you feel at home as quickly as possible. And over the years, you'll be supported to progress in your career, which can include specialisation, clinical research or leadership. So I'd like to finish by saying thank you to the Carolan community, God's own country, for your dedication to education, healthcare and continued partnership with the UK to enable huge numbers of talented staff to be able to make successful journeys here. Thank you for listening. I wish you all a successful conference and hope to meet some of you someday. Take care. താങ്ക് യു മിസ്റ്റർ ദേവ്ഹാദ്. അടുത്തതായി കേരളവും പ്രവാസി സമൂഹവും എന്ന വിഷയത്തിൽ പാനലിസ്റ്റുകളുടെ അഭിപ്രായങ്ങളെ അധികരിച്ചുള്ള ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. ചർച്ച മോഡറേറ്റ് ചെയ്യുന്നത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ രവിരാമനാണ്. ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയിലെ സീനിയർ ഫെല്ലോ, പ്ലാനിംഗ് കമ്മീഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് മാൻപവർ റിസർച്ചിലെ ഡയറക്ടർ, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, മാഞ്ചസ്റ്റർ എന്നീ യൂണിവേഴ്സിറ്റികളിലെ വിസിറ്റിംഗ് ഫെല്ലോ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന ലേബർ എക്കണോമിസ്റ്റായ അദ്ദേഹം അന്താരാഷ്ട്ര ജേർണലുകൾ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ രവിരാമനെ സാദരം ക്ഷണിക്കുന്നു. മോഡറേറ്റർ എന്ന നിലയിൽ എനിക്ക് 5 മിനിറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ദാറ്റ്സ് റിയലി വണ്ടർഫുൾ. അങ്ങനെ നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇവിടെ ചർച്ചയിൽ 3 പേര് മാത്രമാണ് കുറച്ച് കൂടുതൽ സമയം എടുത്തത്. നമ്മുടെ പ്രിയപ്പെട്ട PT കുഞ്ഞു മുഹമ്മദ്, പിന്നെ നമ്മുടെ ജിനു സക്കറിയ, പിന്നെ കുറച്ച് നമ്മുടെ പ്രൊഫസർ KN ഹരിലാൽ. ആ 3 പേര് എടുത്തതിൽ ഇപ്പോൾ സന്തോഷം തോന്നുന്നു. കാരണം ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ സ്വാഭാവികമായിട്ടും അത്. അപ്പം ഞാൻ ഈ 5 മിനിറ്റിനകം പറയണമെന്ന് ആഗ്രഹിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിനെ ഒന്ന് ഫോർമുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിച്ചു ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് ഹിസ്റ്ററി, ഒന്ന് പ്രസൻറ്റ്, ഒന്ന് ഫ്യൂച്ചർ എന്ന രീതിയിൽ ഈ പ്രബന്ധങ്ങളെ ഒന്ന് വേർതിരിക്കാമെന്ന് ശ്രമിച്ചു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഭയങ്കര ക്രോസ് കട്ടിംഗ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത് എന്ന്. അപ്പോൾ നേരത്തെ PT കുഞ്ഞമ്മദ് പറഞ്ഞതുപോലെ ഈ ചിതറിപ്പോയ വിത്തുകൾ എങ്ങനെയാണ് പുതിയ ഊർജ്ജമായിട്ട് നമ്മൾക്ക് മാറിയിരിക്കുന്നത് എന്നുള്ളത് ഈ ചർച്ചയിലൂടെയാണ് നമ്മൾക്ക് മനസ്സിലായത്. ആ ചിതറിപ്പോയ വിത്തുകൾ പുതിയ ഊർജ്ജമായി മാറിയെന്ന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും അതിനെ പുതിയ ഊർജ്ജമാക്കി നിരന്തരം മാറ്റുന്നു എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗിയാണ് കാണിക്കുന്നത് എന്നാണ് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആസാദ് മൂപ്പൻ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുകയുണ്ടായി. അതായത് എന്താണ് തിരിച്ചു വരുമോ എന്നുള്ള ഒരു അൺസർട്ടനിറ്റി അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് കൊടുക്കാനുള്ളത്, വാട്ട് കുഡ് ബി ദ ക്രിയേറ്റീവ് പുൾ ഫാക്ടർ എന്ന ഒരു ചോദ്യം അങ്ങനെ ചോദിക്കുകയുണ്ടായി. അത് ഒരർത്ഥത്തിൽ എല്ലാവരും ഒരുപോലെ ഷെയർ ചെയ്യുന്ന ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരമൊരു കൺസേൺ നമ്മൾ പരിഹരിക്കേണ്ടി വരും. ആ പരിഹരിക്കുന്നതിൻ്റെ ഒട്ടേറെ മാതൃകകൾ ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട സുമൻ ബില്ലിയുടെ പ്രസൻറ്റേഷനിലൂടെ നമ്മൾ കണ്ടത്. പക്ഷേ സ്വാഭാവികമായിട്ടും അത് കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് നമ്മുടെ ശ്രീ ബാബു സ്റ്റീഫനും നമ്മളോട് പങ്കുവച്ചത്. വളരെ എല്ലാ രീതിയിലും അമേരിക്കൻ സൊസൈറ്റിയിൽ ഒരു എന്താ പറയുക, എവറി മൂവ്മെൻറ്റ്, എവറി ഡേ പ്രസൻസ് ഉള്ള ഒരു സംഘടനയുടെ
ഇതിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. അദ്ദേഹം അത് പ്രത്യേകിച്ച് പറയുകയുണ്ടായി, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒട്ടേറെ ഫിലോസഫേഴ്സിനെയും പോയറ്റ്സിനെയും കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം അത് വിശദീകരിക്കുകയുണ്ടായി. PT കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു വെച്ച ആ വിഷയം, അതായത് ഫ്യൂഡൽ ബന്ധങ്ങളെ തകർത്തുകൊണ്ടാണ് ആധുനികത കേരളത്തിൽ രൂപപ്പെട്ടത്, അതിന് ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചത് മറ്റാരുമല്ല നമ്മുടെ പ്രവാസി സമൂഹമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ വിഷയം അത് അദ്ദേഹം ഒരു അവകാശത്തിൻ്റെ വിഷയമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സാധ്യതയും കൂടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് എങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി അന്നത്തെ വൈദ്യുതി മന്ത്രി സ്ഥാനം കഴിഞ്ഞതിന് ശേഷം പിണറായി വിജയൻ എങ്ങനെയാണ് ഇത്തരം ഒരു ആശയത്തെ വിപുലപ്പെടുത്താൻ ശ്രമിച്ചത്, എങ്ങനെയാണ് അദ്ദേഹം ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചത്, നേരിട്ട് തന്നെ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ നോർക്ക പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇതിൽ പിന്നീട് ശ്രീ KV അബ്ദുൽ ഖാദറും ഏതാണ്ട് അതേ വിഷയം തന്നെയാണ് അവതരിപ്പിച്ചത്. കേരള പ്രവാസി സംഘം എങ്ങനെയാണ് ഇത്തരം ഒരു വിഷയങ്ങൾ കേരളത്തിൻ്റെ പൊതു ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുകയുണ്ടായി, മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം മാതൃകകളില്ല, അത് കേരളത്തിൽ തന്നെ ഉണ്ടായതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ റീസണും അദ്ദേഹം ആ അർത്ഥത്തിൽ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് നമ്മുടെ ദിലീപ് രഥ, അദ്ദേഹം ഇതിൻ്റെ ഓർഡർ പ്രകാരം ഷീല തോമസാണ് നമ്മളോട് സംസാരിച്ചത്. ശ്രീമതി ഷീല തോമസ് നമ്മളോട് എല്ലാ കാലത്തും ഒരുമിച്ച് നിന്ന ഒരു വ്യക്തിയാണ്, പ്രവാസി നോർക്കയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ പുതിയ സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടും. ഇപ്പോൾ അവർ അത് പ്രധാനമായിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധിപ്പിച്ച് വർക്ക് ചെയ്യുന്നുമുണ്ട്. അവർ ആ ഫ്യൂച്ചർ എങ്ങനെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധ്യതകൾ എന്താണ് എന്ന് പറയുകയുണ്ടായി. ഹൃദയരാജനും നമുക്ക് എല്ലാവർക്കും പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹൃദയരാജൻ. കേരള മൈഗ്രേഷൻ സർവേ എന്ന ആശയം നമ്മുടെ നേരത്തെ ജിനു പറഞ്ഞതുപോലെ സക്രിയ സാറും ഹൃദയരാജനും കൂടി ചേർന്നാണ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ അത്തരമൊരു പദ്ധതി വരുന്നത്. അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ ഇപ്പോഴത്തെ സർക്കാർ, മിസ്റ്റർ സുമൻ ബില്ലി അടക്കമുള്ള ആളുകൾ, നമ്മുടെ മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് വലിയൊരു തുക കേരള മൈഗ്രേഷൻ സർവേക്ക് അനുവദിക്കുകയും ആ മൈഗ്രേഷൻ സർവേ ഏതാനും മാസങ്ങൾക്കകം പൂർത്തിയാകുമെന്ന് അദ്ദേഹം പറഞ്ഞതിനോട് പ്രത്യേകം നന്ദി ഇതിൻ്റെ സംഘാടകർ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായിട്ടുള്ളത്, അത് നേരത്തെ ജിനു സക്രിയും കൂടെ ഉന്നയിക്കുകയുണ്ടായി, ലെഫ്റ്റ് ബിഹൈൻഡ് പീപ്പിൾ, അവരെ നമ്മൾ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ ഏത് രീതിയിലായിരിക്കും ഇനി നമ്മൾ കാണേണ്ടത് എന്ന ഒരു വിഷയം. അവിടെ കെയർ എക്കോണമി എന്ന ഒരു പുതിയ സങ്കല്പത്തിലൂടെ കേരള സർക്കാർ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ പിന്നീട് അവതരിപ്പിച്ചത് CV റപ്പായി, അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ സ്റ്റെം എന്ന ഒരു വിഷയം അവതരിപ്പിക്കുകയുണ്ടായി. അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. എങ്ങനെയാണ് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഈ വിഷയത്തിലാണ് ഇപ്പോൾ വേൾഡ് ബാങ്ക് ആയാലും അതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ നോക്കുന്നത് ഈ ഹൈ സ്കിൽ മൈഗ്രേഷൻ, ഹൈ സ്കിൽ ഡയസ്പോറയുടെ സാധ്യത എന്താണ് എന്നുള്ളതാണ്. അത് അദ്ദേഹം സ്വന്തം അനുഭവത്തിലൂടെയും അത് ഇന്ത്യയുടെ കേരളത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിലും പറയുകയുണ്ടായി. ദിലീപ് രഥ, ഞാൻ വേൾഡ് ബാങ്ക് ഓർത്തുകൊണ്ട് പറയുകയാണ്, ദിലീപ് രാധ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ കുറെ കൂടെ ക്രിയേറ്റീവായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റെമിറ്റൻസ് അബ്സല്യൂട്ട് ടേംസിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ആ റേറ്റ് ഓഫ് ഇൻക്രീസ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ NRE ഡെപ്പോസിറ്റ് വളരെയധികം കൂടിയിട്ടുള്ളപ്പോൾ തന്നെ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻക്രീസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പൊതുവേ കാണുന്നത് കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഈ റെമിറ്റൻസിൻ്റെ പങ്ക് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് കേരള എക്കോണമിയുടെ മൊത്തത്തിലുള്ള ഒരു സാമ്പത്തിക ശേഷിയുടെ വർധനമായിട്ട് കൂടെ വേണം നമ്മൾ കാണാൻ. കാരണം നേരത്തെ വന്ന റെമിറ്റൻസ് വളരെ ക്രിയാത്മകമായിട്ട് പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് എക്കോണമി മൊത്തത്തിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയായിട്ട് വേണം അതിനെ കാണാൻ. ഞാൻ ഇവിടെ എല്ലാവരെയും ഉൾപ്പെടുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. OV മുസ്തഫ അത് കേരളീയത്തെ കണക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം അത് സൂചിപ്പിക്കുകയുണ്ടായി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഞാൻ പറയുന്നത്, നമ്മുടെ മുഖ്യമന്ത്രി പ്ലാനിംഗ് ബോർഡിൽ വന്ന് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വിഷയമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ഇന്ന് നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിദഗ്ധരെ ആയിരിക്കണം ഇവിടെ അവതരിപ്പിക്കേണ്ടത് എന്നാണ്.
ഇതിൽ കൂടുതലൊരു വിദഗ്ധർ നമുക്ക് ലഭ്യമല്ല എന്നാണ് എനിക്ക് പൊതുവെ തോന്നുന്നത്. ഏറ്റവും ഒടുവിൽ ഹോബാത്ത് സംസാരിക്കുകയുണ്ടായി പുതിയ സാധ്യതകൾ എങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ പുതിയ സാധ്യതകൾ. അദ്ദേഹം കുറച്ച് മാസം മുമ്പേ വന്നിരുന്നു. നോർക്ക അങ്ങേയറ്റം സഹായകരമായിരുന്നു. കാരണം നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുക, പുതിയ രീതി ഉള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സാധ്യമാക്കുക എന്ന രീതിയിലാണ്. ഞാൻ അവസാനം ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. ഞാനത് തിരിച്ച് ഡോക്ടർ ഹരിലാലിൻ്റെ തന്നെയാണ് തിരിച്ചു വരുന്നത്. ഈ ഒരു വിഷയം, അതായത് നമ്മളെ എവറിഡേ ഗവേണൻസിൽ പ്രവാസികളുടെ പങ്ക് എന്തായിരിക്കണം എന്നുള്ള ഒരു വിഷയം, അത് ഒരു കളക്റ്റീവ് റൈറ്റായിട്ട് തന്നെ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇത്തരം വേദികളിൽ ഒരു ലീഗൽ ഫോറമായിട്ട് മാറുകയാണല്ലോ നമ്മുടെ നിയമസഭ എന്നൊക്കെ പറയുന്നത്. അതിൽ ഒരു ലീഗൽ വോയിസ് ആയിട്ട് തന്നെ, ഒരു റെപ്രസെൻറ്റേറ്റീവ് വോയിസ് ആയിട്ട് തന്നെ നമ്മുടെ പ്രവാസി സമൂഹം മാറേണ്ടതുണ്ട് എന്ന ഒരു ആശയമാണ് അതിലൂടെ അദ്ദേഹം പങ്കുവെച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ മനസ്സിലാകുന്നത് നമ്മുടെ സ്റ്റേറ്റ് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, കേരളത്തിൻ്റെ സ്റ്റേറ്റ് മേക്കിങ്ങിൻ്റെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ, അത് നേരത്തെ PT കുഞ്ഞുമൊക്കെ പറഞ്ഞതുപോലെ ഒരു റൈറ്റ് മേക്കിങ്ങിലൂടെ എമർജ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് മേക്കിംഗ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവകാശ നിർമ്മിതിയിലൂടെയാണ് കേരളത്തിൽ ഭരണനിർമ്മിതി ഉണ്ടായിട്ടുള്ളത്. അതുപോലെ നേരെ തിരിച്ചും ഭരണനിർമ്മിതിയിലൂടെയാണ് അവകാശ നിർമ്മിതി ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സംഭവം, ആ ഒരു പ്രോസസ്സ് ഇത്രയും ക്രിയാത്മകമായി വീണ്ടും തുടരണമെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ പ്രവാസികൾ തീർച്ചയായും ഒരു കളക്റ്റീവ് പവറായിട്ട് തന്നെ കേരളീയ സമൂഹമായിട്ടും കേരളത്തിലെ കേരളം ഒക്കെ ആണെങ്കിലും നിരന്തരം നെഗോഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ പൊതുജനാധിപത്യം പരിപോഷിപ്പിക്കൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സർ. അടുത്തതായി വിഷയാസ്പദമാക്കി ചോദ്യങ്ങൾ ഉന്നയിച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങൾ അവതരിപ്പിക്കുവാനുള്ള സമയമാണ്. 2 മിനിറ്റിൽ ക്ലിപ്തപ്പെടുത്തി പേര് വിളിക്കുന്ന മുറയ്ക്ക് മുന്നോട്ട് വന്ന് ചോദ്യങ്ങൾ അവതരിപ്പിക്കാവുന്നതാണ്. ആദ്യമായി ശ്രീ K. വിജയകുമാറിനെ ക്ഷണിക്കുന്നു. അതിനുശേഷമായി ശ്രീ K. രാജു XMLA, ശ്രീ ദിനേശ് ചന്ദന, ശ്രീ കലാപ്രേമി ബഷീർ, ശ്രീ PK അബ്ദുള്ള എന്നീ ക്രമത്തിൽ വരേണ്ടതാണ്. ആദ്യമായി ശ്രീ K. വിജയകുമാർ. ഞാൻ ഈ സംശയങ്ങളായിട്ടല്ല ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രവാസികളുടെ റെമിറ്റൻസിനെ കുറിച്ചും അവരുടെ സംഭാവനകളെക്കുറിച്ചും ഇവിടെ ധാരാളം ചർച്ച ചെയ്തു. അത് കാര്യക്ഷമമായി കേരള പ്രവാസി വിഭാഗത്തിന് അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിന് എങ്ങനെ വിനിയോഗിക്കാം എന്നതിനെ സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ വയ്ക്കുകയാണ്. ഇവിടെ ചർച്ച ചെയ്തതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഉന്നത വിദ്യാഭ്യാസ തൊഴിൽ രംഗങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ട് കേരളത്തിൽ നിൽക്കാൻ സാധിക്കുന്നില്ല എന്നതിനെക്കുറിച്ചാണ്. അതിനുവേണ്ടി നമുക്കൊരു നിർദ്ദേശം വയ്ക്കാനുള്ളത്, നമ്മുടെ സ്പെയിനിൽ മോൺട്രിഗോൺ എന്ന് പറയുന്നൊരു വലിയ സംവിധാനമുണ്ട്, കോർപ്പറേഷൻ. അതിൽ കാർഷിക വിഭവം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ നേടാൻ സാധിക്കുന്ന തരത്തിൽ വലിയ സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്നതാണ്. അത്തരത്തിലൊരു മാതൃക നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടി ഉണ്ട് എന്നാണ് ഞാൻ പറയാനുള്ളത്. സഹകരണ മേഖലയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബശ്രീ മിഷൻ മാതൃകയിൽ ഈ തിരിച്ചു വന്ന പ്രവാസികളുടെ പുനരധിവാസത്തിനായി ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മിഷൻ ഓഫ് പ്രവാസീസ് എന്നൊരു സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രവാസികളുടെ ഡിപ്പോസിറ്റ്, അവരുടെ നിക്ഷേപം അതിലേക്ക് ധാരാളമായി വരാനും പ്രവാസികളുടെ പുനരധിവാസം സാധ്യമാക്കാനും കേരളത്തിൻ്റെ വികസനത്തിനും അത് വഴിവെക്കും. അതുപോലെ തന്നെ ഇവിടെ കെയർ ഇക്കോണമിയെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ നമ്മുടെ ബഹുമാന്യനായ രവിരാമൻ സാർ ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പോൾ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ വൃദ്ധജനങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഗാർഹിക തൊഴിലാളികളെക്കുറിച്ച്, വനിതകളെക്കുറിച്ചൊക്കെ ഇവിടെ ചർച്ച ചെയ്തു. അതിൻ്റെ അനന്ത സാധ്യതകൾ നമുക്കിവിടെ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. അതിന് അദ്ദേഹത്തിന് തന്നെ, ഈ അവിടെ അവതരിപ്പിച്ച അദ്ദേഹത്തിന് തന്നെ അതിന് വലിയ മാർഗനിർദ്ദേശങ്ങളിവിടെ വയ്ക്കാനുണ്ട്. അത് ഞങ്ങൾ ഒരു തവണ അത് ചർച്ച ചെയ്തതാണ്. നാലാമത്തെ ഒരു കാര്യം, നമുക്കിപ്പോൾ പ്രവാസി പുനരധിവാസ പദ്ധതികൾക്ക് നോർക്കയുടെ ഒക്കെ സ്കീമുകൾ ധാരാളം ഇവിടെ വരുന്നുണ്ട്. എന്നാൽ അതിനൊരു ഫണ്ട് നമുക്കിവിടെ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. പ്രത്യേക ഒരു ഫണ്ടില്ല. അതിനുവേണ്ടി നമുക്കൊരു ഫണ്ടിങ് സംവിധാനം ഉണ്ടാക്കണം. അതിന് ഏഞ്ചൽ ഫണ്ട് മാതൃക പിന്തുടരുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ കയറ്റുമതിയിലൂടെ പിന്നെ കയറ്റുമതിക്കാർക്ക് ധാരാളം ഇൻസെൻറ്റീവ് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അനേകം 5% മുതൽ 11% വരെ ഇൻസെൻറ്റീവ്, $100 ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 5 മുതൽ 15% വരെ ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തുകൊണ്ട് NRI നമ്മളെ നിക്ഷേപങ്ങളെ അവർ
പരിഗണിക്കുന്നില്ല എന്നുള്ളത് വലിയ കാര്യക്ഷമമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളിലെ നൂതന ആശയമാണ് പ്ലാറ്റ്ഫോം സഹകരണ സംഘം. വിദേശ മലയാളികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്ലാറ്റ്ഫോം സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി വന്നാൽ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് അത് നടപ്പിലാക്കണമെന്നാണ് ഈ ഒരു വേദിയിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. താങ്ക് യു. അടുത്തതായി മുൻ മന്ത്രി ശ്രീ കെ രാജു. ബഹുമാന്യനായിട്ടുള്ള മോഡറേറ്റർ ഡോക്ടർ രവിരാമൻ സാറ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാനലിസ്റ്റുകൾ, മറ്റ് എക്സ്പേർട്സ്, പ്രിയപ്പെട്ട പ്രതിനിധികളെ, ഇവിടെ വിളിച്ച് ഒരു വിശദീകരണം എന്നുള്ള നിലയിൽ പറയേണ്ടി വരുമെന്ന് കരുതിയില്ല. ഡോക്ടർ ഹരിലാൽ അദ്ദേഹത്തിൻ്റെ അവതരണത്തിൽ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഒരു ചെറിയ സൂചനയാണ് ഞാൻ എഴുതി കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ലോക കേരള സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിമർശനങ്ങൾ ഉയർന്നു വന്നു. അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. അതിനെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഉൾപ്പെടുന്ന അന്നത്തെ മന്ത്രിസഭ ഇത് രൂപം കൊടുത്ത് അതിൻ്റെ ആദ്യത്തെ സഭയൊക്കെ ചേരുമ്പോൾ യഥാർത്ഥത്തിൽ കേരള സമൂഹവും ലോകമെമ്പാടും ഉള്ള പ്രവാസികളുമെല്ലാം, കേരള മലയാളികളായിട്ടുള്ള ആളുകളെല്ലാം അത് സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഡോക്ടർ ഹരിലാലിൻ്റെ അവതരണത്തിൽ നിന്ന് മൊത്തത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നു. വലിയ വിമർശനം, നിരന്തരമായ വിമർശനം. ചില വിമർശനങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിലെ പൊതുസമൂഹം, അതുപോലെ പ്രവാസി സമൂഹം, അവർ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാനൊരു പോയിൻ്റ് എഴുതി കൊടുത്തത്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഏത് നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും വിമർശനം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു സ്വഭാവമാണ്. വിമർശനത്തിലൂടെ നമുക്ക് കൂടുതൽ തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും കഴിയും. ഈ കേരളീയം പരിപാടിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ നടക്കുന്നില്ലേ എന്നതുപോലെ ആ വിമർശനം അങ്ങനെ അത്രമാത്രം കണ്ടാൽ മതി എന്നാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഹരിലാലിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമതായ ഒരു പോയിൻ്റ് ഞാൻ പറഞ്ഞു, അദ്ദേഹം തന്നെ പറഞ്ഞപ്പോൾ പറഞ്ഞു, വിദേശ പ്രതിനിധികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നിയമനിർമ്മാണ സഭകൾ വരുന്ന ഒരു കാലം വരാം, അതിനൊരു ഭരണഘടനാ മാറ്റം മതി എന്ന് സൂചിപ്പിച്ചു. ഇപ്പം തന്നെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിലെ നമ്മുടെ ലോക്സഭയും അതുപോലെ തന്നെ രാജ്യസഭയിൽ വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചാൽ രാജ്യസഭയിലേക്ക് പ്രവാസികളുടെ പ്രതിനിധികളെ, മലയാളികളെ എന്നുള്ള അർത്ഥത്തിലല്ല, പ്രവാസ മേഖലയിൽ നിന്ന് പ്രതിനിധികളെ ഇപ്പം തന്നെ ആ രാജ്യസഭയിലെ അംഗങ്ങളായി നോമിനേറ്റ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു ഭരണഘടനാ ഭേദഗതിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. നിയമസഭകളിലാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ, കൗൺസിലില്ല. എന്നാൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളും കൂടി, അസംബ്ലിയും കൗൺസിലുമുള്ള സ്റ്റേറ്റുകൾ ഇന്ത്യ രാജ്യത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട സ്റ്റേറ്റും അതുപോലെ തന്നെ പാർലമെൻറ്റും നിയമം പാസ്സാക്കിയാൽ കൗൺസിലുകൾ ഇല്ലാത്ത സ്റ്റേറ്റുകളിൽ വേണമെങ്കിൽ കൗൺസിലുകൾ രൂപീകരിക്കാം. അങ്ങനെ കൗൺസിൽ വന്നാൽ തീർച്ചയായിട്ടും ഇതുപോലെ പ്രവാസികളുടെ പ്രതിനിധികളെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. കേരളത്തിലെ അത്തരം കൗൺസിലിൽ മലയാളികളായിട്ടുള്ള പ്രവാസികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്താൻ കഴിയും. അതിനും ഒരു ഭരണഘടനാ ഭേദഗതി വേണ്ട, നിയമനിർമ്മാണം മതി എന്നുള്ളതാണ് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചത്. താങ്ക് യു സർ. അടുത്തതായി ശ്രീ ദിനേശ് ചന്ദന. ബഹുമാന്യരെ, ഇവിടെ നടന്ന ചർച്ചയിൽ ഇന്നത്തെ പ്രവാസം, നാളത്തെ പ്രവാസം ആണ് കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടത്. തിരികെ വന്നവരുടെ വിഷയത്തിൽ വളരെ കുറച്ച് മാത്രമാണെങ്കിലും നമ്മുടെ നാട്ടിലെ പ്രവാസത്തിൻ്റെ ദുരിത കാലഘട്ടത്തിൽ
വിദേശത്ത് പോയി മടങ്ങി വന്ന ഒരു വലിയ സമൂഹം ഇന്ന് നാട്ടിലുണ്ട്. ഇന്ന് നിരവധി ക്ഷേമ പദ്ധതികൾ നോർക്ക ക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെ നടപ്പാക്കുന്നുണ്ടെങ്കിലും അന്യം നിന്ന് പോകുന്ന ഒരു വലിയ സമൂഹം, നമ്മൾ നേരത്തെ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പറഞ്ഞ പോലെ 60 വയസ്സ് കഴിഞ്ഞ ആനുകൂല്യങ്ങൾക്കൊന്നും അർഹരല്ലാത്ത ഒരു സമൂഹമുണ്ട്. ഞങ്ങൾ നിരവധി തവണ ഈ ആവശ്യം ഉന്നയിച്ചു വരുന്നു, നാളെയും ഉന്നയിക്കും. ഇത് എന്നുവരെ നടപ്പാകുന്നോ അന്നുവരെ ആവശ്യപ്പെടും. 60 വയസ്സ് കഴിഞ്ഞവരുടെ കാര്യത്തിൽ പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതാണ് ഒരു നിർദ്ദേശം. ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പറഞ്ഞതുപോലെ ഒരു മാസം 8-9 കോടി രൂപ ക്ഷേമനിധി അംശാദായമായി വരുമ്പോൾ ഏതാണ്ട് 14 കോടി രൂപ പെൻഷൻ നൽകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. 5 കോടി രൂപ പ്രതിമാസം സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ചിലവഴിക്കുകയാണ്. പല കാരണങ്ങളാലും അത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന സംശയം നിലനിൽക്കുമ്പോൾ തന്നെ പ്രവാസി കോൺഗ്രസ് കഴിഞ്ഞ ലോ കേരള സഭയിലും നിരവധിയായ ചർച്ചകളിലും വളരെ ഫലപ്രദമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇത് ക്ഷേമനിധിയിലേക്ക് വിവിധ അതിൻ്റെ ബൈലോയിൽ പറയുന്ന തരത്തിലുള്ള നിരവധി ഫണ്ട് സമാഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അതിനെപ്പറ്റിയൊരു വേദിയല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ, അതുപോലെ തന്നെ പ്രവാസി ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നിരവധിയായ ചർച്ച ഇവിടെ നടന്നു, നിരവധി നിർദ്ദേശങ്ങളും വന്നു. കേരളത്തിലെ പ്രവാസി സഹകരണ സംഘങ്ങൾ സാമ്പത്തികമായി അതൊരു വലിയ പ്രസ്ഥാനങ്ങളായിരിക്കില്ലെങ്കിൽ പോലും അതിൻ്റെ അപ്പെക്സ് ബോഡി ഒരു പ്രവാസി ഫെഡ് എന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തി നമുക്ക് വിശ്വസ്തമായ പ്രവാസികളെ അതിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ച് വിദേശത്ത് നിന്ന് നിരവധി കമ്പനികൾ, ചെറിയ സിയാൽ മോഡൽ കമ്പനികൾ രൂപപ്പെടുത്തി പ്രാദേശികമായി നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പ്രദേശപരമായി, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഈ ജില്ലയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത് നിരവധി സംരംഭങ്ങൾ ആരംഭിക്കാവുന്ന തരത്തിൽ പൊതുവികസനത്തിന് ഉതകുന്ന ഒരു പ്രവാസി ഫണ്ട് രൂപപ്പെടുത്തണമെന്ന നിർദ്ദേശവും കഴിഞ്ഞ ലോ കേരള സഭയിൽ ഉൾപ്പെടെ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദമായ ചർച്ചകൾക്ക് അവസരമുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം എന്ന അഭിപ്രായത്തോടെ നിർത്തുന്നു. വേദി തന്നതിൽ നമസ്കാരം, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. Next is Professor Stephen Taylor, Department of Geography and Environmental Sciences, Northumbria University. Sir, welcome, sir. Okay, hello, thank you for having me. I'm going to be very brief because I thought I was just here to observe. And apologies that this is going to be in English. So I'm a professor in the Centre for Global Development at Northumbria University, Newcastle upon Tyne, UK, and for the past 20 years I've been researching and working on the relationship between Indian international migration and development, and particularly the role of the Indian diaspora. Firstly in Punjab, but more recently in Kerala, working with Dr. Rajan, in collaboration with Dr. Rajan, to look at the role of the Keralan diaspora in the development of the state of Kerala. And we've also welcomed a number of masters and PhD students from Kerala to our university to study the role of the diaspora in the development of Kerala. And we're also bringing students from the UK to Kerala to observe the development of the state, and particularly the role of the diaspora. I suppose most of my work has focused on the relationship between international migration and inclusive development, so the importance of the role of the diaspora and the benefits of migration cutting across categories of gender and region and religion and caste, and particularly to focus on also, which a number of the other speakers have mentioned, the social costs of migration, just to emphasize the fact that although there have been great gains and tremendous successes from the role of the diaspora in the development of the states that I've studied, Punjab and Kerala, just to bear in mind that development is not just about economic development, that there are other aspects to development which it's important to consider when looking at the role of the diaspora. And most recently, I've been working on a project with Dr. Rajan looking at the
relationship between climate change and migration and development, and particularly the tremendous role of diaspora organisations across the globe, Carolan diaspora organisations, particularly in the UK and the UAE, in fighting or trying to mitigate the effects of climate change within Kerala, and particularly the efforts, the unifying efforts around the floods in 2018. Okay, so that's what I've been doing, and thank you very much for having me. Thank you, sir. Thank you for your good words and valuable comments. അടുത്തതായി ശ്രീ കലാപ്രേമി ബഷീർ. പ്രിയമുള്ളവരെ, ഞാൻ ഒരു പ്രവാസിയാണ്. എനിക്ക് 85 വയസ്സായി. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് 40-40 വർഷം മുമ്പ് ഗൾഫിൽ പോയി. ബഹുമാനപ്പെട്ട ഈ വിശ്വപ്രവാസി പ്രതിഭയായ ശ്രീ എം.എ. യൂസുഫ് അലി അദ്ദേഹത്തിൻ്റെ കട തുടങ്ങിയപ്പോൾ അദ്ദേഹവും സാധനങ്ങൾ ഇറക്കുന്ന ജോലിയിൽ ഞാനും അദ്ദേഹത്തിൻ്റെ സഹായിയായി. 1 വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അദ്ദേഹം കോടീശ്വരനായി, ഞാനിവിടെ വന്ന് ദരിദ്രനായി. അദ്ദേഹമാണ് പിന്നെ എനിക്ക് വന്നൊരു വീട് വെച്ച് തന്നത്. അപ്പോൾ എനിക്ക് 85 വയസ്സായി. എനിക്ക് പെൻഷൻ കിട്ടുമോ? കിട്ടില്ല. അതുകൊണ്ട് 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ ഉണ്ടാക്കുന്നുള്ള തീരുമാനം അംഗീകരിക്കണം. രണ്ടാമത്, ബഹുമാനപ്പെട്ട യൂസുഫ് അലിയെ പോലെ തന്നെ ഈ ലോകമാകമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രവാസി പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തൊരു മഹാനാണ് ഡോക്ടർ ആസാദ് മൂപ്പൻ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 3 പെൺമക്കളുണ്ട്, 5 പേരക്കുട്ടികളുണ്ട്. നമ്മുടെ കുട്ടികൾ നമ്മുടെ രാജ്യത്തോട്, കേരളത്തോട്, മാതൃരാജ്യത്തോട് സ്നേഹം കാണിക്കുന്ന കാര്യത്തിൽ അലവും കുറവ് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? ഇവിടെ പ്രവാസി ലോകത്ത് പോയി കഷ്ടപ്പെട്ട് പണമുണ്ടാക്കുന്ന പല ആളുകളുടെ മക്കൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടനും അമേരിക്കയിലും ലണ്ടനിലും എല്ലാം പോകുകയാണ്. പഠിത്തവും ജോലി എന്ന് പറയും, അവിടെ വളരെ വിഷമിക്കുന്നു. ചില വലിയ ആളുകൾ അവിടെ സിറ്റുവേഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിനെ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിനെയും പുറത്തുള്ള കേരളത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ രാജ്യസഭയിലേക്കും, ഇപ്പോൾ പ്രവാസികൾ വോട്ടവകാശം വന്നിട്ട് ഒരുപാട് നാളായി ഒന്നും ഒരു തീരുമാനമായില്ല. അതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റികൾ, ഗൾഫ് രാജ്യങ്ങളുമായി വിദേശമായി ബന്ധമുള്ള ഉന്നതമായ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കേണ്ടതാണ് ആദ്യത്തെ പ്രശ്നം. അതിന് ഈ നോർക്ക ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ പറഞ്ഞു ലോക കേരള സഭയുണ്ടായി, ആളുകൾ തീർത്തു. നോക്കണ്ട, ഞാൻ കേരള പ്രവാസി ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആദ്യം നോർക്ക യോഗം വിളിച്ചു കൂട്ടി പ്രവാസികളെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കണം. എൻ്റെ പാർട്ടി പറഞ്ഞു, പ്രവാസി ലീഗ് പറഞ്ഞ് 100 പേര് കൊടുക്കാൻ. ഞാൻ എഴുതി പറഞ്ഞ് 100 പേര് പങ്കെടുക്കുന്നു. പിറ്റേ ദിവസം UDFൻ്റെ കൺവീനറിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അതിൽ പേര് കൊടുക്കരുത്, നിങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞു. ഞാൻ പ്രവാസി ലീഗ് നേതാവിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ട് നമ്മളെ പാർട്ടി പറഞ്ഞില്ലല്ലോ പേര് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ 10 പേര് കൊടുത്തു, 10 പേരുടെ പേര് കൊടുത്തു. പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇതിൽ പങ്കെടുക്കേണ്ടെന്ന്. ഞാൻ പ്രവാസിയാണ്. എന്നോടൊപ്പം മുസ്ലിം ലീഗ് നേതാവ് സുധീർ, KMCCയുടെ UAE വലിയ നേതാവായിരുന്ന ബാദ്ഷാ, സിദ്ദീഖ്, 10 പേര് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ആര് നടത്തുന്നതല്ല, എന്ത് നടത്തുന്നു എന്ന് നോക്കി നമ്മൾ പരിഹരിക്കണം. പിണറായി വിജയനെ വോട്ട് പറഞ്ഞ് മാറ്റി നമ്മൾ അധികാരത്തിൽ വന്നിട്ട് നമുക്ക് നടത്താം. അതിന് വയ്യല്ലോ. ഞങ്ങളെ പാർട്ടി ഇന്നലെ KPCC നേതാവ് പറഞ്ഞത് പട്ടിയെന്നാണ്, അയാൾക്ക് തിരിച്ചു പറഞ്ഞ് മൃഗമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെന്തു പറഞ്ഞാലും ശരി, നാം ഒന്നിച്ച് നമുക്ക് വേണ്ടി, പ്രവാസികളാണ് ഈ രാജ്യത്തെ നട്ടല്, അതിനുവേണ്ടി ഒന്നിച്ച് നിൽക്കണം. അതിന് ഈ സെമിനാർ വളരെയധികം പ്രയോജനം ചെയ്തു വന്ന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചു നിൽക്കുന്നു. അഭിവാദനങ്ങൾ. നന്ദി സർ. അടുത്തതായി ശ്രീ PK അബ്ദുള്ള. ബഹുമാന്യരായ വേദിയിലിരിക്കുന്നവർ, സർവോപരി ആദരപൂർവ്വം ഇവിടെ വന്നു ചേർന്നുള്ള പ്രിയങ്കരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് കുടിയേറ്റത്തിൻ്റെ പുതിയ മാനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനധികൃതമായി കുടിയേറ്റം നടത്തി ഗൾഫ് കുടിയേറ്റം അധികൃതമാക്കിയവരാണ് നമ്മൾ. പൂർവ്വകാല കുടിയേറ്റത്തിൻ്റെ അനുഭവങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ ലോഞ്ചിലൂടെ സഞ്ചരിക്കപ്പെട്ടുകൊണ്ട് വിവിധ അറേബ്യൻ സൈനിക മണ്ഡലങ്ങൾ കീഴ്പ്പെടുത്തിയ നമുക്ക് പിന്നീടുള്ള കാലം സുവർണവർണ്ണ കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ പുതിയ തലമുറകൾ കുടിയേറ്റം നടത്തപ്പെടുന്നത് വിവിധ യൂറോപ്യൻ, കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും മറ്റ് ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്കുമാണ്.
ഈ ഘട്ടത്തിലുള്ള കുടിയേറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമുക്ക് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് അത് അനധികൃത കുടിയേറ്റമാണ്. ക്രൈസിസ് കാലഘട്ടങ്ങളിൽ, സർവോപരി കോവിഡ് പാൻഡമിക് പോലുള്ള മഹത്തായ ദുരിത കാലഘട്ടങ്ങളിൽ അനധികൃതമായി ചെയ്യപ്പെട്ട മനുഷ്യരുടെ ദുരന്തത്തെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയണം. നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ പ്രവാസികൾ സംഘടിത പ്രസ്ഥാനത്തിൻ്റെ ഗൗരവമായ വഴികളിലൂടെയാണ് പുതിയ കുടിയേറ്റത്തിൻ്റെ വഴിത്തിരിവുകളെ, അതിൻ്റെ ശേഷിപ്പുകളെ കൃത്യമായി പരിശോധിച്ച് കുടിയേറ്റക്കാരെ സംരക്ഷിക്കാനുള്ള ഇടപെടലുണ്ടായത്. നമുക്കറിയാം, ഞാൻ കേരള പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ്. കേരള പ്രവാസി സംഘം രൂപപ്പെട്ടതിന് ശേഷമാണ് കേരളത്തിൻ്റെ പ്രവാസി സംഘടിത സ്വഭാവത്തിൻ്റെ രൂപഘടന മാറിപ്പോയത്. അതുവഴിയാണ് പുതിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്താൻ സാധിക്കപ്പെട്ടത്. അപ്പോൾ കുടിയേറ്റത്തിൻ്റെ വഴിത്തിരിവുകൾ അധികൃതമാക്കാനുള്ള സമീപനം സ്വീകരിക്കപ്പെടണം. ക്ഷേമതയും ഒട്ടേറെ ആനുകൂല്യങ്ങളുമെല്ലാം നോർക്കയുടെ ഏറ്റവും മഹത്തായ സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതൊന്നുമില്ലാത്ത കാലത്ത് കൊടിയും പിടിച്ച് നടന്ന കേരളത്തിലെ ആളുകൾ പ്രവാസി സംഘത്തിൻ്റെ കീഴിലും ഇപ്പോൾ പ്രവാസി ലീഗിൻ്റെ ബഹുമാന്യനായ നേതാവ് പറഞ്ഞതുപോലെ സംഘടിത പ്രസ്ഥാനത്തിൻ്റെ കരങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ ഈ കേരളക്കരയിൽ പ്രവാസി സമൂഹത്തിൻ്റെ ഭാവി ജീവിതത്തെ സമ്പൂർണ്ണമാക്കാൻ നോർക്കയ്ക്കാവുന്നതെല്ലാം ചെയ്യുന്നതോടൊപ്പം കേരളമാകെ കേന്ദ്ര ഗവൺമെൻറ്റിന് നൽകപ്പെടേണ്ട നേട്ടങ്ങൾക്ക് വേണ്ടി കൈകോർക്കണം എന്ന് മാത്രം സൂചിപ്പിക്കപ്പെട്ടുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി ശ്രീമതി നബീസ ടീച്ചർ. ശ്രീമതി നബീസ ടീച്ചർ. വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ ഗാർഹിക തൊഴിലാളികളായ വനിതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗാർഹിക തൊഴിലാളികളായിട്ട് മറ്റ് നാടുകളിലേക്ക് പോകുന്ന ആളുകൾ ശരിയായ രീതിയിലുള്ള ഒരു രേഖകളും അവർക്കില്ലാതെ അനധികൃതമായിട്ട് കുടിയേറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഗാർഹിക തൊഴിലാളികളുടെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഗാർഹിക തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അതിങ്ങനെ തുടർന്ന് പോകുകയാണ്. ആദ്യം മുതലേ തുടർന്ന് പോകുന്നു. അതിപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിന് പണ്ട് ശരിയായ രീതിയിൽ ഇവർക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ട് അയക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് കഴിയാത്ത അവസ്ഥയുണ്ട്. ആ റിക്രൂട്ട്മെൻറ്റ് തുടരാൻ നോർക്കയ്ക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. താങ്ക് യു. അടുത്തതായി ശ്രീമതി ജയലക്ഷ്മി. ജയലക്ഷ്മിക്ക് ശേഷം ശ്രീ സലീം പള്ളിവിള. ബഹുമാന്യരെ, കോവിഡ് സമയത്ത് നിരവധി തൊഴിലാളികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ശമ്പള കുടിശ്ശിക ലഭിക്കാതെ തിരികെ പോരുന്നത്. അവർക്ക് നഷ്ടമായ തുക നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ ചെയ്യുവാൻ സർക്കാരിന് സാധിക്കുമോ? മറ്റൊന്ന്, പ്രവാസി ഭദ്രത മൈക്രോ. ഗവൺമെൻറ് തിരികെ വരുന്ന കോവിഡിന് സമയത്ത് ഗവൺമെൻറ് തിരികെ വരുന്ന അവർക്കൊരു 5 ലക്ഷം രൂപ വീതം കൊടുത്തുകൊണ്ടിരുന്നതാണ്. അത് 2021 നിർത്തി. സ്വയം തൊഴിലുകൾ കണ്ടെത്താനും അവരെ പുനരധിവസിക്കാനും വേണ്ടിയുള്ള ഒരു തുകയായിരുന്നു. KSF വഴിയായിരുന്നു അത് കൊടുത്തുകൊണ്ടിരുന്നത്. അത് വീണ്ടും ഒന്ന് പുനരാലോചിക്കണമെന്ന് ഞാനിവിടെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. അടുത്തതായി ശ്രീ സലീം പള്ളിവിള. അതിനുശേഷം ശ്രീ പ്രശാന്ത് കൂറ്റമ്പള്ളി.
ആദരണീയനായ മന്ത്രി ശ്രീ അഹമ്മദ് ദേബർകോവിൽ, ഈ സെമിനാറിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ രവിരാമൻ സാർ, മറ്റ് ആദരണീയരെ, ഇവിടെ വളരെ വിശദമായ ചർച്ചകൾ, പ്രവാസ ലോകം, കേരളീയ പ്രവാസി സമൂഹം ഇന്നലെ ഇന്ന് നാളെ എന്നുള്ള വളരെ ബൃഹത്തായ ഒരു ചർച്ചയാണ് നടന്നത്. അതിൽ പ്രവാസി കോൺഗ്രസിൻ്റെ നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കാനുള്ളത്, ഞങ്ങൾ വിവിധ വേദികളിൽ ഇതിനു മുമ്പ് ലോക കേരള സഭ അടക്കം നമ്മുടെ കേരള നിയമസഭയുടെ പ്രവാസി സബ്ജക്റ്റ് കമ്മിറ്റിയിലും ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. നോർക്ക നടപ്പാക്കുന്ന പ്രവാസി പുനരധിവാസ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ, ഇപ്പോൾ പേൾ പദ്ധതി പോലുള്ള താഴേക്കിടയിൽ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന പദ്ധതി, അതുപോലുള്ള പദ്ധതികൾ കുറേ ജനാധിപത്യപരമാകുന്നതിന്, അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ഉണ്ടാകുന്നത് യഥാർത്ഥ കൈകളിൽ ആ പദ്ധതി എത്തുമ്പോഴാണ്. അത്തരം ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടി ഗ്രാമസഭകൾ, പ്രവാസി ഗ്രാമസഭകൾ വിളിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. 2, പ്രവാസി കോൺഗ്രസിൻ്റെ മറ്റൊരു നിർദ്ദേശം, നോർക്ക പദ്ധതികൾ, ഇതുപോലെ നടപ്പാക്കുന്ന സബ്സിഡിയോടുകൂടി നടപ്പാക്കുന്ന പദ്ധതികൾ നോർക്കയും നബാർഡും കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രവാസി സഹകരണ സംഘങ്ങളിലൂടെ നടപ്പാക്കുന്നതിനുള്ള ഒരു പദ്ധതി കൂടി ആവിഷ്കരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ശ്രീ പ്രശാന്ത് കൂറ്റമ്പള്ളി, അതിനുശേഷം ശ്രീ VK റാവുഫ്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്കുള്ള നിയമപരിരക്ഷയെ സംബന്ധിച്ചാണ്. നമ്മുടെ പ്രവാസികൾ പലപ്പോഴും നിസ്സാരമായ കേസുകളിൽപ്പെട്ട് ആവശ്യമായ നിയമസഹായം കിട്ടാതെ പ്രയാസപ്പെടുന്ന അവസ്ഥകളുണ്ട്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം വിദേശത്തുള്ള ഭാഷകളിലില്ലാത്ത അവരുടെ പ്രാവീണ്യക്കുറവുണ്ട്. ഇപ്പോൾ അറബി ഭാഷകളിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളായ ആളുകൾക്ക് നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ പ്രാവീണ്യക്കുറവുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പലപ്പോഴും അവിടെയുടെ നിയമം കുറച്ചുകൂടി കടുത്തതാണ്. ആ നിയമത്തിന് ആവശ്യമായ രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകുന്നു. അതുമാത്രമല്ല, പലപ്പോഴും അവിടെ നിയമസഹായം തേടാൻ വേണ്ടിയുള്ള വലിയ ഫീസ് കൊടുക്കേണ്ട സ്ഥിതി സ്വാഭാവികമായും ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ചെറിയ ചെലവിൽ, കുറഞ്ഞ ചെലവിൽ അവർക്ക് സഹായം ഉണ്ടാക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിനും നോർക്കയ്ക്കും എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന്, പരമാവധി പ്രവാസികൾക്ക് ഇത്തരം സാഹചര്യത്തിൽ സൗജന്യമായ നിയമസഹായം എത്തിക്കാൻ വേണ്ടി സാധിക്കുക. ഈ വിഷയങ്ങൾ വളരെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം സാഹചര്യത്തിൽ നിസ്സാര കേസുകളിൽപ്പെട്ട് പലപ്പോഴും അവരുടെ പ്രയാസങ്ങൾ പറയാതെ നിസ്സഹായമായ അവസ്ഥയിൽ കേസുകളിൽപ്പെട്ട് ഒരുപാട് ആളുകൾ ജയിലിൽ കഴിയുന്നവരുണ്ട്. അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെടുന്നവരുണ്ട്. ജോലി ചെയ്യുന്നിടങ്ങളിൽ നിസ്സാര തെറ്റുകൾ ഫലിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ പ്രയാസം അനുഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നോർക്കയ്ക്കും ഗവൺമെൻറ്റിനും പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് പ്രവാസികൾക്ക് നിയമസഹായം എത്തിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ നമ്മെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. താങ്ക് യു. അടുത്തതായി ശ്രീ VK റാവുഫ്. ശ്രീ VK റാവുഫ്. അടുത്തതായി ശ്രീ മുബാറക് സനിയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രവാസി സുഹൃത്തുക്കളെ, ഈ സെഷന് വളരെ എഡ്യൂക്കേറ്റീവായിരുന്നു. ഒരുപാട് മേഖലകളെ പരാമർശിച്ചുകൊണ്ടാണ് കേരള പ്രവാസി സമൂഹം അതിൻ്റെ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. ഇതിൽ ഒരു വിഷയം വളരെ, ഇപ്പോൾ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞിട്ടുള്ള ദുബായ് മോഡൽ എന്തുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത്. വി മെയ്ഡ് ദുബായ്, വി ഇന്ത്യൻസ് ഹാവ് ദ പ്രൈം റോൾ ഓൺ മേക്കിംഗ് ദുബായ്. അതിൽ തന്നെ നമ്മൾ മലയാളികൾ വലിയ രൂപത്തിൽ സംഭാവന നൽകിയിട്ടുണ്ട്.
പക്ഷേ അതുപോലെയുള്ള ഒരു മോഡൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ പ്രവാസി സമൂഹത്തിന് എന്തുകൊണ്ട് കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല? വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട വിഷയമാണ് നമ്മൾ. അതിലൊരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു തൊഴിൽ സംസ്കാരമുണ്ട്. ഇപ്പോൾ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ GCC രാജ്യങ്ങളാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സ്. അവിടേക്ക് ചേക്കേറിയിട്ടുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ എന്ത് ജോലി എടുക്കാൻ തയ്യാറാവുന്ന സമയത്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വളരെ നിഷ്ക്രിയമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ അതിഥി തൊഴിലാളികളായിക്കൊണ്ട് 25 ലക്ഷം മുതൽ 30 ലക്ഷം വരെയുള്ള അതിഥി തൊഴിലാളികൾ നമ്മുടെ ഈ സൊസൈറ്റിയിലുണ്ട്. വളരെ ഗൗരവമായിക്കൊണ്ട് എങ്ങനെ നാം വിദേശ രാജ്യങ്ങളിൽ വിശിഷ്യ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നമ്മുടെ തൊഴിൽ നാം നൽകിയിരുന്നു, നമ്മുടെ മനുഷ്യശേഷി നാം നൽകിയിരുന്നു, അതിന് സമാനമായിട്ടുള്ള ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു വൈജ്ഞാനിക സമ്പദ്ഘടന എന്ന രൂപത്തിലേക്ക് കേരളം പോകുന്ന സമയത്ത് വലിയ അനുഭവ സമ്പത്തുള്ള നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പെടുത്തുകൊണ്ട് അതിന് അനുകൂലമായിക്കൊണ്ട് അതിൽ ഭാഗമാക്കിക്കൊണ്ട് ഈ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ കേരളത്തെ ദുബായ് മോഡലുള്ള ഒരു മിനി സ്റ്റേറ്റാക്കി മാറ്റാനാണ് ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മൾ ഈ വിദ്യാഭ്യാസ മേഖല വളരെ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം എന്തുകൊണ്ട് വളരെയധികം കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു? അതിൻ്റെ പ്രധാന വിഷയം എന്ന് വെച്ചാൽ കൺവെൻഷണൽ മെത്തഡോളജി എന്നുള്ള യൂണിവേഴ്സിറ്റി ഷിഫ്റ്റിങ്, ആ മൈൻഡ് ഷിഫ്റ്റിങ് ഇപ്പോഴും അതേ രൂപത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നോർക്ക പോലെയുള്ള സംവിധാനത്തിന് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസം അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു ലീഡ് റോള് എടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഇതിന് അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ച് നിർത്തുന്നു. നമസ്കാരം, നന്ദി. താങ്ക് യു സർ. അടുത്തതായി ശ്രീ മുബാറക് സനി, അതിനുശേഷം അനിൽകുമാർ BL. ശ്രീ മുബാറക് സനി. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ആദ്യമായി തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളീയം എന്നുള്ള ഒരു സെക്കുലർ ആഘോഷം തുടങ്ങി വെക്കുകയും അതേറ്റവും ഗംഭീരമായിട്ട് സംഘടിപ്പിക്കുകയും ചെയ്ത ഇതിൻ്റെ സംഘാടകരും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അവസരം നൽകിയ പ്രവാസികൾക്ക് അവസരം നൽകിയതിലുള്ള നന്ദിയും ഇവിടെ അറിയിക്കുകയാണ്. അതിനെല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. എനിക്ക് ഒരു ചോദ്യം മാത്രമേ ഇവിടെ ഉന്നയിക്കാനുള്ളൂ. ഇവിടെ ഒട്ടേറെ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ തൊഴിൽ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. നോർക്ക ഇപ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിലെ തൊഴിൽ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി റിക്രൂട്ട്മെൻറ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട്. വളരെ ശ്ലാഘനീയമായിട്ടുള്ള അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചില കണക്കുകൾ ഇവിടെ സുമൻ ബില്ല സാർ ഇവിടെ അവതരിപ്പിച്ചു. പക്ഷെ ആ കണക്ക് അവതരിപ്പിച്ചപ്പോഴാണ് നമുക്ക് ഒരു കുറച്ചുകൂടി അതിൻ്റെ ഒരു വേഗത മതിയോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നത്. കാരണം 7 വർഷത്തോളം ഉള്ള പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ മൊത്തം നമ്മൾ നേടിയ നേട്ടം എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അതിൻ്റെ അളവ് നമുക്ക് ആവശ്യമുള്ളതുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുമ്പോൾ വളരെ വളരെ കുറഞ്ഞു പോകുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പം അങ്ങനെ വരുന്നതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലോകത്താകെ തന്നെ രൂപപ്പെട്ടു വരുന്ന ഈ തൊഴിൽ സാധ്യതകളെ വേണ്ട രീതിയിൽ കണ്ടെത്താനും ഉപയോഗപ്പെടുത്താനും അത് സമയാസമയങ്ങളിൽ തന്നെ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നതിന് നമ്മുടെ കുട്ടികളെ തയ്യാറാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ
വളരെ പരിമിതമാണോ എന്നുള്ള കാര്യം ഗൗരവമായിട്ട് നമ്മൾ പരിശോധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം നോർക്ക എന്ന് പറയുന്ന സർക്കാർ വകുപ്പും നോർക്ക റൂട്ട്സ് എന്നുള്ള കമ്പനിയും തമ്മിൽ പലപ്പോഴും ഒന്നിച്ചു ചേരുകയും മാറിപ്പോവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. നോർക്ക റൂട്ട്സ് എന്നുള്ള കമ്പനിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് എല്ലായിടത്തുമുള്ള നമ്മുടെ പ്രവാസി സംഘടനകളെയും കേരളത്തിൽ വന്നിട്ടുള്ള പ്രവാസി സംഘടനകളെയും മറ്റ് പല കമ്പനികളിലും ജോലി ചെയ്യുന്ന വളരെ എക്സ്പീരിയൻസ് ഉള്ള പ്രവാസികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പം നേരത്തെ ഹരിലാൽ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാസികളുടെ ഒരു പങ്കാളിത്തം അത് ഗവേണൻസിനകത്ത് അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് വലിയ ഗവേണൻസിന് പകരം നോർക്ക റൂട്ട്സിൻ്റെ പ്രവർത്തനത്തിനകത്തേക്കെങ്കിലും ഉൾച്ചേർത്തുകയാണെങ്കിൽ നമുക്ക് ഈ തരത്തിലൊരു 200-300 വർഷത്തിൽ എന്ന് പറയുന്ന തരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി വർദ്ധിപ്പിക്കാൻ കഴിയില്ലേ? അതിനെന്തെങ്കിലും സാങ്കേതികമായി തടസ്സമുണ്ടോ എന്നാണ് സുമൻ പിള്ള സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ഒക്കെ തന്നെ നഴ്സിംഗ്, ഡോക്ടർ എന്നുള്ള ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ്. അത് ഏറ്റവും ഈസി ആയിട്ട് നടക്കുന്നതായിരിക്കാം. പക്ഷേ മറ്റ് പല മേഖലയിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്റ്റെം എന്നൊക്കെ പറയുന്ന മേഖലക്കകത്തേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്നതിന് വേണ്ടി അതിന് എല്ലാവിധം, കാരണം ഒരു പ്രവാസത്തിൻ്റെ തുടക്കം മുതൽ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന് മരണം വരെയുള്ള എല്ലാ കാലഘട്ടത്തിലുള്ള പിന്തുണ എന്നുള്ള തരത്തിലേക്ക് മാറ്റുന്നതിന് പ്രവാസി സംഘടനകളുടെയും പ്രവർത്തകരുടെയും ഒരു അവരുടെ പ്രവർത്തനം കൂടി കൂട്ടിച്ചേർക്കുന്നതിനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുമോ എന്നാണ് എനിക്ക് ചോദ്യം. താങ്ക് യു സർ. അടുത്തതായി ശ്രീ അനിൽകുമാർ BL, അതിനുശേഷം ശ്രീ നൌഷാദ്. അനിൽകുമാർ BLനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ആദ്യമായിട്ട് കേരളീയം പോലുള്ള ഒരു സവിശേഷ പ്രോഗ്രാമിൽ പ്രവാസികളെ അംഗീകരിക്കുവാൻ തയ്യാറായ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ മനുഷ്യ ചരിത്രം ആരംഭിച്ച കാലം മുതൽ തന്നെ മനുഷ്യരുടെ കുടിയേറ്റവും ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് കേരള സമൂഹത്തിൽ ഒരു പുതിയ കുടിയേറ്റം രൂപപ്പെട്ടു വരികയാണ്. അതായത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ വിദേശത്തേക്ക് ധാരാളം വിദ്യാർത്ഥികൾ ഇന്ന് ലക്ഷങ്ങൾ കടം വിദ്യാഭ്യാസ ലോണും മറ്റുമൊക്കെ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായി പോകുന്നുണ്ട്. അതൊരു വലിയ എന്താണ് അതിൻ്റെ രഹസ്യം എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പലരും ഈ ഏജൻസികൾ നാട്ടിൽ ഇപ്പോൾ ഈ ഏജൻസികൾ കൂണുപോലെ മുളച്ചു പൊങ്ങുകയാണ്. നിരവധി നിത്യേന ഇങ്ങനെ ഫോൺ വഴി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ ചൂഷണത്തിന് നമ്മുടെ വിദ്യാർത്ഥികളെ ഇടയാക്കുന്ന ഒരു രീതി, പ്രവണത നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. അതിന് ഒരു നിയന്ത്രണമിടുവാൻ, അത് യഥാർത്ഥ കോഴ്സുകൾ ഏതാണ്, അത് ഏത് രീതിയിലാണ് അതിൻ്റെ അഡ്മിഷൻ എന്നും മറ്റുമുള്ള കാര്യങ്ങൾ, അതിനൊരു നിയന്ത്രണം ഉണ്ടാകാൻ നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. താങ്ക് യു സർ. അടുത്തതായി ശ്രീ നൌഷാദ്. Honorable Minister and other guests on the dais, വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കൾ, ഇവിടെ സംസാരിച്ചപ്പോൾ പ്രവാസി ഡിവിഡൻഡ് സ്കീമിനെ കുറിച്ച് പറഞ്ഞു. പ്രവാസി ഡിവിഡൻഡ് ഇൻവെസ്റ്റേഴ്സ് ഫോറത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ പ്രവാസികൾ പൊതുവെ അനുഭവിക്കുന്ന ഒരു പക്ഷേ 97% പ്രവാസികളും തിരികെ വരുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ പ്രവാസികൾക്ക് നാളെ എന്ത്, ഇന്നത്തെ പ്രവാസികൾക്ക് ഒരു പക്ഷേ ചെറിയ രീതിയിലുള്ള ഉപഹാരങ്ങളാണ് അല്ലെങ്കിൽ ഗുണമാണ് ഇതുകൊണ്ടുള്ളതെങ്കിലും ഇന്ന് ഇവിടെ നിന്ന് പ്രവാസ ജീവിതം തുടങ്ങുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നാളെ തിരികെ വരുമ്പോൾ
അവർക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം അവർക്ക് ഈ ഡിവിഡൻഡ് സ്കീമിലൂടെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഏകദേശം 1000-ഓളം ഡിവിഡൻഡ് സ്കീമിൽ ചേർന്ന ആൾക്കാർ പരസ്പരം നമ്മൾ സംസാരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കിയത്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ കൃത്യമായിട്ട് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. ഇവിടെ പ്രവാസികളെ പ്രവാസം തുടങ്ങുന്നത് മുതൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ ഏറ്റവും സെക്യൂർഡായി ഗവൺമെൻറ് ഉത്തരവാദിത്തത്തോടു കൂടി പ്രവാസികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഡിവിഡൻഡ് സ്കീം. ഞാനും ഇതിൽ പ്രചാരകനാവുകയാണ്. സർക്കാരിനോടൊപ്പം തന്നെ ഈ വിഷയം മാത്രം നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, ഇത് മാക്സിമം പ്രചാരണം നടത്തി ഒരു 4-5 ലക്ഷം ആൾക്കാർ ഇതിൽ ചേരുന്ന രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ മറ്റ് ഇതിലെ അംഗങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. തുടക്കമെന്നുള്ള നിലയിൽ മാത്രം പോരാ, തുടർന്നും അതുണ്ടാകണം. ഈ പ്രവാസി സമൂഹത്തിന്, ഇൻവെസ്റ്റേഴ്സിന്, ഏറ്റവും ചെറിയ ചെറിയ ആൾക്കാർക്ക് പോലും അവർ ഇൻവെസ്റ്റേഴ്സ് ആകുന്ന, നിങ്ങൾ മറ്റെന്ത് കൊടുക്കുന്നതിനേക്കാളും അവരുടെ പൈസയിൽ നിന്ന് അവർക്ക് തിരിച്ചു വരുമ്പോൾ മാസം ജീവിക്കാനുള്ള തുക അവരവരുടെ ജോലിയുടെ ശമ്പളത്തിൻ്റെ ആനുപാതികമായി അവർ ഈ സ്കീമിൽ അടയ്ക്കുമ്പോൾ അവർക്ക് കിട്ടുന്നെങ്കിൽ നിങ്ങൾ ഈ പ്രവാസി സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഇതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. അതിനു വേണ്ട കാര്യങ്ങൾ വെബ്സൈറ്റിലും വാട്സാപ്പ് സംവിധാനങ്ങളും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് അവസരം തന്ന സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രവാസി ഡിവിഡൻഡ് സ്കീം ഇൻവെസ്റ്റേഴ്സ് ഫോറം എന്ന സംഘടനയുടെ ആശംസകൾ ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സർ. അടുത്തതായി ചർച്ചകൾ ക്രോഡീകരിച്ച് സംസാരിക്കുന്നതിന് സെമിനാർ മോഡറേറ്ററായ ശ്രീ രവിരാമൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു. വീണ്ടും 5 മിനിറ്റ് ഇല്ല, കാരണം സാറിന് 10 മിനിറ്റ് മാത്രമേ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. കൃത്യം 1.5 മണിക്ക് നമുക്ക് ഇത് നിർത്തേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ 4 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഇവരുടെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ, ഗാർഹിക തൊഴിലാളികൾ, അവരവിടെ പോയി കഴിഞ്ഞാലുള്ള ഒരു സുരക്ഷയില്ലായ്മ പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അതിന് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മന്ത്രി അതിന് മറുപടി പറയും. മറ്റൊന്ന്, ഈ ഇൻവെസ്റ്റേഴ്സിന് എന്ത് സാധ്യതകളാണ് ഇനി പുതുതായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡയസ്പൊറ ബോണ്ട് എന്നൊക്കെ പറയുന്ന ആശയം ദിലീപ് രഥ നേരത്തെ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ റിസോഴ്സ് എങ്ങനെ നമുക്ക് ഡയസ്പൊറ ബോണ്ടിൽ വഴി റേസ് ചെയ്യാൻ പറ്റും, മൊബിലൈസ് ചെയ്യാൻ പറ്റും എന്ന ഒരു സാധ്യത നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടി വരും. 3, ഈ പ്രധാനമായിട്ടും ഈ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോയ ചില വിഷയങ്ങളും കൂടെ ഇവിടെ ചോദ്യങ്ങളായിട്ട് വന്നു, അല്ലെങ്കിൽ കമൻ്റായിട്ട് വന്നു. ഉദാഹരണത്തിന് ക്ലൈമറ്റ് ചേഞ്ചും അതും പ്രവാസി സമൂഹവും തമ്മിലുള്ള ബന്ധം, അത്തരം വിഷയങ്ങളും പുതുതായിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടി വരും. പിന്നെ ഈ സോഷ്യൽ കോസ്റ്റ് ഓഫ് മൈഗ്രേഷൻ, അത് പലരും ഊന്നി പറയുകയുണ്ടായി. ഒടുവിൽ വീണ്ടും നമ്മളെ മുൻ മന്ത്രി രാജു അടക്കം, അദ്ദേഹം അടക്കം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയം പ്രാതിനിധ്യം എന്നുള്ള വിഷയമാണ്. അത് പല രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഈ ഗ്രാമസഭ, പ്രാദേശിക ഗ്രാമസഭകളിൽ ഇവരുടെ പ്രാതിനിധ്യം എങ്ങനെ ഉറപ്പുവരുത്തും. മറ്റൊന്ന്, ഈ നമ്മുടെ നിയമസഭയിൽ തന്നെ ഇവരുടെ പ്രാതിനിധ്യം എങ്ങനെ ഉറപ്പുവരുത്തും. മൂന്നാമതൊന്ന്, ഇതൊക്കെ വരുന്നതിന് മുമ്പേ എങ്ങനെ നോർക്കയിൽ തന്നെ ഈ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ കഴിയും. ഇങ്ങനെ 3 രീതിയിലുള്ള ഒരു ഇടപെടലുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെയുള്ള പാർട്ടിസിപ്പൻസിന് ഉണ്ടായിട്ടുള്ളത്. ഇത്രയും മാത്രമേ പെട്ടെന്ന് പറയാനുള്ളൂ. പക്ഷേ ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങാം. നേരത്തെ ഉള്ള സർക്കാർ, ഇപ്പം ഇവിടെ പലരും പറയുകയുണ്ടായി, ഫണ്ട്, നമ്മുടെ സുമൻ പിള്ള തന്നെ ഹൈലൈറ്റ് ചെയ്തൊരു പോയിൻ്റ് ഉണ്ട്. അതായത് കഴിഞ്ഞ 7 വർഷത്തിനകം നമ്മുടെ വൈസ് ചെയർപേഴ്സൺ നമ്മുടെ വി കെ രാമേന്ദ്രൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ 7 വർഷത്തിനകം നമ്മൾ ആസൂത്രണ ഫണ്ട് എന്ന് പറയുന്ന പ്ലാൻ ഫണ്ടിൽ ഏതാണ്ട് 5 to 7 ഫോൾഡാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 5-6 ഇരട്ടി, ചിലപ്പോൾ 7 ഇരട്ടിയോളം വരും.
നമ്മൾ പിന്നീട് കൊടുത്ത പണം കൂടെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ 6-7 ഇരട്ടി പണം നമ്മൾ ഈ പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് തന്നെ നേരത്തെ വെറും 2000 മാത്രം ഉണ്ടായിരുന്ന പെൻഷൻ അത് 3000 റുപ്പീസായിട്ട് വർദ്ധിപ്പിച്ചു എന്നതും നമ്മൾ പ്രത്യേകം കാണേണ്ടതുണ്ട്. താങ്ക് യു സർ. സെമിനാർ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സെമിനാറിൻ്റെ ഉപസംഹാര പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട തുറമുഖം, മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിലിനെ സാദരം ക്ഷണിക്കുന്നു. സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനസ്സുകൊണ്ടും സാന്നിധ്യം കൊണ്ടും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ, അല്പം ക്ഷമാപണത്തോടു കൂടി ആരംഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സഞ്ചരിച്ച ട്രെയിൻ 4.25 മണിക്കൂർ വൈകിയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അതുകൊണ്ടാണ് എത്താൻ അല്പം വൈകിയത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. ആധുനിക പ്രവാസം ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ്. കുടിയേറ്റ നയങ്ങളിലും ലക്ഷ്യസ്ഥാനങ്ങളിലും തൊഴിലവസരങ്ങളിലും കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരം മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന വിപുലമായതും വൈവിധ്യമാർന്നതുമായ ചർച്ചകളാണ് സെമിനാറിൽ നടന്നത്. കുടിയേറ്റ സാന്ദ്രത ഏറിയതും പ്രവാസ പണത്തിൻ്റെ വലിയ സ്വാധീനമുള്ളതുമായ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച നയരൂപീകരണത്തിൽ ഇത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. കേരളീയത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കുന്ന നവകേരള വിഷൻ രേഖയിലേക്ക് ചർച്ചയിൽ നിന്ന് ഉയർന്നു വന്ന പ്രധാന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതാണ്. ഞാൻ ശ്രദ്ധയോടെ കേട്ട പ്രസംഗങ്ങളിൽ പ്രവാസികളിൽ ഒരു വിഭാഗത്തെ സ്പർശിച്ച് കണ്ടില്ല. കേരളത്തിൽ നിന്നും വളരെ കാലം മുമ്പ് തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ ബാംഗ്ലൂരിലും ബോംബെയിലും ഡൽഹിയിലുമൊക്കെ അധിവസിക്കുന്ന പ്രവാസികളുണ്ട്. അവരും ജോലി ആവശ്യാർത്ഥം മറ്റൊരു രാജ്യത്തല്ലെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, പട്ടണങ്ങളിൽ കുടിയേറാൻ നിർബന്ധമാക്കപ്പെട്ടവരാണ്. അവരുടെ താല്പര്യം കൂടി നാം പരിഗണിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പ്രവാസികളെയും അടുത്ത തലമുറകളെയും തിരികെ കേരളത്തിലേക്ക് ആകർഷിക്കുവാനുള്ള ശ്രമങ്ങൾ നയരൂപീകരണ തലത്തിൽ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സുസ്ഥിര തൊഴിൽ അവസരങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഇടപെടലിൽ ആരംഭിക്കാനുള്ള പദ്ധതികൾ ഇതിനോടകം തന്നെ പരിഗണനയിലുണ്ട്. സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം എന്നത്. പലരും സൂചിപ്പിച്ച ഒരു വിഷയം, 60 വയസ്സ് കഴിഞ്ഞ് തിരികെ എത്തിയ പ്രവാസികളെ പ്രത്യേകമായി പരിഗണിക്കണം എന്ന നിർദ്ദേശമാണ് പ്രത്യേകമായി ഉയർന്നു വന്നിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ നിലവിലുണ്ടെങ്കിലും വയോധികരായ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന പ്രവാസികളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികൾ പരിഗണിക്കാവുന്നതാണ്. നാടിൻ്റെ വികസനത്തിനായി ദശാബ്ദങ്ങളോളം കഷ്ടപ്പെട്ട പ്രവാസികളുടെ ക്ഷേമം നമ്മുടെ ഉത്തരവാദിത്തമാണ്. കേന്ദ്ര സർക്കാർ പ്രവാസി ക്ഷേമത്തിൽ സാമ്പത്തിക വിഹിതം നൽകണം എന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ്. പല തവണയായി സർക്കാർ ആവശ്യപ്പെട്ടിട്ടും അനുകൂലമായ നടപടികൾ ഉണ്ടായിട്ടില്ല. എങ്കിലും ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ ശ്രമമുണ്ടാകും. പ്രവാസികളുടെ വിവരശേഖരണം പ്രയാസമേറിയതാണ്. സെൻസസ് സാധ്യമല്ല. പലപ്പോഴും ആശ്രയമാകുന്നത് സാമ്പിൾ സർവേ ഡാറ്റയാണ്. സമഗ്ര വിവരശേഖരണത്തിനായി നോർക്കയുടെ നേതൃത്വത്തിൽ ഉള്ള ഡിജിറ്റൽ ഡാറ്റ പ്ലാറ്റ്ഫോം ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. കൂടാതെ വിശദ വിവരങ്ങൾക്കായി കേരള മൈഗ്രേഷൻ സർവേയും നടക്കുന്നുണ്ട്. ചർച്ചയിൽ ഉയർന്നു വന്നതുപോലെ കേരള മോഡൽ ഓഫ് ഡയസ്പോറ
സർവേയുടെ സ്ഥിര കുടിയേറ്റം നടത്തിയവരുടെ വിവരശേഖരണം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രവാസികളുടെ പങ്ക് വളരെ വലുതാണ്. അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. എന്നിരുന്നാലും പ്രവാസി നിക്ഷേപം കൂടുതൽ മേഖലകളിലേക്ക് വകമാറ്റുന്നുണ്ട്. അതിൽ തുടർന്നുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രവാസി നിക്ഷേപം പടിപടിയായി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആകർഷകമായ ശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. ഇതിനായി ഡയസ്പോറ ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡ് രൂപീകരണം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കാവുന്നതാണ്. ഇതിനോട് കൂട്ടി വായിക്കേണ്ട വിഷയമാണ് ഡയസ്പോറ സേവിങ്സ് വിപുലീകരിക്കുന്നതിനായി ഉള്ള പദ്ധതികൾ. പ്രവാസികളുടെ സമ്പാദ്യം വൈവിധ്യവൽക്കരിക്കേണ്ടതുണ്ട്. അതിനായി ഡയസ്പോറ ബോണ്ട് രൂപീകരിക്കണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നത് ഏറെ സ്വാഗതാർഹമാണ്. ലോക കേരള സഭ തുടർന്ന് കൊണ്ടുപോകേണ്ട ആവശ്യകത പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചു. പ്രവാസികളുടെ പ്രാതിനിധ്യ സഭയായ ലോക കേരള സഭ കൂടുതൽ വൈവിധ്യവൽക്കരിച്ച് കൂടുതൽ രാജ്യങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കി മുന്നോട്ട് പോകും. ലോകത്തിന് കേരളം നൽകുന്ന മറ്റൊരു മാതൃകയായി ലോക കേരള സഭ തുടരുമെന്നത് തീർച്ചയാണ്. മറ്റൊരു സുപ്രധാന നിർദ്ദേശം പ്രവാസി കുടുംബങ്ങളുടെ ക്ഷേമമാണ്. പ്രവാസികളുടെ കുടുംബാംഗങ്ങളുടെയും വയോധികരുടെയും ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനായി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കും. പ്രവാസികളെ സംബന്ധിച്ച ഗവേഷണങ്ങൾ നയരൂപീകരണത്തിന് വളരെ സഹായകരമാണ്. അതിനായി നിലവിലുള്ള സെൻറ്ററുകൾക്ക് പുറമെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത് പരിഗണനയിലുള്ള വിഷയമാണ്. വിദ്യാർത്ഥി കുടിയേറ്റം സർക്കാരിൻ്റെ സമഗ്ര പരിഗണനയിലുള്ള വിഷയമാണ്. ആയതിനാൽ അടിയന്തരമായി വിദ്യാർത്ഥി കുടിയേറ്റം മാനേജ് ചെയ്യുന്നതിനായി നോർക്കയുടെ നേതൃത്വത്തിൽ ഒരു സ്റ്റുഡൻറ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉടൻ തന്നെ രൂപീകരിക്കുന്നതാണ്. മറ്റു ഉയർന്നു വന്ന ഒരു വിഷയം പ്രവാസത്തിൽ നമ്മുടെ ഗാർഹിക തൊഴിലാളികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഗൗരവതരമായി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എമിഗ്രേഷൻ റൂൾസ് അനുസരിച്ച് സ്പോൺസർമാരിൽ നിന്ന് ആവശ്യമായ എല്ലാ അഗ്രിമെൻറ്റുകളും സൈൻ ചെയ്യപ്പെട്ടുകൊണ്ടാണ് എംബസി മുഖേന അനുവാദത്തോടു കൂടിയാണ് അവർ അവിടെ തൊഴിൽ സ്വീകരിക്കുന്നതെങ്കിൽ അവർക്ക് ആവശ്യമായ സുരക്ഷ എംബസി മുഖാന്തരം ലഭിക്കും എന്നത് സത്യമാണ്. പക്ഷെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കുറഞ്ഞ ശമ്പളത്തിൽ ഗാർഹിക തൊഴിലിന് പോകുന്ന സ്ത്രീ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ല പോകുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പല ഏജൻറ്റുമാരും അവരുടെ എമിഗ്രേഷൻ പലതരത്തിലും തരപ്പെടുത്തി കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത് എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ പരിരക്ഷ അത്തരം തൊഴിലാളികൾക്ക് ലഭിക്കാൻ ഏറെ പ്രയാസമുണ്ടാകും. ഒന്നുകിൽ നിയമത്തെ പരിപൂർണമായി അംഗീകരിക്കാൻ നാം തയ്യാറാകണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ എമിഗ്രേഷൻ നിയമത്തിൽ പുതിയ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കേണ്ടതായി വരും. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി അത്തരം ഒരു ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ സഹായം ലഭ്യമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ആ കാര്യങ്ങളിലും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന കാര്യം ഗവൺമെൻറ് ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുമെന്നുകൂടി പറഞ്ഞുകൊണ്ട് വളരെ സജീവമായി ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ള അംഗങ്ങളെ കേരള ഗവൺമെൻറ്റിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഇതെല്ലാം അർഹമായ പ്രാധാന്യത്തോടെ പരിഗണിച്ച് സർക്കാർ പരിഗണിക്കുന്നതാണ്. സക്രിയമായ ചർച്ച സാധ്യമാക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു ചെറിയ ചടങ്ങ് ബാക്കിയുണ്ട്. കൂടി ബാക്കിയുണ്ട്. അടുത്തതായി കേരള സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാനലിസ്റ്റുകൾക്ക് നോർക്ക റൂട്ട്സിൻ്റെ ഭാഗത്തു നിന്നും ഉപഹാരം നൽകുന്നതിന് ബഹുമാനപ്പെട്ട തുറമുഖം മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിലിനെ സാദരം ക്ഷണിക്കുന്നു. ആദ്യമായി ശ്രീ
Dr. Asad Moopan, Founder, Chairman and Managing Director, Asad DM Healthcare. Dr. Babu Stephen, CEO of DC Healthcare and Chairman, Fokana. Sri PT Kunju Muhammad, former Chairman, Kerala Pravasi Welfare Board. Srimati Sheila Thomas, former Additional Chief Secretary, Government of Kerala. Dr. Rdaya Rajan, Chairman, International Institute of Migration and Development. Sri O.V. Mustafa, Director, Norka Routes. Sri C.V. Rappai, Director, Norka Routes. Dr. K.N. Harilal, former member, Kerala State Planning Board. Dr. Jinu Sakriya Uman, Visiting Professor, IIMAD. Sri K.V. Abdul Khader, Chairman, Kerala Pravasi Welfare Board. അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ കെ ഹരികൃഷ്ണൻ നമ്പൂതിരിയെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരളീയം 2023 ഭാഗമായി കേരളവും പ്രവാസി സമൂഹവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഇവിടെ സംഘടിപ്പിച്ച സെമിനാറിന് സമാപനം കുറിക്കുന്ന മുഹൂർത്തമാണിത്. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് കേരളീയ പ്രവാസി സമൂഹത്തെ ആസ്പദമാക്കി ഇത്ര വിശാലമായ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. ചിന്ത എന്നാൽ ചലനമാണ്. ശ്രദ്ധേയമായ പ്രഭാഷണങ്ങൾ കൊണ്ടും അർത്ഥപൂർണമായ ചർച്ച കൊണ്ടും ഈ സെമിനാർ നമുക്ക് പ്രവാസി സമൂഹത്തിന് പുതിയ ഊർജവും ഉന്മേഷവുമാണ് സമ്മാനിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായ പ്രവാസി സമൂഹത്തിൻ്റെ പുരോഗതിക്കും ക്ഷേമത്തിനും ഈ സെമിനാർ ഉപകാരപ്പെടും എന്നത് എടുത്തു പറയേണ്ടതാണ്. ഈ സെമിനാർ ഔപചാരികമായി ആമുഖ പ്രഭാഷണം നടത്തി തുടക്കം കുറിച്ച കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ കൃഷ്ണൻകുട്ടി അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ സെമിനാറിൽ ഉപസംഹാര പ്രസംഗം നടത്തി ഈ വേദിയെ ധന്യമാക്കിയ കേരളത്തിൻ്റെ പോർട്ട് തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് അറവുകോളിനെ ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നോർക്കയുടെ വിവിധ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദമായി പ്രസൻറ്റേഷൻ അവതരിപ്പിച്ച നോർക്ക ഇൻഡസ്ട്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ സുമംബിൽ IAS അവർക്കുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അർത്ഥപൂർണമായ അതുപോലെ ശ്രദ്ധേയമായ പ്രഭാഷണം കൊണ്ട് ഈ സെമിനാറിനെ സമ്പുഷ്ടമാക്കിയ ശ്രീ ആസാദ് മൂപ്പൻ, ശ്രീ ബാബു സ്റ്റീഫൻ, ശ്രീ PT കുഞ്ഞു മുഹമ്മദ്, ശ്രീ അബ്ദുൽ ഖാദർ, ശ്രീമതി ഷീല തോമസ്, ശ്രീ K.N. ഹരിലാൽ, ശ്രീ ഇദയരാജൻ, ഡോക്ടർ ജിനു സക്കറിയ, ശ്രീ CV റപ്പായ്, ശ്രീ O.V. മുസ്തഫ, വീഡിയോയിലൂടെ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ദിലീപ് റാത്ത ആൻഡ് ശ്രീ ഡേവിഡ് ഹോവാത്ത്, അതോടൊപ്പം ഈ സെമിനാറിൻ്റെ മോഡറേറ്ററായി സജീവമായി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രവിരാമൻ സർ എന്നിവർക്കുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ സെമിനാറിൽ സജീവ പങ്കാളിത്തം നൽകിയ വിവിധ പ്രവാസി സംഘടനകളുണ്ട്. പ്രവാസി സംഘം, പ്രവാസി കോൺഗ്രസ്, പ്രവാസി ലീഗ്, അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രവാസി സഹോദരി സഹോദരന്മാർക്കും ഈ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.
അതുപോലെ ഈ സെമിനാർ ഈ ഒരു രീതിയിൽ നമ്മളെ നടത്താൻ സഹായിച്ചത് ഇന്ത്യയിലെ പ്രമുഖ നാഷണലൈസ്ഡ് ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയാണ്. ആ ബാങ്ക് ഓഫ് ബറോഡയോടുള്ള അഗൈതമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഈ സെമിനാർ ഇത്ര വിജയകരമാക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ്, അതോടൊപ്പം തന്നെ നോർക്ക റൂട്ട്സ്, നോർക്ക വെൽഫെയർ ബോർഡ്, നിയമസഭയിലെയും സെക്രട്ടേറിയറ്റിലെയും പ്ലാനിംഗ് ബോർഡിലെയും സഹപ്രവർത്തകർ, മീഡിയ പ്രതിനിധികൾ എന്നീ എല്ലാവർക്കും ഈ സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.